ഹലോ ഗൈസ്, വെൽക്കം ടു ടീച്ചിങ് മെക്ക്. അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മെയ് 2023യും ജൂൺ 2022 ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സും വിത്ത് റിലേറ്റഡ് ഫാക്ടേഴ്സും ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ സെൻറ്റർ ഓഫ് ബോയൻസി ഓഫ് എ സബ്മർജ്ഡ് ബോഡി കോയിൻസൈഡ് വിത്ത് ദ സെൻട്രോയിഡ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് വോളിയം ഓഫ് ദ ഫ്ലൂയിഡ്. അപ്പോൾ ഇവിടെ സെൻറ്റർ ഓഫ് ബയൻസി എന്ന് വെച്ചാൽ സെൻറ്റർ ഓഫ് ബയൻസി ഓഫ് എ സബ്മർജ്ഡ് ബോഡി എന്ന് വെച്ചാൽ കോയിൻസൈഡ് വിത്ത് ദ സെൻറ്റർ ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് വോളിയം ഓഫ് ദ ഫ്ലൂയിഡ്. ഇനി ദ സെൻറ്റർ ഓഫ് ബോയൻസി ഈസ് ദ പോയിന്റ് ഇൻ എ സബ്മർജ്ഡ് ഓർ ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റ് വെയർ ദ ബോയിൻറ്റ് ഫോഴ്സ് ദ അപ്വേർഡ് ഫോഴ്സ് എക്സെപ്റ്റ് ബൈ ദ എ ഫ്ലൂയിഡ്. അപ്പം ബോയൻസി ഫോഴ്സ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ബോയിൻറ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ നമ്മളൊരു സബ്മർജ്ഡ് ബോഡിയിൽ ഫ്ലൂയിഡ് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനാണ് നമ്മൾ ബോയൻസി ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് വെച്ചാൽ ആ ഒരു ബോയൻസി ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് തന്നെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. ഇറ്റ് കറസ്പോണ്ട്സ് ടു ദ സെൻട്രോയിഡ് ഓഫ് ദ വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ഒബ്ജക്റ്റ്. ഇനി കീ കമ്പോണൻസ് സെൻറ്റർ ഓഫ് ബയോൺസി അല്ലെങ്കിൽ COBയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ദ സെൻറ്റർ ഓഫ് ബയോൺസി ഈസ് ദ സെൻട്രോയിഡ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് വോളിയം. അടുത്ത റിലേഷൻ ടു ബോയിൻറ്റ് ഫോഴ്സ്. ദ ബോയിൻറ്റ് ഫോഴ്സ് ആക്ട് വെർട്ടിക്കലി അപ്വേർഡ് ത്രൂ ദ സെൻറ്റർ ഓഫ് ബയോൺസി. അതായത് ഈ ബോയിൻറ്റ് ഫോഴ്സ് വെർട്ടിക്കലി അപ്വേർഡാണ് ആക്ട് ചെയ്യുന്നത്. COBയിലൂടെ വെർട്ടിക്കലി അപ്വേർഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി പൊസിഷൻ റിലേറ്റീവ് ടു ഒബ്ജക്റ്റ്. ഇനി ഒരു ഫുള്ളി സബ്മർജ്ഡ് ബോഡി ആണെങ്കിൽ, അതായത് ഫുള്ളി ഇമേഴ്സ്ഡ് ഇൻ ദ ഫ്ലൂയിഡ് ആണെങ്കിൽ, ഈ സെൻറ്റർ ഓഫ് ബോയൻസി അല്ലെങ്കിൽ COB കോയിൻസൈഡ് വിത്ത് ദ ഒബ്ജക്റ്റ് സെൻറ്റർ ഓഫ് മാസ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഈ സെൻറ്റർ ഓഫ് മാസിനെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അത് ഫുള്ളി ഇമേഴ്സ്ഡ് ബോഡി ആണെങ്കിൽ ഈ COB സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ട് കോയിൻസൈഡ് ചെയ്യും. ഇനി ഒരു ഫ്ലോട്ടിംഗ് ബോഡി ആണെങ്കിൽ ഈ സെൻറ്റർ ഓഫ് ബയോൺസി അല്ലെങ്കിൽ COB എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ബയോൺസി ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ സെൻട്രോയിഡ് ഓഫ് ദ സബ്മർജ്ഡ് പോർഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. അതായത് ഈ ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ സെൻട്രോയിഡിലായിരിക്കും നമ്മുടെ COB ആക്ട് ചെയ്യുന്നത്. ഇനി സ്റ്റെബിലിറ്റി കണ്ടീഷൻസ്. ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് ദ സെൻറ്റർ ഓഫ് ബയോൺസി ഡിറ്റർമൈൻ ദ ഒബ്ജക്റ്റ് സ്റ്റെബിലിറ്റി ഇൻ ദ ഫ്ലൂയിഡ്. അതായത് ഒരു ഫ്ലൂയിഡ് ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന ബോഡിയുടെ സ്റ്റെബിലിറ്റി കണക്കാക്കുന്നതെന്ന് വെച്ചാൽ ഈ COBയുടെയും COGൻ്റെയും റിലേറ്റീവ് പൊസിഷൻസ് വെച്ചാണ്. ഇനി ഒരു ഇമ്മേഴ്സ്ഡ് ബോഡിയിൽ എബോ COB ആണെങ്കിൽ അവിടെ മെറ്റാ സെൻറ്ററിൻ്റെ പൊസിഷൻ വെച്ചാണ് അതിൻ്റെ സ്റ്റെബിലിറ്റി മനസ്സിലാക്കുന്നത്. ഇപ്പം മെറ്റാ സെൻറ്റർ എബോവ് ദ COG ആണെങ്കിൽ ബോഡി സ്റ്റേബിളാണ്. ഇപ്പം മെറ്റാ സെൻറ്റർ ബിലോ ദ COG ആണെങ്കിൽ ബോഡി അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ ഇതാണ് രണ്ട് കണ്ടീഷൻസ്. ഇഫ് മെറ്റാ സെൻറ്റർ ഈസ് എബോവ് ദ COG ദ ബോഡി ഈസ് സ്റ്റേബിൾ. ഇഫ് ഇറ്റ് ഈസ് ബിലോ ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ. അപ്പോൾ ഈ ഒരു രണ്ട് കണ്ടീഷനിലും മെറ്റാ സെൻറ്റർ എബോവ് ആയത് കാരണം ഈ രണ്ട് ബോഡിയും സ്റ്റേബിൾ കണ്ടീഷനിലാണ്. ഇൻ എ കാപ്പിലറി ട്യൂബ് ദ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് റൈസ്ഡ് ഈസ് സപ്പോർട്ടഡ് ബൈ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് സർഫസ് ടെൻഷൻ. അപ്പോൾ ഇതാണ് സർഫസ് ടെൻഷൻ കാണിക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഫിഗർ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഹൈറ്റ് റൈസ് ഉണ്ട്. ഇതൊരു ലോവർ മിനിസ്കസ് ആണ്. ഇതൊരു വാട്ടർ ആയതുകൊണ്ടാണ് ലോവർ മിനിസ്കസ്. ഇനി നമ്മൾ മെർക്കുറിയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു അപ്പർ മിനിസ്കസ് ആണ് ഫോം ചെയ്യുന്നത്. ഇവിടെ വാട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു എച്ച് റൈസ്, കാപ്പിലറി റൈസ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലൂയിഡ് ലെവലിൽ നിന്ന് എത്രത്തോളം റൈസായി അതിനാണ് കാപ്പിലറി റൈസ്. അത് ഉണ്ടാവാൻ കാരണം കാപ്പിലറി ആക്ഷനാണ്. ഇനി കാപ്പിലറി റൈസ് Hൻ്റെ ഒരു ഇക്വേഷൻ നോക്കാം. 2 സിഗ്മ ഇൻറ്റു കോസ് തീറ്റ ബൈ റോ ഇൻറ്റു G ഇൻറ്റു R. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ H എന്ന് പറയുന്നത് അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ആണ്. H ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ആണ്. അതായത് ഈ R എന്ന് വെച്ചാൽ ഈ ട്യൂബിൻ്റെ റേഡിയസ്, ഇവിടെ ഡി ആയിട്ട് കാണിച്ചിരിക്കുന്നു. R എന്ന് വെച്ചാൽ ഇതിൻ്റെ റേഡിയസ്. R ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കാപ്പിലറി റൈസ് ആണ്. റേഡിയസ് കുറയും തോറും കാപ്പിലറി റൈസ് കൂടും. ഈ കാപ്പിലാരിറ്റി ഓർ കാപ്പിലറി ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഈസ് എ ഫിനോമിന വേർ എ ലിക്വിഡ് മൂവ്സ് ത്രൂ എ നാരോ സ്പേസ് സച്ച് ആസ് തിൻ ട്യൂബ്സ് ഓർ പോറസ് മെറ്റീരിയൽ വിത്തൗട്ട് എക്സ്റ്റേണൽ ഫോഴ്സ് ലൈക്ക് ഗ്രാവിറ്റി. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നില്ല. വിത്തൗട്ട് എക്സ്റ്റേണൽ ഫോഴ്സ് ലൈക്ക് ഗ്രാവിറ്റി. ദിസ് മൂവ്മെൻറ്റ് റിസൾട്ട് ഫ്രം ദ ഇൻ്റർപ്ലേ ഓഫ് അഡ്ഹസീവ് ഫോഴ്സ്. അഡ്ഹസീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് മോളിക്യൂൾസ് തമ്മിലുള്ള ഒരു സ്റ്റിക്കിങ്, അത് സ്റ്റിക്കാനുള്ള ഒരു ഫോഴ്സ്. അത് അവിടെ ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ഓഫ് അട്രാക്ഷൻ ആണ്. അതായത് ഒരു ലിക്വിഡും സോളിഡും തമ്മിൽ ഇവിടെ എടുത്തിരിക്കുന്നത് വെച്ചാൽ ലിക്വിഡും സോളിഡും ആണ്, ലിക്വിഡും സറൗണ്ടിങ് സർഫസ്. ഇനി കോസീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ. ഇവിടെ എടുത്തിരിക്കുന്നത് ലിക്വിഡ് മോളിക്യൂൾസ്. ഇനി സർഫസ് ടെൻഷൻ. അപ്പോൾ ഈ ഒരു 3 കാരണങ്ങൾ കൊണ്ടാണ് കാപ്പിലറി ആക്ഷൻ ഉണ്ടാകുന്നത്. കാപ്പിലറി ആക്ഷൻ ഉണ്ടാവാൻ കാരണം അഡ്ഹസീവ് ഫോഴ്സ് ഓഫ് ദ ലിക്വിഡ് ആൻഡ് സർഫസ് പ്ലസ്
കോഹസീവ് ഫോഴ്സ് പ്ലസ് സർഫസ് ടെൻഷൻ. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് അവിടെ കാപ്പിലറി ആക്ഷൻ ഉണ്ടാവുന്നത്. കാരണം അവിടെ കാപ്പിലറി റൈസ് ഉണ്ടാവുന്നത്. കാപ്പിലറി റൈസ് റിഫേഴ്സ് ടു ദ അപ്വേർഡ് മൂവ്മെന്റ് ഓഫ് ലിക്വിഡ് ഇൻ എ നാരോ ട്യൂബ് ഓർ പോറസ് മെറ്റീരിയൽ ഡ്യൂ ടു കാപ്പിലറി ആക്ഷൻ. അപ്പോൾ കാപ്പിലറി ആക്ഷൻ കാരണമാണ് അവിടെ കാപ്പിലറി റൈസ് ഉണ്ടാകുന്നത്. ഇനി കാപ്പിലറി റൈസ് ഉണ്ടാകുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്. ദിസ് ഒക്കേഴ്സ് വെൻ ദ adhesive force between the liquid and the surrounding material are stronger than the cohesive force within the liquid, allowing the liquid to climb against gravity. ഇവിടെ കാപ്പിലറി റൈസ് ഉണ്ടാവണമെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്ന് വെച്ചാൽ adhesive ഫോഴ്സ് ഗ്രേറ്റർ ദാൻ കോഹസീവ് ഫോഴ്സ് ആയിരിക്കണം. ഇനി ജൂറിൻസ് ലോ എന്താണ് പറയുന്നത് വെച്ചാൽ ദ ഹൈറ്റ്, ഈ ഹൈറ്റ് എച്ച് എന്ന് വെച്ചാൽ കാപ്പിലറി റൈസിൻ്റെ ഹൈറ്റ് എച്ച് ആണ്. ടു വിച്ച് എ ലിക്വിഡ് റൈസസ് ഇൻ എ കാപ്പിലറി ട്യൂബ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ജൂറിൻസ് ലോ. അപ്പോൾ ആ ഒരു റിലേഷൻ എച്ച് ഈസ് ഈക്വൽ ടു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ, ആ ഒരു റിലേഷൻ പറയുന്ന ലോയാണ് ജൂറിൻസ് ലോ. ദ ഇക്വേഷൻ ഷോസ് ദാറ്റ് കാപ്പിലറി റൈസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ട്യൂബ് റേഡിയസ്, ദസ് നാരോ ട്യൂബ്സ് റിസൾട്ട് ഇൻ ഹൈ കാപ്പിലറി റൈസ്. അപ്പം ഒരു ഹൈ കാപ്പിലറി റൈസിന് നമുക്ക് വേണ്ടത് നാരോ ട്യൂബാണ്. അതായത് റേഡിയസ് കുറയുന്നതോറും കാപ്പിലറി റൈസ് കൂടുന്നു, അത്രേ ഉള്ളൂ. ഇനി കാപ്പിലറി ആക്ഷൻ്റെ അല്ലെങ്കിൽ കാപ്പിലറി റൈസിൻ്റെ ഒരു 3 എക്സാമ്പിൾസ് നോക്കാം. ഡെയിലി എക്സാമ്പിൾസ് ആണ്, ഡേ ടു ഡേ എക്സാമ്പിൾസ്. ഒന്ന് പ്ലാന്റ്സ്. മെയിനായിട്ട് കാപ്പിലറി റൈസിൻ്റെ മെയിൻ എക്സാമ്പിളായിട്ട് പറയാൻ കഴിയുന്നത് ഈ റൂട്ട്സ് ആണ്. റൂട്ട്സ് എന്ന് വെച്ചാൽ വളരെ തിൻ ക്രോസ് സെക്ഷൻ കാരണം അവിടെ അതുകൊണ്ടാണ് അത് സോയിലിൽ നിന്ന് വാട്ടർ വലിച്ചെടുക്കാൻ കാരണം. കാപ്പിലറി റൈസ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. കാപ്പിലറി ആക്ഷൻ ഹെൽപ്സ് transport water from the roots to leaves. Any paper towels, they absorb liquids through capillary action in their fibers. The soil moisture, water moves through the soil pores to reach plant's root. അപ്പോൾ ഇതൊക്കെയാണ് 3 എക്സാമ്പിൾസ്. അടുത്ത പാസ്കൽസ് ലോ സ്റ്റേറ്റ് ദാറ്റ് പ്രഷർ അറ്റ് എ പോയിന്റ് ഈസ് ഈക്വൽ ഇൻ ആൾ ഡയറക്ഷൻസ് ഇൻ എ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ്. അപ്പോൾ പാസ്കൽസ് ലോ പറയുന്നത് എന്താണ് നോക്കാം. ഇതൊരു 4-5 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. What does Pascal's law state? Pressure applied to a confined fluid is transmitted equally in all directions when the fluid at rest. അപ്പോൾ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ആയിരിക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് ഓപ്പറേറ്റഡ് ബേസ്ഡ് ഓൺ ദ പാസ്കൽ ലോ? ഹൈഡ്രോലിഫ്റ്റ്. ഇൻ ഹൈഡ്രോളിക് സിസ്റ്റം, if the area of the input piston is 100 centimeter square and the area of the output piston is 100 centimeter square, what force is produced at the output piston when 50 Newton force is applied? അതായത് നമ്മൾ F2 ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ബാക്കി എല്ലാം തന്നിട്ടുണ്ട്. ഇതാണ് ഇക്വേഷൻ. F1/A1 is equal to F2/A2 is equal to P, പ്രഷർ അപ്ലൈഡ്. അപ്പോൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് വെച്ച് എനിക്കൊരു ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ലാസ്റ്റ് 500 Newton എന്ന് കിട്ടും. ഇനി പാസ്കൽസ് ലോ ഈസ് ആപ്ലിക്കബിൾ ടു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്സ്. ഇവിടെ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്സിനാണ് പാസ്കൽസ് ലോ ആപ്ലിക്കബിൾ ആകുന്നത്. If the pressure applied to a confined fluid increases, what happened to the pressure at the point at another point increases equally? അതായത് ഒരു പോയിന്റിൽ പ്രഷർ ഇൻക്രീസ് ആയാൽ അപ്പുറത്തെ പോയിന്റിൽ ഇൻക്രീസ് ആവില്ലേ എന്നാണ് ചോദിച്ചത്. ഇൻക്രീസസ് ഈക്വലി അറ്റ് ആൾ പോയിന്റ്സ്. The difference in pressure head measured by mercury water differential manometer for a 20 centimeter difference of mercury level will be 2.72 meter. അപ്പം ഇതാണ് ഇക്വേഷൻ. ഇതാണ് H ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി എന്ന് പറഞ്ഞാൽ 30.6 ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ 1 ആണ്, -1. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി. H ഈസ് ഈക്വൽ ടു 2.52. അപ്പം ഇതാണ് മെയിൻ ഇക്വേഷൻ. അടുത്ത് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ വെൻ ഇക്വേറ്റഡ് ടു എ സീരീസ് ഓഫ് കോൺസ്റ്റന്റ് ഈൽഡ് ദ ഇക്വേഷൻ ഓഫ് ഇക്വ പൊട്ടൻഷ്യൽ ലൈൻസ്. അപ്പം എന്താണ് ഇക്വ പൊട്ടൻഷ്യൽ ലൈൻസ് എന്ന് പറയാം നോക്കാം. ഇക്വ പൊട്ടൻഷ്യൽ ലൈൻസ് എന്ന് വെച്ചാൽ അതൊരു കർവ്സ് ആണ്. എലോങ് വിച്ച് ദ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ VPF റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് ഈ VPF എപ്പോഴാണോ കോൺസ്റ്റന്റ് ആവുന്നത് അതിൽ കൂടെയുള്ള ഒരു കർവിനെയാണ് നമ്മൾ ഇക്വ പൊട്ടൻഷ്യൽ ലൈൻസ് എന്ന് പറയുന്നത്. ദീസ് ലൈൻസ് ആർ ഫണ്ടമെന്റൽ ഇൻ അനലൈസിങ് ഇറൊട്ടേഷണൽ ഇൻകംപ്രസിബിൾ ആൻഡ് സ്റ്റഡി ഫ്ലോസ്, ഓഫൻ റെഫർ ടു എ പൊട്ടൻഷ്യൽ ഫ്ലോസ്. ഇനി കുറച്ച് കീ കോൺസെപ്റ്റ് നോക്കാം. വെലോസിറ്റി പൊട്ടൻഷ്യൽ. ഈ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഒരു സ്കെയിലാർ ഫംഗ്ഷൻ ആണ്. വേദ ഫ്ലൂയിഡ് വെലോസിറ്റി അതായത് വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ്
fluid velocity is the gradient of the velocity potential. In irrotational flows ആണെങ്കിൽ velocity potential satisfies Laplace equation. Equipotential lines curves where velocity potential is constant, no work is done. അതായത് വർക്ക് ഡൺ എന്ന് പറയുന്നത് സീറോ ആണ്. മൂവിങ് അലോങ് ദീസ് ലൈൻസ് ഇക്വിപൊട്ടൻഷ്യൽ ലൈനിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ, അതായത് ആ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എടുത്ത ആ ലൈനിൽ വർക്ക് ഡൺ സീറോ ആണ്. ദർ ഈസ് നോ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കോൺസ്റ്റന്റ് ആണ്. Streamlines curves tangent to the velocity vector at every point, representing the path a fluid particles follows. In two-dimensional flows, streamlines are contours of the stream function and they are always orthogonal to equipotential lines. Due to variation of Venturi meter constant, Venturi meters are not suitable for high velocity. എന്താണ് വെഞ്ചുരി മീറ്റർ എന്ന് നോക്കാം. ഈ വെഞ്ചുരി മീറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഇൻ ദ ഫ്ലൂയിഡ് മെക്കാനിക്സ് ടു മെഷർ ദ ഫ്ലോ റേറ്റ്. അതായത് മെയിനായിട്ട് ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ, ആ പൈപ്പിലൂടെയുള്ള ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി മെഷർ ചെയ്യാനാണ് നമ്മൾ വെഞ്ചുരി മീറ്റർ ഉപയോഗിക്കുന്നത്. ഇത് ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. വിച്ച് റിലേറ്റ്സ് ടു പ്രഷർ, വെലോസിറ്റി ആൻഡ് ഇലവേഷൻ ഇൻ എ മൂവിങ് ഫ്ലൂയിഡ്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്താണ് ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ, പൈപ്പിൽ കൂടെയുള്ള ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി മെഷർ ചെയ്യാനാണ് നമ്മൾ വെഞ്ചുരി മീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 3 മെയിൻ പാർട്സ്, ഒന്ന് കൺവെർജിങ് സെക്ഷൻ, വേറെ പൈപ്പ് നാരോസ്, ഇനി ത്രോട്ടിൽ പ്രഷർ മിനിമം ആയിരിക്കും. ത്രോട്ടിൽ പ്രഷർ മിനിമവും വെലോസിറ്റി മാക്സിമം ആയിരിക്കും. അപ്പോൾ അതാണ് ത്രോട്ടിൽ. ഇനി കൺവെർജിങ് സെക്ഷൻ വേർ ദ പൈപ്പ് ഗ്രാജുവലി വൈഡ്സ്. ഇനി ബൗണ്ടറി ലെയർ തിക്നെസ് ടർബുലൻ്റ്. അപ്പം ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലുണ്ട്, നമ്മൾ തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫറിൽ പഠിച്ച അവർ ലാമിനർ ഫ്ലോ, ട്രാൻസിഷൻ റീജിയൻ, ടർബുലൻ്റ് റീജിയൻ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബൗണ്ടറി ലെയർ തിക്നെസ് ഇൻ ദ ടർബുലൻ്റ് ഫ്ലോ വേരീസ്. ഇവിടെ ഇതാണ് ബൗണ്ടറി ലെയർ തിക്നെസ്, ഡെൽറ്റ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് റൈസ് ടു 4/5. ഇത് എപ്പോഴാണ്? ടർബുലൻറ്റിൻ്റെ കേസിലാണ്. ഇനി ലാമിനാർ ഫ്ലോ എടുക്കുകയാണെങ്കിൽ ഈ ഡെൽറ്റ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് റൈസ് ടു 1/2. ടർബുലൻറ്റ് ഫ്ലോ ആണെങ്കിൽ ഡെൽറ്റ ഇൻവേഴ്സ്ലി ഡയറക്ട്ലി, അതായത് ഡെൽറ്റ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് റൈസ് ടു 1/2. ടർബുലൻറ്റ് ഫ്ലോയിലാണെങ്കിൽ ഡെൽറ്റ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് റൈസ് ടു 4/5 ആണ്. ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദ റിലേഷൻഷിപ്പ് കംസ് ഫ്രം ദ empirical studies and dimension analysis of turbulent boundary layers. Compared to laminar flow, turbulent boundary layer growth more slowly near the wall due to the enhanced mixing of motion. അപ്പം enhanced mixing of momentum കാരണം enhanced mixing of motion കാരണം ജനറലി അതായത് ആ ഒരു ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ജനറലി സ്ലോ ആയിരിക്കും. അതിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ജനറലി സ്ലോ ആയിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മിക്സിംഗ് ഓഫ് മൊമെൻറ്റം, എൻഹാൻസ്ഡ് മിക്സിംഗ് ഓഫ് മൊമെൻറ്റം കാരണം. വാട്ട് ഈസ് ദ ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഹാവിംഗ് കൈനമാറ്റിക് വിസ്കോസിറ്റി 6 stokes ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി 2. അപ്പോൾ ഇവിടെ നമ്മളൊരു ഈ ഒരു ഡൈനാമിക് വിസ്കോസിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ നമ്മൾ സ്ഥിരം കേട്ടിട്ടുള്ള കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ് ഈക്വൽ ടു ഡൈനാമിക് വിസ്കോസിറ്റി ബൈ ഡെൻസിറ്റി. ഈ ഒരു ഇക്വേഷൻ നമ്മുടെ മനസ്സിലേക്ക് വരണം. അത് പ്രകാരം എഴുതുകയാണെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റിയും കൈനമാറ്റിക് വിസ്കോസിറ്റി മ്യൂ ഈസ് ഈക്വൽ ടു 6 stokes ആണ്. ഇവിടെ തന്നിട്ടുണ്ട് 6 stokes തന്നിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്, ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ബൈ സ്റ്റാൻഡേർഡ് ഡെൻസിറ്റി. വാട്ടറിനെ എടുത്തിരിക്കുന്നത് അതുവഴി നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഡെൻസിറ്റി കണ്ടുപിടിച്ചിട്ട് ഇവിടെ ഡെൻസിറ്റി ഇട്ട് കൊടുക്കുമ്പം, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡൈനാമിക് വിസ്കോസിറ്റിയാണ്. ഡൈനാമിക് വിസ്കോസിറ്റി ആകുമ്പോൾ കൈനമാറ്റിക് വിസ്കോസിറ്റി ഇൻറ്റു ഡെൻസിറ്റി എന്ന് വരും. 1.2 പാസ്കൽ കിട്ടും. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട 1 പാസ്കൽ എന്ന് വെച്ചാൽ 10 ബോയ്സ് ആണ്. 1 പാസ്കൽ എന്ന് വെച്ചാൽ 1 പാസ്കൽ സെക്കൻഡ് എന്ന്, 1 പാസ്കൽ അല്ല, 1 പാസ്കൽ സെക്കൻഡ് എന്ന് വെച്ചാൽ എന്താണ്? 1 പാസ്കൽ സെക്കൻഡ് എന്ന് വെച്ചാൽ 10 ബോയ്സ് ആണ്. അപ്പം അങ്ങനെ 12 ബോയ്സ് എന്ന് കിട്ടും. ഇനി കുറച്ച് ഡൈനാമിക് വിസ്കോസിറ്റി കൈനമാറ്റിക് വിസ്കോസിറ്റി തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡൈനാമിക് വിസ്കോസിറ്റി, കൈനമാറ്റിക് വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ, കാപ്പിലാരിറ്റി, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെസിഫിക് വോളിയം, അതൊക്കെ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. പ്രോപ്പർട്ടി, ഡൈനാമിക് വിസ്കോസിറ്റി, കൈനമാറ്റിക് വിസ്കോസിറ്റി. ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് വെച്ചാൽ ഫ്ലൂയിഡ് റെസിസ്റ്റൻസ് ടു ഷിയർ. ഇനി കൈനമാറ്റിക് വിസ്കോസിറ്റിയിലോട്ട് വരുമ്പോൾ ഫ്ലൂയിഡ് റെസിസ്റ്റൻസ് ടു ഫ്ലോ റിലേറ്റീവ് ടു ഡെൻസിറ്റി.
ഫോർമുല വരുമ്പോൾ മ്യൂസിക്കൽ ടു, അതായത് കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസിക്കൽ ടു ഡൈനാമിക് വിസ്കോസിറ്റി ബൈ റോ. ഇനി ഡൈനാമിക് വിസ്കോസിറ്റിയുടെ ടേമിൽ എഴുതുകയാണെങ്കിൽ കൈനമാറ്റിക് വിസ്കോസിറ്റി ഇൻറ്റു ഡെൻസിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. അത് ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാന്നേ ഉള്ളൂ. ഇനി യൂണിറ്റ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഡൈനാമിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്ന് വെച്ചാൽ പാസ്കൽ സെക്കൻഡ്. ഇനി കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അടുത്ത് ഇനി സി ജി എസ് യൂണിറ്റ് ഇപ്പം ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് വെച്ചാൽ ഡൈനാമിക് വിസ്കോസിറ്റി ഡൈനാമോ, ആ ഒരു പാട്ടുണ്ട്, ഡൈലാമോ ആ ഒരു പാട്ട്. അപ്പം അതൊരു പാട്ടാണെന്ന് കരുതി പാട്ടിൻ്റെ പോയിസ്. അപ്പം ഡൈനാമിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ പോയിസ്. ഇനി കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റോക്സ്. അടുത്ത ഡിപ്പെൻഡ്സ് ഓൺ ഫ്ലൂയിഡ് കോമ്പോസിഷൻ ആൻഡ് ടെമ്പറേച്ചർ. ഇപ്പോഴും ഡൈനാമിക് വിസ്കോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നതിനാണ് ഫ്ലൂയിഡ് കോമ്പോസിഷൻ ആൻഡ് ടെമ്പറേച്ചർ. ഇവിടെ ഫ്ലൂയിഡ് കോമ്പോസിഷൻ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി. കാരണം ഇവിടെ ഫ്ലൂയിഡ് റെസിസ്റ്റൻറ്റ് ടു ഫ്ലോ റിലേറ്റീവ് ടു ഡെൻസിറ്റി, അതിനെയാണ് നമ്മൾ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അവരുടെ ഡെൻസിറ്റിയും കൂടെ കൺസിഡർ ചെയ്യും. ഇവിടെ ഫ്ലൂയിഡ് റെസിസ്റ്റൻറ്റ് ടു ഷിയർ. അടുത്ത് ഡൈനാമിക് വിസ്കോസിറ്റി വെസസ് കൈനമാറ്റിക് വിസ്കോസിറ്റി. ബോത്ത് ഡൈനാമിക് വിസ്കോസിറ്റി ആൻഡ് കൈനമാറ്റിക് വിസ്കോസിറ്റി ഡിസ്ക്രൈബ് എ ഫ്ലൂയിഡ്സ് റെസിസ്റ്റൻസ് ടു ഫ്ലോ, ബട്ട് ദേ ആർ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ് ആൻഡ് ഹാവ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ്. എന്താണ് ഡൈനാമിക് വിസ്കോസിറ്റി? ഡെഫിനിഷൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. മെഷേഴ്സ് ഫ്ലൂയിഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ടു ഷിയർ ഓർ ഫ്ലോ. അനലോഗി, അതായത് നമ്മൾ സ്റ്റിക്കി, തിക്ക്, ഇതൊക്കെയാണ് ആ ഒരു ഡൈനാമിക് നേച്ചറിനെ കാണിക്കുന്നത്. യൂണിറ്റ് എന്ന് പറയുന്നത് എസ് ഐ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പാസ്കൽ സെക്കൻഡാണ്. സി ജി എസ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ പോയിസ് ആണ്. 1 പോയിസ് എന്ന് പറഞ്ഞാൽ 1 പാസ്കൽ സെക്കൻഡാണ്. എക്സാമ്പിൾ, ഹണി ഹാസ് ഹൈ ഡൈനാമിക് വിസ്കോസിറ്റി, വാട്ടർ ഹാസ് എ ലോ വൺ. ഇനി കൈനമാറ്റിക് വിസ്കോസിറ്റി ഇട്ട് പറയുമ്പോൾ റേഷ്യോ ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി ടു ദ ഫ്ലൂയിഡ് ഡെൻസിറ്റി. എസ് ഐ യൂണിറ്റ് എന്ന് പറയുമ്പോൾ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. സി ജി എസ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റോക്സ് ആണ്. 1 സ്റ്റോക്സ് -4 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. അടുത്ത എക്സാമ്പിൾ, ഈവൻ ഇഫ് 2 fluids have the same dynamic viscosity, the one with a lower density will have a higher kinematic viscosity. അതായത് രണ്ട് ഫ്ലൂയിഡിന് രണ്ട് സെയിം ഡൈനാമിക് വിസ്കോസിറ്റി ആണെങ്കിലും ഏതിനാണ് ഡെൻസിറ്റി കുറവ് അതിനായിരിക്കും ഹയർ കൈനമാറ്റിക് വിസ്കോസിറ്റി ഉള്ളത്. അടുത്ത് ഇനി അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1 പോയിസ് ഈസ് ഈക്വലൻ്റ് ടു 360 kg/m² ആണ്. 9.81 kg ഫോഴ്സ് സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. അതായത് ഏതൊക്കെയാണ്? 360 kg/m² ആണ്. അതേപോലെ തന്നെ 9.81 kg ഫോഴ്സ് സെക്കൻഡ് പെർ മീറ്റർ ആണ്. 1 ഡൈൻ സെക്കൻഡ് പെർ സെൻറ്റിമീറ്റർ ആണ്. ഇതാണ് 1 പോയിസ്. അപ്പോൾ 10 പോയിസ് ഈക്വൽ ടു 1 പാസ്കൽ സെക്കൻഡ് ആകുമ്പോൾ 1 പാസ്കൽ സെക്കൻഡ് ആണ്. അപ്പോൾ 1 പോയിസ് എന്ന് പറയുമ്പോൾ 0.1 പാസ്കൽ സെക്കൻഡ് ആണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, പ്രിൻ്റർ ഇങ്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് തിക്സോട്രോഫിക് സബ്സ്റ്റൻസ്. ഇവിടെ തൈക്സോ എന്ന് എടുത്തിരിക്കുന്നത് നമ്മുടെ ആൻസർ സ്കീമിൽ തൈക്സോ എന്നാണ് വന്നിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒറിജിനൽ വേർഡ് എന്ന് പറയുമ്പോൾ തിക്സോട്രോപിക് സബ്സ്റ്റൻസ്. നമുക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. Thixotropic substance is a type of non-Newtonian fluid that becomes less viscous, thinner when it is stirred, shaken or agitated and ടെൻസ് ടു എ മോർ വിസ്കസ്. അതായത് നമ്മുടെ ഈ ഒരു തിക്സോട്രോപ്പിക് മെറ്റീരിയലിനെ എടുത്ത് നമ്മളൊരു സ്റ്റിർ ചെയ്തോ, അതായത് ഒന്ന് കലക്കുകയോ ഒന്ന് കുലുക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതൊരു ലെസ് വിസ്കസ് മെറ്റീരിയൽ ആക്ടിങ്. ബട്ട് അതേസമയം അതിനെ നമ്മൾ വെറുതെ വെക്കുകയാണെങ്കിൽ അതൊരു ഹൈ വിസ്കസ് ഫ്ലൂയിഡ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പം ഇതാണ് പ്രിൻ്റർ ഇങ്ക് എന്ന് പറഞ്ഞാൽ ഇത് വൺ ഓഫ് ദ എക്സാമ്പിൾ ഓഫ് തിക്സോട്രോപിക് മെറ്റീരിയൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വൺ ഓഫ് ദ എക്സാമ്പിൾ ഓഫ് തിക്സോട്രോപിക് മെറ്റീരിയൽ ആണ്. ഇനി കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഒന്ന്, ടൈം ഡിപ്പെൻഡൻ്റ് ആണ്, ഷിയർ തിന്നിങ് ആണ്, വിസ്കോസിറ്റി ഡിക്രീസസ് ഓവർ ടൈം വെൻ അണ്ടർ സ്ട്രെസ്. അതായത് ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പം വിസ്കോസിറ്റി ഡിക്രീസ് ആവും, റിവേഴ്സിബിൾ ആണ്. ആ ഒരു ഫോഴ്സ് റിലീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ എഫക്റ്റ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ അതൊരു ബാക്ക് ടു ഒറിജിനൽ പൊസിഷനിലേക്ക് എത്തും. അതായത് ഒരു വിസ്കോസിറ്റി കൂടിയ ഒരു സ്റ്റേജിലേക്ക് എത്തും. അതായത് ഫോഴ്സ് കൊടുക്കുമ്പോൾ വിസ്കോസിറ്റി കുറയും, ആ ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി കൂടും. ഇനി എന്താണ് ഇലാസ്റ്റിക് സോളിഡ് എന്ന് നോക്കാം. ഇലാസ്റ്റിക് സോളിഡ് ഈസ് എ മെറ്റീരിയൽ ദാറ്റ് റിട്ടേൺസ് ടു ഇറ്റ് ഒറിജിനൽ ഷേപ്പ് ആൻഡ് സൈസ് ആഫ്റ്റർ ദ എക്സ്റ്റേണൽ ഫോഴ്സ് ഓർ സ്ട്രെസ് ഈസ് റിമൂവ്ഡ് ആസ് ലോങ് ആസ് ഡിഫോർമേഷൻ സ്റ്റേസ് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. ഇതിൻ്റെ സെയിം സാധനമാണ് തിക്സോട്രോപിക് മെറ്റീരിയൽ. അവിടെ വിസ്കോസിറ്റിയാണ് പറയുന്നത്. ഇവിടെ വരുമ്പോൾ ആ ഒരു ഷേപ്പിന് ഉണ്ടായ ചേഞ്ച്, ഇവിടെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നു. അതായത്
വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് ഒരു ഡിഫോർമേഷൻ സ്റ്റേജ് വിത്ത് ഡിഫോർമേഷൻ സംഭവിക്കുന്നു. എന്നാൽ അവർ ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ അവിടെയും ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ വെലോസിറ്റി അതിൻ്റെ ഒറിജിനൽ വിസ്കോസിറ്റി അറ്റൈൻ ചെയ്തു, ഇവിടെ ഒറിജിനൽ ഷേപ്പ് അറ്റൈൻ ചെയ്തു. അപ്പോൾ ഇലാസ്റ്റിക് സോളിഡും തിക്സോട്രോപിക് മെറ്റീരിയലും സെയിം ആണ്. പക്ഷേ തിക്സോട്രോപിക് മെറ്റീരിയൽ നടക്കുന്നത് വിസ്കോസിറ്റിയാണ് ചേഞ്ച് ആവുന്നത്. ഇവിടെ ഒരു ഡിഫോർമേഷൻ ഷേപ്പിന് ഡിഫോർമേഷൻ സംഭവിക്കുന്നു. ഇനി കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് റിവേഴ്സൽ ഡിഫോർമേഷൻ ആണ്. നോ പെർമനൻറ്റ് ചേഞ്ച് ഇഫ് ദ ഫോഴ്സ് ഈസ് വിത്തിൻ ദ ലിമിറ്റ്. അതൊരു ഇലാസ്റ്റിക് ലിമിറ്റിനകത്താണെങ്കിൽ അവരൊരു പെർമനൻറ്റ് ഡിഫോർമേഷൻ സംഭവിക്കില്ല. ഇനി ഹുക്സ് ലോ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. ഇലാസ്റ്റിക് മോഡുലസ് ഒക്കെ ഉണ്ട്. അടുത്ത് ന്യൂട്ടോണിയൽ ഫ്ലൂയിഡ് വെസസ് നോൺ ന്യൂട്ടോണിയൽ ഫ്ലൂയിഡ്. എന്താണ് ന്യൂട്ടോണിയൽ ഫ്ലൂയിഡ്? ബേസിക്കലി നമ്മൾ ന്യൂട്ടോണിയൽ ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ ദ ഫ്ലൂയിഡ് വിച്ച് ഒബൈസ് ന്യൂട്ടൺസ് ലോ ഓഫ് ഫ്ലൂയിഡ്, അതിനെയാണ് നമ്മൾ ന്യൂട്ടോണിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ന്യൂട്ടോണിയൽ ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ ന്യൂട്ടോണിയൽ ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യാത്തതിന് നമ്മൾ നോൺ ന്യൂട്ടോണിയൽ ഫ്ലൂയിഡ് എന്നും പറയുന്നുണ്ട്. അതായത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്നതിനെ ന്യൂട്ടോണിയൽ ഫ്ലൂയിഡ് എന്നും ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യാത്തതിനെ നോൺ ന്യൂട്ടോണിയൽ ഫ്ലൂയിഡ് എന്നും പറയുന്നു. ഈ ന്യൂട്ടോണിയൽ ഫ്ലൂയിഡ് ഹാസ് കോൺസ്റ്റന്റ് വിസ്കോസിറ്റി. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്താണ് പറയുന്നത്? ഷിയർ സ്ട്രെസ് ഈസ് എ, അതായത് വെലോസിറ്റി ഗ്രേഡിയൻറ്റിനനുസരിച്ച് ഷിയർ സ്ട്രെസ്സിന് ചേഞ്ച് ഉണ്ടാകുന്നു, വിസ്കോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകുന്നു. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ച് വിസ്കോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്നത്. അപ്പോൾ ഇവിടെ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയിൽ പറയുന്നത് വിസ്കോസിറ്റി മ്യൂ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഫ്ലോ കണ്ടീഷൻസ്. എപ്പോഴും വിസ്കോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ന്യൂട്ടൺസ് ലോയിൽ പറയുന്നത് വിസ്കോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം ന്യൂട്ടൺസ് ഫ്ലൂയിഡ് ഹാസ് എ കോൺസ്റ്റൻറ്റ് വിസ്കോസിറ്റി റിഗാർഡ്ലെസ് ഓഫ് ദ അപ്ലൈഡ് ഷിയർ സ്ട്രെസ് ഓർ ഷിയർ റേറ്റ്. അപ്ലൈഡ് ഷിയർ സ്ട്രെസ്സിനോ അപ്ലൈഡ് ഷിയർ റേറ്റിനോ റിഗാർഡ്ലെസ് ആയിട്ട് കോൺസ്റ്റൻറ്റ് വിസ്കോസിറ്റി ആയിരിക്കും ന്യൂട്ടൺസ് ഫ്ലൂയിഡിൽ. അപ്പോൾ ഇതാണ് ന്യൂട്ടൺസ് ലോയുടെ റെപ്രസെൻറ്റേഷൻ. ഇത് ഷിയർ സ്ട്രെസ്, ഡൈനാമിക് വിസ്കോസിറ്റി, കോൺസ്റ്റൻറ്റ് ഫോർ ന്യൂട്ടോണിയൽ ഫ്ലൂയിഡ്. അപ്പോൾ ഇതൊരു മ്യൂ ചേഞ്ച് ആവുന്നില്ല. ന്യൂട്ടോണിയൽ ഫ്ലൂയിഡ്സിൽ മ്യൂ ചേഞ്ച്, ഡൈനാമിക് വിസ്കോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാകുന്നില്ല, അതായത് വിസ്കോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാകുന്നില്ല. അടുത്ത വെലോസിറ്റി ഗ്രേഡിയൻ്റ്, അതായത് ഇവിടെ ഷിയർ സ്ട്രെസ് മാറുന്നതിനനുസരിച്ച് ഡൈനാമിക് വിസ്കോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്നാൽ അവിടെ ചേഞ്ച് ചെയ്യുന്നത് വെലോസിറ്റി ഗ്രേഡിയൻ്റ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ന്യൂട്ടോണിയൽ ഫ്ലൂയിഡിൽ ഡൈനാമിക് വിസ്കോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്നത്. ഷിയർ സ്ട്രെസ്സിനനുസരിച്ച് വേരി ചെയ്യുന്നത് ഡൈനാമിക് വിസ്കോസിറ്റി അല്ല, വെലോസിറ്റി ഗ്രേഡിയൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്നത്. ഇത് ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡ്സിനെ നമ്മൾ ന്യൂട്ടോണിയൽ ഫ്ലൂയിഡ്സ് എന്ന് പറയും. അപ്പോൾ ഈ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി അതിന് കുറച്ച് എക്സാമ്പിൾ എന്ന് വെച്ചാൽ വാട്ടർ, എയർ, ആൽക്കഹോൾ, ഗ്യാസോലിൻ, ലൈറ്റ് ഓയിൽസ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ച്, അതായത് ഈ ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ച് അതിൻ്റെ വിസ്കോസിറ്റിയിൽ ചേഞ്ച് വരുന്നില്ല. എന്നാൽ ടെമ്പറേച്ചർ അതൊക്കെ അതിൻ്റെ വിസ്കോസിറ്റി മാറ്റുന്ന ഫാക്ടേഴ്സാണ്. എന്നാൽ ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ച് വിസ്കോസിറ്റിയിൽ ചേഞ്ച് വരുന്നില്ല. അപ്പം എപ്പോഴും ഡൈനാമിക് വിസ്കോസിറ്റി അല്ലെങ്കിൽ വിസ്കോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ന്യൂട്ടോണിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇനി നോൺ ന്യൂട്ടോണിയൽ ഫ്ലൂയിഡ് ഹാസ് എ വിസ്കോസിറ്റി ദാറ്റ് ചേഞ്ചസ് വിത്ത് ഷിയർ റേറ്റ്, ടൈം ഓർ ബോത്ത്. അതായത് ഷിയർ റേറ്റിനനുസരിച്ച് നമ്മൾ ആ ഒരു ഫോഴ്സിനനുസരിച്ച് വിസ്കോസിറ്റിക്ക് ചേഞ്ച് വരുവാണെങ്കിൽ അതിനെ നമ്മൾ നോൺ ന്യൂട്ടോണിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നുണ്ട്. ഇനി അത് നോൺ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഷിയർ സ്ട്രെസ് ആൻഡ് ഷിയർ റേറ്റ്. വിസ്കോസിറ്റി ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഡിപ്പെൻഡിങ് ഓൺ ദ ഫോഴ്സ് ഓഫ് ടൈം. അതായത് ഫോഴ്സിനനുസരിച്ച് വിസ്കോസിറ്റിയിൽ ചേഞ്ച് വരും. ഓഫൻ ടൈം ഡിപ്പെൻഡ് ഓർ റേറ്റ് ഡിപ്പെൻഡ്. ഇനി ടി ഡയഗ്രാം, അല്ലെങ്കിൽ അതിനെ നമ്മൾ ടൈം ആൻഡ് ടെമ്പറേച്ചർ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രാം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രാം. അപ്പം T ഡയഗ്രത്തിനെ നമ്മൾ ടൈം ടെമ്പറേച്ചർ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രാം അല്ലെങ്കിൽ ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രാം എന്നും പറയുന്നുണ്ട്. ഷോസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടൈം ടെമ്പറേച്ചർ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഫേസസ് ഇൻ അലോയ് ഓർ മെറ്റൽ, ടിപ്പിക്കലി സ്റ്റീൽ. അലോയ് മെറ്റൽ അല്ലെങ്കിൽ ടിപ്പിക്കലി സ്റ്റീലിൽ വരുന്ന ടൈം ടെമ്പറേച്ചർ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഫേസിന് അതിനെ നമ്മൾ T ഡയഗ്രാം അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന റെപ്രസെൻറ്റേഷനാണ് T ഡയഗ്രാം. ഇനി പർപ്പസ് ടു ഇല്ലുസ്ട്രേറ്റ് ഹൗ ഓസ്റ്റനേറ്റ് ട്രാൻസ്ഫോം, മെയിനായിട്ട് എടുക്കുന്ന ഓസ്റ്റനേറ്റ് ട്രാൻസ്ഫോംസ് ഇൻറ്റു അതർ മൈക്രോ സ്ട്രക്ചർ ലൈക്ക് പെർലൈറ്റ്, ബെർനൈറ്റ് ഓർ ദ മാർട്ടൻസൈറ്റ്.
അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഓവർ ടൈം. അതായത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഓസ്റ്റനേറ്റിന് വരുന്ന ട്രാൻസ്ഫോർമേഷൻ അതെങ്ങനെയാണ് ട്രാൻസ്ഫോം ആയി പോകുന്നത്? ലൈക്ക് പേർലൈറ്റ്, ബെയ്നൈറ്റ് ഓർ മാർട്ടൻസൈറ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്ത് പോകും. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് സ്റ്റേജിലുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ് ത്രിബിലിറ്റി ഡയഗ്രാം പറയുന്നത്. അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഐസോ തെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രാം എന്ന് അതിനെ വിളിക്കാൻ കാരണം അതിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ്. ഇനി അടുത്ത് കുറച്ച് റെപ്രസെൻസ് ടൈം എക്സ് ആക്സിസിലാണ്, യൂഷ്വലി ലോഗരിതമിക് സ്കെയിലാണ്. ടെമ്പറേച്ചർ വൈ ആക്സിസിലാണ്, കോൺസ്റ്റൻ്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ട്രാൻസ്ഫോർമേഷൻ ലൈസ് ഷോ സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ് ഫേസ് ചേഞ്ചസ് യൂസ്ഡ് ഫോർ അണ്ടർസ്റ്റാൻഡ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്റ്റീൽസ്. അതായത് സ്റ്റീലിൻ്റെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ഡിസൈനിങ് പ്രോസസ്സ് ലൈക്ക് അനീലിംഗ്, നോർമലൈസിങ് ആൻഡ് കൊഞ്ചിങ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു ഫാക്ടറാണ് ത്രിബിലിറ്റി ഡയഗ്രാം. പ്രഡിക്റ്റിംഗ് ദ ഫോർമേഷൻ ഓഫ് സ്ട്രക്ചേഴ്സ് ലൈക്ക് പേർലൈറ്റ്, ബെയ്നൈറ്റ്, മാർട്ടൻസൈറ്റ്. അതായത് ഈ മൂന്നും ഉണ്ടാകുന്നത് ഓസ്റ്റനൈറ്റ് ആണ്. അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജിൽ ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ഉണ്ടാവും. പേർലൈറ്റ് ഉണ്ടാവും, ബെയ്നൈറ്റ് ഉണ്ടാവും, മാർട്ടൻസൈറ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡയഗ്രമാണ് ത്രിബിലിറ്റി ഡയഗ്രാം. അതിനെ നമ്മൾ ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രാം എന്നും പറയുന്നുണ്ട്. അടുത്ത് ഇത് ട്രാൻസ്ഫോർമേഷൻ, ഓസ്റ്റനൈറ്റിൻ്റെ ഡിഫറെൻറ്റ് ട്രാൻസ്ഫോർമേഷനാണ്. ഒന്ന് ഹൈ ടെമ്പറേച്ചറിൽ കോഴ്സ് പേർലൈറ്റ് ഉണ്ടാവും, മീഡിയം ടെമ്പറേച്ചറിൽ ഫൈൻ പേർലൈറ്റ് ഉണ്ടാവും, ലോ ടെമ്പറേച്ചറിൽ ബെയ്നൈറ്റ് ഉണ്ടാവും. ഇനി വെരി റാപ്പിഡ് കൂളിംഗ്, പെട്ടെന്നുള്ള റാപ്പിഡ് കൂളിംഗ് അല്ലെങ്കിൽ കൊഞ്ചിങ്ങിൽ മാർട്ടൻസൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്നതാണ് കോഴ്സ് പെർലൈറ്റ്. ഇനി മീഡിയം ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്നത് ഫൈൻ പെർലൈറ്റ്, ലോവർ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്നത് ബെയ്നൈറ്റ്. ഹൈ ടെമ്പറേച്ചറിൽ കോഴ്സ് പെർലൈറ്റ് ഉണ്ടാവും, മീഡിയത്തിൽ ഫൈൻ പെർലൈറ്റ് ഉണ്ടാവും, ലോവർ ടെമ്പറേച്ചറിൽ ബെയ്നൈറ്റ് ഉണ്ടാവും. വെരി റാപ്പിഡ് കൂളിംഗ് അഥവാ കൊഞ്ചിങ്, വെരി റാപ്പിഡ് കൂളിംഗ് VRC, വെരി റാപ്പിഡ് കൂളിംഗ് അഥവാ കൊഞ്ചിങ് അതിലുണ്ടാവുന്നതാണ് മാർട്ടൻസൈറ്റ്. ഇനി സമ്മറി, ത്രിബിലിറ്റി ഡയഗ്രാം ഹെൽപ്സ് എഞ്ചിനീയേഴ്സ് ആൻഡ് മെറ്റലർജിസ്റ്റ് കൺട്രോൾ മൈക്രോ സ്ട്രക്ചർ ത്രൂ ദ തെർമൽ പ്രോസസ്സിംഗ് used primarily for isothermal constant temperature conditions. For continuous cooling transformation diagrams are used instead. ഇനി ത്രിബിലിറ്റി ഡയഗ്രാം അല്ലെങ്കിൽ CCT ഡയഗ്രാമും ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പ്രൈമറി ഒബ്ജക്റ്റ് ഓഫ് ഫുൾ അനീലിംഗ്. അപ്പോൾ ഫുൾ അനീലിങ്ങിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റ് എന്താണെന്ന് നോക്കാം. ഇൻക്രീസ് ഡക്റ്റിലിറ്റി ആൻഡ് മെഷീനബിലിറ്റി. അതായത് പ്രൈമറി അനീലിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഇൻക്രീസ് ഡക്റ്റിലിറ്റി ആൻഡ് മെഷീനബിലിറ്റി. ഇൻക്രീസ് ഡക്റ്റിലിറ്റിയും കൂട്ടുക, മെഷീനബിലിറ്റിയും കൂട്ടുക. ഇതാണ് പ്രൈമറി അനീലിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫുൾ അനീലിംഗ് ഈസ് ടു സോഫ്റ്റൻ ദ മെറ്റൽ. അതായത് മെറ്റലിനെ സോഫ്റ്റൻ ചെയ്യുക, റിഫൈൻ ഇറ്റ്സ് ഗ്രെയിൻ സ്ട്രക്ചർ, ഇംപ്രൂവ് ഡക്റ്റിലിറ്റി, മെഷീനബിലിറ്റി ആൻഡ് ഇന്റേണൽ സ്ട്രെസ്. അപ്പോൾ ഏതൊക്കെയാണ്? ഒന്ന് ഡക്റ്റിലിറ്റി കൂട്ടുക, മെഷീനബിലിറ്റി കൂട്ടുക, റിലീവ് ഇന്റേണൽ സ്ട്രെസ് കുറയ്ക്കുക. അപ്പം ഫുൾ അനീലിങ്ങിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് ഏതൊക്കെ മെയിൻ പോയിന്റ്സ്? ഒന്ന് ഡക്റ്റിലിറ്റി കൂട്ടുക, മെഷീനബിലിറ്റി കൂട്ടുക. ഡക്റ്റിലിറ്റി എന്ന് വെച്ചാൽ പരത്താനുള്ള കഴിവ്, മെഷീനബിലിറ്റി എന്ന് വെച്ചാൽ അത് മെഷീനിങ് ചെയ്യാനുള്ള അതിനെയാണ് നമ്മൾ മെഷീനബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രെസ് കുറയ്ക്കുക, അതായത് ഡക്റ്റിലിറ്റി കൂട്ടുക, മെഷീനബിലിറ്റി ഇത് രണ്ടും കൂട്ടുക. ഡക്റ്റിലിറ്റി ആൻഡ് മെഷീനബിലിറ്റി കൂട്ടുക, ഇൻറ്റേർണൽ സ്ട്രെസ് കുറയ്ക്കുക. അപ്പോൾ ഇതാണ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഫുൾ അനീലിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഡക്റ്റിലിറ്റി കൂട്ടുക, മെഷീനബിലിറ്റി കുറയ്ക്കുക ആൻഡ് റിലീവ് ഇൻറ്റേർണൽ സ്ട്രെസ്. പിന്നെ സോഫ്റ്റ് ആൻഡ് ദ മെറ്റൽ, റിഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ. മെറ്റലിനെ സോഫ്റ്റ് ആക്കുക, റിഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ. ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഫുൾ അനീലിംഗ് സ്റ്റാൻഡ് ഒന്ന് റെഡ്യൂസ് ഹാർനസ് കുറയ്ക്കുക. അവിടെയാണ് സോഫ്റ്റ് മെറ്റൽ അല്ലെങ്കിൽ റെഡ്യൂസ് ഹാർനസ്. മേക്ക് ദ മെറ്റൽ ഈസിയർ ടു കട്ട് ഫോമർ ഷേപ്പ്. അപ്പോൾ ഹാർനസ് എന്ന് വെച്ചാൽ മെയിനായിട്ട് പെനട്രേഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവാണ് ഹാർനസ്. അപ്പോൾ ഇവിടെ ഹാർനസ് കുറച്ച് മെറ്റീരിയൽ ഈസിയർ ടു കട്ട്, ഫോം ഓർ ഷേപ്പ് ആക്കുക. ഇംപ്രൂവ് ഡക്റ്റിലിറ്റി ആൻഡ് ടഫ്നെസ് എൻഹാൻസ് ദ മെറ്റീരിയൽസ് എബിലിറ്റി ടു ഡിഫോം വിത്തൗട്ട് ബ്രേക്കിംഗ്.
അടുത്ത് ടഫ്നെസ് എന്ന് വെച്ചാൽ കാപ്പബിലിറ്റി ഓഫ് വിസ്റ്റാൻഡ് ഹൈ ഫോഴ്സ്, അതിനാണ് ടഫ്നെസ് എന്ന് പറയുന്നത്, വിത്തൗട്ട് ബ്രേക്കിംഗ്. അപ്പോൾ ടഫ്നെസ് ഇമ്പ്രൂവ് ചെയ്യുക, ഡക്റ്റിലിറ്റി കൂട്ടുക. ഇനി റിഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ. അപ്പോൾ ഒരു 5 കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഒന്ന് ഹാർഡ്നെസ് കുറയ്ക്കുക അല്ലെങ്കിൽ സോഫ്റ്റൻ ചെയ്യുക, ഇനി ഡക്റ്റിലിറ്റി കൂട്ടുക അല്ലെങ്കിൽ ടഫൻ ചെയ്യുക, ഇനി റിഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യുക, പ്രൊമോട്ട് യൂണിഫോം ആൻഡ് ഫൈൻ ഗ്രെയിൻസ് ഫോർ ബെറ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. ഇനി റിലൈവ് ഇന്റേണൽ സ്ട്രെസ് കുറയ്ക്കുക, റിമൂവ് സ്ട്രെസ്സസ് കാസ്ഡ് ബൈ പ്രീവിയസ് പ്രോസസ് ലൈക്ക് റോളിംഗ് ഓർ വെൽഡിങ്. അതായത് റോളിങ്ങും വെൽഡിങ്ങും കാരണം ഉണ്ടായ ഇന്റേണൽ സ്ട്രെസ്സസ് കുറയ്ക്കുക. ഇനി പ്രിപ്പയർ സ്റ്റീൽ ഫോർ ഫർദർ പ്രോസസ്സിംഗ്. ഈ സ്റ്റീലിനെ ഫർദർ പ്രോസസ്സിലേക്ക് പോകുമ്പോൾ അതിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ സ്റ്റീൽ ഫോർ ഫർദർ പ്രോസസ്സിംഗ്. അടുത്ത് മെയിനായിട്ട് നോക്കേണ്ടത് റെഡ്യൂസ് ഹാർഡ്നസ് കുറയ്ക്കുക, ഇംപ്രൂവ് ഡക്റ്റിലിറ്റി ആൻഡ് ടഫ്നെസ്, റിഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ, റിലൈവ് ഇന്റേണൽ സ്ട്രെസ്, പ്രിപ്പയർ സ്റ്റീൽ ഫോർ ഫർദർ പ്രോസസ്സിംഗ്. ഇനി ഹൗ ഇറ്റ്സ് ഡൺ: ഹീറ്റ് ദ സ്റ്റീൽ ടു 30 to 50 degree above അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഹൈപ്പോ യൂടെക്റ്റോയിഡ് സ്റ്റീൽ ഹോൾഡ് ചെയ്യുക. പിന്നെ കൂൾ സ്ലോലി ടു അലോ ട്രാൻസ്ഫോർമേഷൻ ടു കോഴ്സ് പെർലൈറ്റ് ടു ഫെറൈറ്റ്. അത് commonly applied low and medium carbon steelsലാണ്. forged or rolled components before machining. Resilience of a material becomes important when it is subject to shock loading. അപ്പോൾ resilience എന്ന ഫാക്ടർ ഷോക്ക് ലോഡിങ്. resilience എന്ന് വെച്ചാൽ മെയിനായിട്ട് സ്പ്രിങ്ങിലൊക്കെ വരുന്ന കാര്യമാണ് ഒരു ഷോക്ക് ലോഡിങ്. റിസൈലൻറ്റ് മെറ്റീരിയൽ, സ്പ്രിങ്ങിനെ നമ്മൾ റിസൈലൻറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. കാരണം അതൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഒരു ഡിഫോർമേഷൻ സംഭവിച്ച് ആ ഒരു എനർജി സ്റ്റോർ ചെയ്ത് ആ ഒരു എനർജി യൂസ് ചെയ്ത് നമ്മൾ ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ ആ ഒരു എനർജി യൂസ് ചെയ്ത് അത് ഇനിഷ്യൽ പൊസിഷനിലേക്ക് പോകാം. അതിനാണ് റിസൈലൻസ് എന്ന് പറയുന്നത്. അതൊരു ഷോക്ക് ലോഡിങ്. റെസിലൻസ് ഓഫ് എ മെറ്റീരിയൽ ബിക്കംസ് ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു ഷോക്ക് ലോഡിങ്. ഇനി റെസിലൻസ് ഓഫ് എ മെറ്റീരിയൽ എക്സ്പ്ലെയിൻ സിംപ്ലി. Resilience is the ability of a material to absorb energy when it is elastically deformed and release that energy upon unloading without a permanent deformation. Definition: resilience is the energy stored per unit volume in a material within the elastic limit. അതായത് within the elastic limit, energy stored per unit volume ആണ് resilience. Resilience is the energy stored per unit volume of a material within the elastic limit. Measures the area under the stress strain curve up to the elastic limit. Represents the capacity to absorb and recover energy. The higher the resilience, the better material can endure sudden shock or loads without permanent damage. അടുത്ത് എക്സാമ്പിൾസ് ഓഫ് ഹൈ റെസിലൻസ്. ഒന്ന് റബ്ബറിന് ഹൈ റെസിലൻസ് ആണ്. വെരി ഹൈ റെസിലൻസ് എക്സലൻറ്റ് ഫോർ ഷോക്ക് അബ്സോർപ്ഷൻ. ഇനി നേരത്തെ പറഞ്ഞ സ്പ്രിങ്, ഇതൊരു ഹൈ റെസിലൻസ് ഉള്ള മെറ്റീരിയലാണ്. യൂസ്ഡ് ഇൻ മെക്കാനിക്കൽ സ്പ്രിങ്സ്. ടൈറ്റാനിയം അലോയ്സ്, ഗുഡ് കോമ്പിനേഷൻ ഓഫ് സ്ട്രെങ്ത് ആൻഡ് ഇലാസ്റ്റിസിറ്റി. ഇനി റെസിലൻസ് ടഫ്നെസ് നോക്കാം. ഒന്ന് റെസിലൻസ് എനർജി അബ്സോർഡ് ഇൻ ഇലാസ്റ്റിക് റീജിയൻ. ടോട്ടൽ എനർജി അബ്സോർഡ് ആൻഡ് ഫ്രാക്ചർ. ടൈപ്പ് ഓഫ് എനർജി റിക്കവറബിളാണ്. ബോത്ത് റിക്കവറബിൾ ആൻഡ് നോൺ റിക്കവറബിളാണ്. ഏരിയ ഓൺ സ്ട്രെസ് അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ്. എൻ്റയർ ടഫ്നെസ്സിൽ വരുമ്പോൾ എൻ്റയർ ഏരിയ അണ്ടർ കർവ്. അതായത് റെസിലൻസ് എന്ന് പറയുമ്പോൾ ടൈപ്പ് ഓഫ് എനർജി റിക്കവറബിൾ ആണ്. എന്നാൽ ടഫ്നെസ് എന്ന് പറയുന്നത് ബോത്ത് റിക്കവറബിളാണ് നോൺ റിക്കവറബിളുമാണ്. സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ അപ് ടു ലാസ്റ്റ് ലിമിറ്റ് എൻ്റയർ ഏരിയ അണ്ടർ ദ കർവ്. അടുത്ത് മെറ്റീരിയൽ വിച്ച് ഷോ ഡയറക്ഷൻ ഡിപ്പെൻഡൻറ്റ് പ്രോപ്പർട്ടീസ് ആർ കാൾഡ് അനിസോട്രോഫി മെറ്റീരിയൽ. മെറ്റീരിയൽ വിച്ച് ഷോസ് ഡയറക്ഷൻ ഡിപ്പെൻഡൻറ്റ് പ്രോപ്പർട്ടീസ് ആർ കാൾഡ് അനിസോട്രോഫി മെറ്റീരിയൽ. അനിസോട്രോപിക് മെറ്റീരിയൽസ് എന്താണെന്ന് നോക്കാം. അനിസോട്രോപിക് മെറ്റീരിയൽസ് ഹാവ് ഡിഫറൻറ്റ് ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറൻറ്റ് ഡയറക്ഷൻസ്. അതായത് ഒരു മെറ്റീരിയൽ കോൺസ്റ്റൻറ്റ് ഫിസിക്കലോ കോൺസ്റ്റൻറ്റ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസോ ആയിരിക്കില്ല അനിസോട്രോപിക് മെറ്റീരിയൽസിലുള്ളത്. ഡയറക്ഷൻ ഡിപ്പെൻഡൻറ്റ് പ്രോപ്പർട്ടീസ്, അതായത് ഡയറക്ഷനനുസരിച്ച് ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് മാറ്റാൻ കഴിവുള്ള മെറ്റീരിയലാണ് നമ്മൾ അനിസോട്രോപിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ബിഹേവിയർ ഈസ് ടിപ്പിക്കലി ഡ്യൂ ടു ഇന്റേണൽ സ്ട്രക്ചർ സച്ചസ് ഗ്രെയിൻ ഓറിയന്റേഷൻ, ഫൈബർ അലൈൻമെന്റ് ഓർ ക്രിസ്റ്റൽ സ്ട്രക്ചർ. ഇതൊക്കെ കാരണമാണ് ഈ ഒരു പ്രോപ്പർട്ടി അതിന് കിട്ടുന്നത്. എക്സാമ്പിൾസ് ഓഫ് അനിസോട്രോപിക് മെറ്റീരിയൽസ്: ഒന്ന് വുഡ് സ്ട്രോങ്ങർ അലോങ് ദ ഗ്രെയിൻ ദാൻ അക്രോസ്. അതായത് ഈ നമുക്ക് വുഡിനെ അതിൻ്റെ ഗ്രെയിനിന് പാരലായിട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അവിടെ അതൊരു വീക്കായിരിക്കും, വുഡ് വീക്കായിരിക്കും. അതിൻ്റെ നമ്മൾ പേപ്പർ കീറുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ന്യൂസ് പേപ്പർ കീറുമ്പോൾ ഒരു മുകളിൽ നിന്ന് കീറി വരുമ്പോൾ ഒരു പെട്ടെന്ന് കീറാനും എന്നാൽ അതിനെ എന്താ പറയുക
വീതിയിൽ, അതായത് വിഡ്ത്തിൻ്റെ എല്ലാം കീറുമ്പം ഡിഫിക്കൽട്ട് വരും. ഡിഫിക്കൽട്ട് അല്ല, ഒരു ഷേപ്പ് ഇറഗുലാരിറ്റി വരും. അപ്പോൾ അത് അതേപോലെയാണ് വുഡിന് നമുക്ക് വുഡിൻ്റെ ആ ഒരു ഫൈബറിൻ്റെ ആ ഒരു എലോങ് പാരൽ നമ്മൾ ചെത്തിക്കളയാണെങ്കിൽ അവിടെ ഒരു വീക്കർ ആയിരിക്കും. എന്നാൽ അതിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ ചെത്തുകയാണെങ്കിൽ അവിടെ കുറച്ച് സ്ട്രോങ്ങർ ആയിരിക്കും. സ്ട്രോങ്ങർ ആയാലും എന്നാൽ ഗ്രീൻ ദാൻ എക്രോസ്. Composite fiber reinforced polymers are much stronger along the fiber direction. Certain single crystals quartz shows different properties along different axes. Laminate material properties vary across layers. Laminate material properties. Gunmetal, which is used in the journal bearings, contain 88% copper, 10% tin and 2% zinc. In atomic packing factor for the face ended FCC atomic packing factor 0.74 ആണ്. ഇനി നമുക്ക് വേരിയസ് ക്രിസ്റ്റൽസിൻ്റെ നോക്കാം. The atomic packing factor APF is a function of volume in a crystal structured that is occupied by the atoms. Assuming അതായത് APF ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതിനേക്കാണ്? ഒന്ന് ഫ്രാക്ഷൻ ഓഫ് വോളിയത്തിനെയും ആ ഒരു ഓക്യുപ്പൈഡ് ആറ്റംസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. APF എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെൽ, ടോട്ടൽ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ. അതായത് ഒരു ആറ്റത്തിൻ്റെ വോളിയം ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം. ഇനി ഡിഫറെൻറ്റ് മെറ്റീരിയൽസിൻ്റെ നമുക്ക് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ നോക്കാം, അല്ലെങ്കിൽ പാക്കിംഗ് എഫിഷ്യൻസി നോക്കാം. ഈ ഫേസ് എൻഡഡ് അല്ലെങ്കിൽ HCP അല്ലെങ്കിൽ FCC. HCPക്കും FCCക്കും 0.74 ആണ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. FCCയുടെ കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ 12 ആണ്. FCCയുടെ കോർഡിനേഷൻ നമ്പർ 12 ആണ്. ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ APF 0.74 വരും. ഇനി ഹെക്സഗണൽ ക്ലോസ്ഡ് പാക്കിംഗ് വരുമ്പോൾ അവിടെ കോർഡിനേഷൻ നമ്പർ 12 ആണ്. ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് 6 ആണ്. അവിടെയും APF 0.74 ആണ്. എന്തെങ്കിലും കോഡ് വരും, അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ പഠിച്ചിട്ട് ഇതൊന്ന് കാണാതെ പഠിക്കുക എന്തെങ്കിലും ചെയ്താൽ മതി. FCC, HCP, BCC, SCC, അതായത് ചെറിയ വലുതിലോട്ട് ആ ഒരു റേഞ്ചിലോട്ടാണ് പോകുന്നത്. നമ്മൾ ആദ്യം പഠിക്കുന്ന എപ്പോഴായാലും സിമ്പിൾ ക്യൂബിക്ക്, ബോഡി സെൻറ്റേഡ്, ഫേസ് സെൻറ്റേഡ്, എക്സഗണൽ ഇങ്ങനെയാണ് പഠിക്കുന്നതെങ്കിലും എന്തെങ്കിലും കോഡ് വെച്ച് തന്നു. FCC, HCP, BCC, SC ഈ ഒരു ഓറിൽ വെച്ചിട്ട് അടുത്ത് BCCയുടെ പാക്കിംഗ് എഫിഷ്യൻസി 0.68 ആണ്. ഇത് ഇൻറ്റു 100 ചെയ്യുമ്പോൾ അതിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി കിട്ടും. ഇനി സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ 0.52 ആണ്. അപ്പോൾ സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല് നമുക്ക് 1 ആണെന്ന് അറിയാം. അത് ബോഡി സെൻറ്റേഡ് ആകുമ്പോൾ 2 ആവും. ഇനി ഹെക്സഗണലിലാകുമ്പോൾ അത് 6 ആണ്. FCCയിലാണ് FCC 4 ആണ്. അപ്പം പിന്നെ സിമ്പിൾ ക്യൂബിക്കിലാണെങ്കിൽ കോർഡിനേഷൻ നമ്പർ 6 ആണ്. ബോഡി സെൻറ്ററിലാണ് 8 ആണ്. അപ്പം ഈ ഒരു FCC താഴെ വന്നിരുന്നെങ്കിൽ കറക്റ്റ് ഓർഡറിൽ അങ്ങ് പോയേനെ. സിമ്പിൾ ക്യൂബിക്ക്, ബോഡി സെൻറ്റേഡ്, ഫേസ് സെൻറ്റേഡ്, HCP, എക്സാമ്പിൾ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല് സിമ്പിൾ ക്യൂബിക്കിന് 1 ആണ്. ബോഡി സെൻറ്റേഡിന് 2 ആണ്. ഫേസ് സെൻറ്റേഡിന് 4 ആണ്. HCPക്ക് 6 ആണ്. പാക്കിംഗ് ഫാക്ടർ കൂടെ ഒന്ന് പഠിക്കണം. 0.74 ആണ് HCPന് 0.74 ആണ്. ഇനി ബോഡി സെൻറ്റേഡിന് പറയുമ്പോൾ 0.68, കുറച്ച് കുറഞ്ഞ്. സിമ്പിൾ ക്യൂബിക്കിന് പറയുമ്പോൾ 0.52 ആണ്. അടുത്ത് ആസ് പെർ ഹ്യൂം റോദറെ റൂൾസ് ഓഫ് സോൾഡ് സൊല്യൂബിലിറ്റി, ദ ഡിഫറൻസ് ബിറ്റ്വീൻ അറ്റോമിക് സൈസ് ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് ഷുഡ് ബി ലെസ് ദാൻ 7%. Hume-Rotheray rules for formation of substitutional salt solutions. Then the Hume-Rotheray rules are a set of guidelines that predict whether two metals will form a substitutional salt solution. One metal atoms replace another in the crystal lattice based on the atomic and electronic factors. The 4 key Hume-Rotheray rules on the atomic size, and the atomic radius of the two elements should be different, less than 15%. Crystal structure, valency, electronegativity. അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഫെറസ് മെറ്റൽസ് വെസസ് നോൺ ഫെറസ് മെറ്റൽസ് എന്താ നോക്കാം. ഒന്ന് ഫെറസ് മെറ്റൽസ് ഡെഫിനിഷൻ. മെറ്റൽസ് ദാറ്റ് കണ്ടെയ്ൻ അയൺ കണ്ടന്റ് ഉള്ളതിനെ നമ്മൾ ഫെറസ് മെറ്റീരിയൽസ് എന്ന് പറയും. അയൺ ആസ് മേജർ കമ്പോണൻറ്റ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ യൂഷ്വലി മാഗ്നറ്റിക് ആണ്. ടെൻസ് ടു ബി സ്ട്രോങ് ആൻഡ് ഹാർഡ്, പ്രോൺ ടു റസ്റ്റിംഗ് ആൻഡ് കൊറോഷൻ. അയൺ റിയാക്ട്സ് വിത്ത് മോയ്സ്ചർ,
ഡ്യൂ ടു അതായത് കൊറോഷൻ റസ്റ്റിങ് സംഭവിക്കാൻ സാധ്യതയുണ്ട്, കാരണം അയൺ റിയാക്ട് വിത്ത് മോയ്സ്ചറാണ്. ഇനി മാഗ്നറ്റിക് ആവാൻ കാരണം ഡ്യൂ ടു അയൺ കണ്ടന്റ്. ഇനി ഓഫൻ ലെസ് എക്സ്പെൻസീവ് ആണ്. ഇനി കോമൺ എക്സാമ്പിൾ സ്റ്റീൽ, കാസ്റ്റ് അയൺ, റോട്ട് അയൺ, ഇതൊക്കെ ഈ ഫെറസ് മെറ്റീരിയലിൻ്റെ എക്സാമ്പിളാണ്. ഈ നോൺ ഫെറസ് മെറ്റീരിയൽസ് വരുമ്പോൾ മെറ്റീരിയൽസ് ദാറ്റ് ഡു നോട്ട് കണ്ടെയ്ൻ സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ഓഫ് അയൺ, അതായത് അയൺ കണ്ടെയ്ൻ അയണിൻ്റെ ഇൻവോൾവ്മെൻറ്റ് സിഗ്നിഫിക്കൻ്റ് അല്ല, അതായത് വളരെ ചെറിയ പെർസെൻറ്റേജിലായിരിക്കും. മിക്കപ്പോഴും അയൺ കണ്ടൻറ്റ് കാണത്തില്ല, ഉണ്ടെങ്കിൽ പോലും ഒരു ചെറിയ എമൗണ്ടിലായിരിക്കും. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാൻ ജനറലി നോൺ മാഗ്നറ്റിക് ആണ്, ഓഫൻ മോർ റെസിസ്റ്റൻറ്റ് ടു കൊറോഷൻ ആൻഡ് റസ്റ്റ്, യൂഷ്വലി ഹയർ ദാൻ ഫെറസ് മെറ്റൽസ്, ക്യാൻ ഹാവ് ബെറ്റർ കണ്ടക്ടിവിറ്റിയാണ്, ടിപ്പിക്കലി മോർ എക്സ്പെൻസീവ് ആണ്. എന്നാൽ കണ്ടക്ടറാണ്, നല്ലൊരു കണ്ടക്ടറാണ്. ഫെറസ് മെറ്റീരിയൽസ് എങ്ങനെ ലൈറ്ററാണ്, മോർ റെസിസ്റ്റൻറ്റ് ടു കൊറോഷൻ ആൻഡ് റസ്റ്റ്, അതായത് കൊറോഷൻ ആൻഡ് റസ്റ്റ് സംഭവിക്കാതിരിക്കില്ല, കാരണം അയൺ കണ്ടന്റ് ഇല്ല. അപ്പോൾ അവിടെ അയൺ ഡസ് നോട്ട് റിയാക്ട് വിത്ത് ദ മോയ്സ്ചർ കണ്ടന്റ്, സോ അവിടെ കൊറോഷൻ സംഭവിക്കില്ല. എക്സാമ്പിൾസ് അലുമിനിയം, കോപ്പർ, ലെഡ്, സിങ്ക്, നിക്കൽ, ടിന്ന്, ടൈറ്റാനിയം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. ഇനി പ്രിസിഷൻ മെറ്റൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രിസിഷൻ മെറ്റൽസ് ആയ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, ഇതൊക്കെ നോൺ ഫെറസ് മെറ്റീരിയൽസ് ആണ്. ഇനി ചെറിയൊരു കമ്പാരിസൺ ടേബിൾ. ഇനി അയൺ കണ്ടന്റ് ആകുമ്പോൾ ഫെറസിൽ ഹൈ ആണ്, നോൺ ഫെറസിൽ വരുമ്പോൾ ഉണ്ടെങ്കിൽ പോലും ചെറിയൊരു എമൗണ്ട് ആയിരിക്കും. ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് വരുമ്പോൾ യൂഷ്വലി മാഗ്നറ്റിക് ആണ്, ഇവിടെ നോൺ മാഗ്നറ്റിക് ആണ്. ഇനി കൊറോഷൻ റെസിസ്റ്റൻസ് ആണ്, കൊറോഷൻ റെസിസ്റ്റൻസ് ലോവർ ആണ്, ഹയർ ആണ്. അടുത്ത് വെയിറ്റ് വരുമ്പോൾ ഫെറസ് മെറ്റീരിയൽസ് കുറച്ചുകൂടെ ടഫ് ആയിരിക്കും, അല്ലെങ്കിൽ ഹെവി ആയിരിക്കും നോൺ ഫെറസിനെക്കാട്ടി, കാരണം അതിൻ്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് ഹെവിയർ ആയിരിക്കും. എന്നാൽ നോൺ ഫെറസിലോട്ട് വരുമ്പോൾ ജനറലി ലൈറ്ററാണ്. കോസ്റ്റ് എന്ന് പറയുമ്പോൾ യൂഷ്വലി ചീപ്പറാണ്. ഫെറസ് മെറ്റീരിയൽസ് ഒന്നും യൂഷ്വലി ചീപ്പറാണ്, എന്നാൽ നോൺ ഫെറസ് മെറ്റീരിയൽസ് ഒക്കെ ജനറലി മോർ എക്സ്പെൻസീവ് ആണ്. കണ്ടക്ടിവിറ്റി ലോവർ ഇലക്ട്രിക്കൽ തെർമൽ കണ്ടക്ടിവിറ്റി ആണ്, ഹയർ ഇലക്ട്രിക്കൽ തെർമൽ കണ്ടക്ടിവിറ്റി ആണ് നോൺ ഫെറസ്. എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ സ്റ്റീൽ, കാസ്റ്റ് അയൺ, റോട്ട് അയൺ. നോൺ ഫെറസിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ അലുമിനിയം, കോപ്പർ, ലെഡ്, സിങ്ക്. അലുമിനിയം, കോപ്പർ, ലെഡ്, സിങ്ക്. അടുത്ത് വർക്കിംഗ് ഓഫ് മെറ്റൽസ് അറ്റ് ടെമ്പറേച്ചർ ബിലോ ദ റീക്രിസ്റ്റലേഷൻ ടെമ്പറേച്ചർ ഈസ് ഡിഫൈൻഡ് as കോൾഡ് വർക്കിംഗ്. അപ്പം കോൾഡ്, അതായത് ഈ ബിലോ റീക്രിസ്റ്റലേഷൻ ടെമ്പറേച്ചർ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും അത് കോൾഡ് വർക്കിംഗ് ആണ്. ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു ടൈമാണ് ബിലോ ദ റീക്രിസ്റ്റലേഷൻ ടെമ്പറേച്ചർ ഇറ്റ് ഈസ് കോൾഡ് വർക്കിംഗ് വെസസ് ഹോട്ട് വർക്കിംഗ്. ചെറിയൊരു കമ്പാരിസൺ നോക്കാം. ദർ ആർ 2 മേജർ ടൈപ്സ് ഓഫ് മെറ്റൽ ഫോമിംഗ് പ്രോസസ്. 2 തരത്തിലുള്ള മെയിൻ മെറ്റൽ ഫോമിംഗ് പ്രോസസ്സാണ് ഉള്ളത്. യൂസ് ടു ഷേപ്പ് മെറ്റൽസ് ബൈ ഡിഫോമിംഗ് ദം പ്ലാസ്റ്റിക്കലി. അതായത് പ്ലാസ്റ്റിക്കലി ഒരു മെറ്റലിനെ പ്ലാസ്റ്റിക്കലി ഡിഫോം ചെയ്ത് ഡിസൈഡ് ഷേപ്പിലോട്ട് കൊണ്ടുപോകാൻ 2 മെത്തേഡ്സാണ് ഉള്ളത്. ഒന്ന് കോൾഡ് വർക്കിംഗ്, ഒന്ന് ഹോട്ട് വർക്കിംഗ്. എന്താണ് കോൾഡ് വർക്കിംഗ് എന്ന് നോക്കാം. ഡെഫിനിഷൻ: ഡിഫോമിംഗ് ദ മെറ്റൽ ബിലോ ഇസ് റീക്രിസ്റ്റലേഷൻ ടെമ്പറേച്ചർ യൂഷ്വലി അറ്റ് നിയർ റൂം ടെമ്പറേച്ചർ. അതായത് റീക്രിസ്റ്റലേഷൻ ടെമ്പറേച്ചറിൻ്റെ ബിലോ വെച്ചാണ് അതിൻ്റെ ഫോമിംഗ് പ്രോസസ്സൊക്കെ നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ കോൾഡ് വർക്കിംഗ് എന്ന് പറയും. അതിന് കുറച്ച് അഡ്വാൻറ്റേജ്: ഇൻക്രീസ് സ്ട്രെങ്ത് ആൻഡ് ഹാർഡ്നെസ്സും കൂടും ബൈ സ്ട്രെയിൻ ഹാർഡനിങ്. ഡിക്രീസ് ഡക്റ്റിലിറ്റി കുറയും. ഇംപ്രൂവ് സർഫസ് ഫിനിഷ് കൂടും. ഡയമെൻഷൻ അക്യുറസി സർഫസ് ഫിനിഷ് കൂടും. റെസിഡുവൽ സ്ട്രെസ് മേ ബി ഇൻട്രൊഡ്യൂസ്. ഇവിടെ റെസിഡുവൽ സ്ട്രെസ്സിൻ്റെ പുതിയൊരു ഇതുണ്ടാവാം, റെസിഡുവൽ സ്ട്രെസ് ഉണ്ടാവാൻ കാരണമാകും. ഇനി എക്സാമ്പിൾസ്: റോളിങ് ഒരു കോൾഡ് വർക്കിംഗ് പ്രോസസ്സാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. റോളിങ് ഒരു കോൾഡ് വർക്കിംഗ് പ്രോസസ്സാണ്. ഡ്രോയിങ്, ബെൻഡിങ്, ഹാമറിങ് അറ്റ് റൂം ടെമ്പറേച്ചർ. ഇനി ആപ്ലിക്കേഷൻസ്: മാനുഫാക്ചറിങ്, ഷീറ്റ് മെറ്റൽ, വയേഴ്സ്, പ്രിസിഷൻ പാർട്സ്. ഈ ഹോട്ട് വർക്കിങ്ങിലോട്ട് പോകുമ്പോൾ ഡെഫിനിഷൻ: ഡിഫോം ദ മെറ്റൽ എബോവ് റീക്രിസ്റ്റലേഷൻ ടെമ്പറേച്ചർ ടിപ്പിക്കലി എബോവ് 0.5 ഇൻറ്റു മെൽറ്റിംഗ് ടെമ്പറേച്ചർ. അതായത് മെൽറ്റിംഗ് ടെമ്പറേച്ചറിൻ്റെ 0.5 ഒരു 50% എന്ന് പറയുന്നത്. 0.5 ഇൻറ്റു മെൽറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 50% മെൽറ്റിംഗ് ടെമ്പറേച്ചർ. അതിനെയാണ്. അപ്പോൾ യൂഷ്വലി ആ ഒരു ടെമ്പറേച്ചറിലായിരിക്കും. ഇപ്പോൾ ഓരോ മെറ്റീരിയലിനും അത് ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ മെൽറ്റിംഗ് ടെമ്പറേച്ചറിലോട്ട് പോവുകയാണെങ്കിൽ ആ മെറ്റീരിയൽ മെൽട്ടായി പോകും. സോ അതിൻ്റെ ഒരു 50% ടെമ്പറേച്ചറിലായിരിക്കും എപ്പോഴും ഒരു ഹോട്ട് വർക്കിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ഇതിൻ്റെ എഫക്റ്റ്: നോ സ്ട്രെയിൻ ഹാർഡനിങ്. ഇവിടെ സ്ട്രെയിൻ ഹാർഡനിങ് ഇല്ല. മെറ്റൽസ് റിമെയിൻ ഡക്റ്റൈൽ. മെറ്റൽസിൻ്റെ ഡക്റ്റിലിറ്റിയിൽ അവിടെ ഡിക്രീസ് ഉണ്ടായെങ്കിൽ ഇവിടെ റിമെയിൻസ് സെയിം ആയിരിക്കും. അല്ലോ ലാർജ് ഡിഫോർമേഷന് വേണ്ടി നമുക്ക് ഹോട്ട് വർക്കിംഗ് ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഗ്രെയിൻ സ്ട്രക്ചർ റിഫൈൻസ് ഡ്യൂ ടു ഡൈനാമിക് റീക്രിസ്റ്റലേഷൻ. ഇപ്പോൾ ഡൈനാമിക് റീക്രിസ്റ്റലേഷൻ കാരണം ഗ്രെയിൻ സ്ട്രക്ചർ റിഫൈൻ ആകും.
ഇനി അടുത്ത് ഹോട്ട് റോളിംഗ്. അപ്പം റോളിംഗ് എപ്പോഴും കോൾഡ് വർക്കിംഗ് ആണെങ്കിൽ ഹോട്ട് റോളിംഗ് എപ്പോഴും ഹോട്ട് വർക്കിംഗ് ആയിരിക്കും. ഇനി ഫോർജിങ്, എക്സ്ട്രൂഷൻ, ഹോട്ട് പ്രസ്സിങ്. അപ്പോൾ എക്സ്ട്രൂഷൻ അങ്ങനത്തെ ഉള്ള ഹൈ ടെമ്പറേച്ചറിലുള്ള പ്രോസസ്സൊക്കെ എപ്പോഴും ഹോട്ട് വർക്കിംഗ് പ്രോസസ്സ് ആയിരിക്കും. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഷേപ്പ് ലാർജ് കമ്പോണൻസ്, ഫോർജിങ്, എഞ്ചിൻ പാർട്സ്, സ്ട്രക്ചർ. ഫോർജിങ് എന്നൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട പിസ്റ്റൺ റോഡ്. അപ്പോൾ പിസ്റ്റൺ റോഡ് ഉണ്ടാക്കുന്നത് ഫോർജിങ് എന്ന പ്രോസസ്സിലൂടെയാണ്. അടുത്ത് ചെറിയൊരു കമ്പാരിസൺ ടേബിൾ. കോൾഡ് വർക്കിംഗ്, ഹോട്ട് വർക്കിങ്ങിന് ടെമ്പറേച്ചർ വരുമ്പോൾ ബിലോ റീക്രിസ്റ്റലേഷൻ ടെമ്പറേച്ചർ ആണെങ്കിൽ കോൾഡ് വർക്കിങ്ങും എബോ റീക്രിസ്റ്റലേഷൻ ടെമ്പറേച്ചർ ആണെങ്കിൽ ഹോട്ട് വർക്കിംഗ്. ഇനി ഡക്റ്റിലിറ്റി കോൾഡ് വർക്കിങ്ങിൽ റെഡ്യൂസ്ഡ് ആണ്, എന്നാൽ ഹോട്ട് വർക്കിങ്ങിൽ ഇൻക്രീസ്ഡ് ആണ്. സ്ട്രെങ്ത് ഇൻക്രീസ്ഡ്. കോൾഡ് വർക്കിങ്ങിൽ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും. ഇവിടെ നോ സ്ട്രെയിൻ ഹാർഡനിങ് ആണ്. സർഫസ് ഫിനിഷ് ബെറ്റർ ആണ്. ഓക്സിഡേഷൻ ആൻഡ് സ്കെയിലിംഗ് പോസിബിൾ. അടുത്ത ഡയമെൻഷണൽ അക്യുറസി ഹൈ ആണ്, ഡയമെൻഷണൽ അക്യുറസി ലോവർ ആണ്. ഗ്രെയിൻ സ്ട്രക്ചർ ഇലോങ്ങേറ്റഡ് ഗ്രെയിൻസ് ആണ്. ഇവിടെ റിഫൈൻഡ് ഗ്രെയിൻസ് കിട്ടുക. എക്സാമ്പിൾസ് കോൾഡ് റോളിംഗ്, ഡ്രോയിങ്, ഫോർജിങ്, ഹോട്ട് റോളിംഗ്. ഇനി മെഷീനബിലിറ്റി ഓഫ് എ സ്റ്റീൽ ഈസ് ഇംപ്രൂവ് ബൈ ആഡിങ് സൾഫർ, ലെഡ് ആൻഡ് ഫോസ്ഫറസ്. മെഷീനബിലിറ്റി ഓഫ് എ സ്റ്റീൽ ഈസ് ഇംപ്രൂവ്ഡ് ബൈ സൾഫർ, ലെഡ് ആൻഡ് ഫോസ്ഫറസ്. മെഷീനബിലിറ്റി ഓഫ് സ്റ്റീൽ ഈസ് ഇംപ്രൂവ്ഡ് ബൈ സൾഫർ, ഫോസ്ഫറസ്, ലെഡ്. ഇനി സം ടീംസ് ടെല്ലൂറിയൻ ഡീറ്റെയിൽ ആയിട്ട് സൾഫർ ആൻഡ് ഫോസ്ഫറസ് ഫോർ സ്മാൾ ഇൻക്ലൂഷൻസ് ദാറ്റ് ആക്ട് ആസ് ചിപ്പ് ബ്രേക്കേഴ്സ് ഡ്യൂറിങ് മെഷീനിങ്, ഇംപ്രൂവ് ഈസ് ഓഫ് കട്ടിങ് ആൻഡ് റെഡ്യൂസ് ദ ടൂൾ. lead act as a lubricant within the steel matrix, enhance surface finish and reduce friction. അപ്പോൾ ലെഡ് ആക്ട് ചെയ്യുന്ന ലൂബ്രിക്കൻ്റ് ഇവിടെ ലെഡിനൊരു എല്ലുണ്ട്, ലൂബ്രിക്കൻറ്റിനൊരു എല്ലുണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വെച്ചാൽ ലെഡ് ആക്ട് ആസ് എ ലൂബ്രിക്കൻ്റ്. ടെല്ലേറിയം സിമിലർ റോൾ ടു സൾഫർ ആൻഡ് ലെഡ്, ഇംപ്രൂവ്സ് മെഷീനബിലിറ്റി. ടെല്ലേറിയത്തിൻ്റെ എം ആണെങ്കിൽ ഇവിടെ ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇംപ്രൂവ്സ് മെഷീനബിലിറ്റി എന്ന് പറയും. അപ്പോൾ ലെഡിൻ്റെ എല്ല് കണക്ട് ചെയ്ത് നമുക്ക് അതൊരു ലൂബ്രിക്കേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന പറയും. ഇനി ടെല്ലേറിയത്തിൻ്റെ എം കണക്ട് ചെയ്ത് നമുക്ക് അതിനെ ഇംപ്രൂവ്സ് മെഷീനബിലിറ്റി വിത്തൗട്ട് കോംപ്രമൈസിങ് സ്ട്രക്ചറിൽ. എന്താ അപ്പോൾ നമുക്ക് സൾഫർ ആൻഡ് phosphorus form small inclusions that act as a chip breakers during machining. Others element affecting machineability affecting other elements. അതായത് സൾഫർ, ലെഡ്, ഫോസ്ഫറസ് അല്ലാതെ അതർ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? കാർബൺ. ഹൈ കാർബൺ ക്യാൻ റെഡ്യൂസ് മെഷീനബിലിറ്റി ബൈ ഇൻക്രീസ് ഹാർഡ്നസ്. ഹൈ കാർബൺ കൂടുന്തോറും അവിടെ ഹാർഡ്നസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഹാർഡ്നസ് എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ടു പെനട്രേഷൻ. അപ്പം നമുക്ക് അതൊരു നല്ലൊരു മെഷീനബിൾ ആയിരിക്കില്ല ആ ഒരു ഒബ്ജക്റ്റ്. അപ്പം കാർബണിൻ്റെ കണ്ടന്റ് കൂടുന്തോറും ഇൻക്രീസിങ് ഹാർഡ്നസ് ആണ്. അത് ക്രോമിയം ആഡ്സ് ഹാർഡ്നസ്, റെഡ്യൂസിങ് മെഷീനബിലിറ്റി. ക്രോമിയത്തിൻ്റെ ആഡിങ് ഹാർഡ്നസ് കൂട്ടും, എന്നാൽ അവിടെ മെഷീനബിലിറ്റി കുറയും. അപ്പോൾ ഹാർഡ്നസ് കൂടിയ മെഷീനബിലിറ്റി കുറയും. നിക്കൽ ക്യാൻ റെഡ്യൂസ് മെഷീനബിലിറ്റി ബട്ട് ഇംപ്രൂവ്സ്. അപ്പം ഈ ഹാർഡ്നസ് കൂട്ടാനുള്ള 3 കാര്യങ്ങളാണ് കാർബൺ, ക്രോമിയം, നിക്കൽ. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളാണ് ഹാർഡ്നസ് കൂട്ടാൻ കാരണമാവുന്നത്. എന്നാൽ ഹാർഡ്നസ് കൂടുമ്പോൾ അവിടെ മെഷീനബിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ഇനി സമ്മറി. ആഡിങ് സ്മാൾ എമൗണ്ട് ഓഫ് സൾഫർ, ഫോസ്ഫർ, ലെഡ് ഗ്രെയിൻലി ഇംപ്രൂവ്സ് സ്റ്റീൽസ് മെഷീനബിലിറ്റി ബൈ ആഡിങ് ചിപ്പ് ഫോർമേഷൻ ആൻഡ് റെഡ്യൂസിങ് ടൂൾ വിയർ. അപ്പോൾ ഇതൊക്കെ സ്റ്റീലിൻ്റെ മെഷീനബിലിറ്റി കൂട്ടാൻ സഹായകമാവും. അതായത് ചിപ്പ് ഫോർമേഷൻ്റെ റെഡ്യൂസിങ് ടൂൾ വേറെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ തെർമൽ പ്രൈം മൂവർ. അപ്പോൾ ഇതിൽ കുറച്ച് എക്സാമ്പിൾ ഉണ്ടായിരുന്നു. അതിൽ തെർമൽ പ്രൈം മൂവർ അല്ലാത്ത ബാക്കി എല്ലാ പേരിൽ കാണുമ്പോൾ തന്നെ ഒരു ടെമ്പറേച്ചറിൻ്റെ ആ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ വാട്ടർ ടർബൈൻ നോക്കുമ്പോൾ തന്നെ അവിടെ ഒരു തെർമൽ പ്രൈം മൂവർ അല്ലെന്ന് നമുക്ക് മനസ്സിലാവും. തെർമൽ പ്രൈം മൂവർ എന്ന് വെച്ചാൽ എന്തെന്ന് നോക്കാം. തെർമൽ പ്രൈം മൂവർ ഈസ് എ മെഷീൻ ദാറ്റ് കൺവേഴ്സ് തെർമൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ വർക്ക്. അതായത് തെർമൽ എനർജിയെ മെക്കാനിക്കൽ വർക്കാക്കി മാറ്റി എടുക്കുന്ന ഒരു മെഷീനാണ് നമ്മൾ തെർമൽ പ്രൈം മൂവർ എന്ന് പറയുന്നത്. അതായത് തെർമൽ എനർജി പല കാരണങ്ങളാണ് ഉണ്ടാവാം. ആ തെർമൽ എനർജിയെ ഒരു മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിനാണ് നമ്മൾ തെർമൽ പ്രൈം മൂവർ എന്ന് പറയുന്നത്. ഇനി യൂസസ് ഹീറ്റ് സോഴ്സസ് ടു പ്രൊഡ്യൂസ് മെക്കാനിക്കൽ മോഷൻ ഓഫ് വർക്ക്, മെക്കാനിക്കൽ പോർഷൻ ഓഫ് വർക്ക്. അടുത്ത ഓപ്പറേഷൻ ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് തെർമോഡൈനാമിക് സൈക്കിൾ ലൈക്ക് കാർനോട്ട്, റാങ്കിനോ, ഓട്ടോ സൈക്കിൾ. എക്സാമ്പിൾസ് ഓഫ് തെർമൽ പ്രൈം മൂവർ. ഒന്ന് സ്റ്റീം എഞ്ചിനൊരു തെർമൽ പ്രൈം മൂവറാണ്. അവിടെ കൽക്കരി ഉണ്ടാവുന്ന ഒരു ഹൈ തെർമൽ എനർജി ഒരു മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്സ് സ്റ്റീം എനർജി ഇൻറ്റു യൂസ് മെക്കാനിക്കൽ. ഇനി സ്റ്റീം ടർബൈൻ യൂസസ് ഹൈ പ്രഷർ സ്റ്റീം ടു സ്പിൻ ടർബൈൻ ബ്ലേഡ്സ്.
അടുത്ത ഇന്റേണൽ കമ്പഷൻ ബേൺസ് ഫ്യൂൽ ഇൻസൈഡ് എഞ്ചിൻ സിലിണ്ടേഴ്സ് പ്രൊഡ്യൂസ് ഹീറ്റ് വിച്ച് ഈസ് കൺവേർട്ടഡ് ഇൻ മെക്കാനിക്കൽ വർക്ക്. അടുത്ത ഗ്യാസ് ടർബൈൻ. ഇതൊക്കെ തെർമൽ പ്രൈം പോലുള്ള എക്സാമ്പിൾസ് ആണ്. യൂസ് കമ്പഷൻ ഗ്യാസ് ടു ഡ്രൈവ് ടർബൈൻ ബ്ലേഡ്സ്. അപ്പോൾ ഇവിടെ സ്റ്റീം എനർജി മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നതാണ് സ്റ്റീം എഞ്ചിൻ. അടുത്ത സ്റ്റീം ടർബൈൻ ആകുമ്പോൾ ഹൈ പ്രഷർ സ്റ്റീമിനെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റും. അടുത്ത ഇന്റേണൽ കമ്പഷൻ ബേൺസ് ഫ്യൂൽ ഇൻസൈഡ് ദ എഞ്ചിൻ സിലിണ്ടർ പ്രൊഡ്യൂസ് ഹീറ്റ് വിച്ച് ഈസ് കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ വർക്ക്. ഇനി ഗ്യാസ് ടർബൈൻ യൂസസ് കമ്പഷൻ ഗ്യാസ് ടു ഡ്രൈവ് ടർബൈൻ ബ്ലേഡ്സ്. ദിസ് റീഡിംഗ് വിൽ ബി ദ സെയിം ഇൻ സെൻട്രിഗ്രേഡ് ആൻഡ് ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ. അതായത് ഏത് റീഡിംഗ് ആണ് സെൻട്രിഗ്രേഡ് സ്കെയിലിൽ ഫാരൻഹീറ്റ് സ്കെയിലിൽ സെയിം ആവുന്നത്. ടെമ്പറേച്ചർ റീഡിംഗ് വിൽ ബി ദ സെയിം ഇൻ സെൽഷ്യസ് സെൻറ്റിഗ്രേഡ് ആൻഡ് ഫാരൻഹീറ്റ് എക്സാക്ട്ലി -40 degrees. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? latent heat is the heat that is required to change substance from solid to gaseous state. അതായത് ഒരു ഒബ്ജക്റ്റിനെ ചേഞ്ച് ദ സബ്സ്റ്റൻസ് ഫ്രം സോളിഡ് ടു ഗ്യാസ് സ്റ്റേറ്റ്, സോളിഡിനെ ഗ്യാസ് സ്റ്റേറ്റിലോട്ട് മാറ്റാൻ കഴിവുള്ള ഒരു ഹീറ്റാണ് ലേറ്റൻറ്റ് ഹീറ്റ്. ഇനി അതായത് മെയിനായിട്ട് 2 തരത്തിലുള്ള ഹീറ്റ് ഉണ്ട്. സെൻസിബിൾ ഹീറ്റും ഉണ്ട്, ലേറ്റൻറ്റ് ഹീറ്റ് ഉണ്ട്. സെൻസിബിൾ ഹീറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഹീറ്റ് ആഡഡ് ഓർ റിമൂവ്ഡ് ദാറ്റ് ഗ്യാസസ് ചേഞ്ച് ടെമ്പറേച്ചർ ഓഫ് സബ്സ്റ്റൻസ് വിത്തൗട്ട് ചേഞ്ച് ഫേസ്. അതായത് ഇവിടെ ഹീറ്റ് അഡീഷൻ നടക്കുന്നു, പക്ഷേ ടെമ്പറേച്ചറിൽ ചേഞ്ച് ഉണ്ടാവും, ബട്ട് ഫേസ് ചേഞ്ച് ഉണ്ടാവില്ല. സെൻസിബിൾ ഹീറ്റിൽ ടെമ്പറേച്ചർ മാറും, അതായത് ടെമ്പറേച്ചർ മാറുന്നത് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വിചാരിച്ചത് സെൻസിബിൾ ഹീറ്റ് എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ അവിടെ ചേഞ്ച് ഉണ്ടാവും, എന്നാൽ ഫേസ് ചേഞ്ച് ഉണ്ടാകത്തില്ല. ഇനി നമ്മൾ ഇതാണ് സെൻസിബിൾ ഹീറ്റിൻ്റെ ഫോർമുല. Q = MC ΔT. ഇതിൽ Q ഹീറ്റ് ആഡഡ്, മാസ് സ്പെസിഫിക് ഹീറ്റ് CP എന്ന് പറയും, ΔT ടെമ്പറേച്ചർ ചേഞ്ച്. ഇനി ലേറ്റൻറ്റ് ഹീറ്റിലോട്ട് വരുമ്പോൾ ഡെഫിനിഷൻ ഹീറ്റ് ആഡഡ് ഓർ റിമൂവ്ഡ് ഡ്യൂറിങ് എ ഫേസ് ചേഞ്ച് ഓഫ് എ സബ്സ്റ്റൻസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പോൾ ലേറ്റൻറ്റ് ഹീറ്റിലോട്ട് വരുമ്പോൾ ലേറ്റൻറ്റ് ഹീറ്റ്, കോൺസ്റ്റന്റ് ഹീറ്റ്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ലേറ്റൻറ്റ് ഹീറ്റ്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, സെൻസിബിൾ ഹീറ്റ്, ഫേസ് ചേഞ്ച് കോൺസ്റ്റന്റ് ആണ്, ഫേസ് ചേഞ്ച് അവിടെ നടക്കത്തില്ല. എന്നാൽ ഇവിടെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിരിക്കും, എന്നാൽ ഫേസ് ചേഞ്ച് നടക്കും. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഫേസ് ചേഞ്ച് നടക്കും. എഫർട്സ് ചേഞ്ച് ദ ഫേസ് സോളിഡ് ലിക്വിഡ് ഗ്യാസ് വിത്തൗട്ട് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. എക്സാമ്പിൾ മെൽറ്റിംഗ് ഐസ് ഓഫ് 0 degree Celsius ഓർ ബോയിലിംഗ് വാട്ടർ അറ്റ് 100 degree Celsius. അപ്പോൾ ലേറ്റൻറ്റ് ഹീറ്റിൻ്റെ ഏറ്റവും കിട്ടുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ബോയിലിംഗ് വാട്ടർ അറ്റ് 100 degree Celsius. ഫോർമുല Q = ML. Q = ML ആണ്. ഇവിടെ Q = MC ΔT. ടൈപ്പ് ടെമ്പറേച്ചർ ചേഞ്ച്. സെൻസിബിൾ ഹീറ്റിലാണെങ്കിൽ സെൻസിബിൾ ഹീറ്റ് ടെമ്പറേച്ചർ ചേഞ്ച് നടക്കും, എന്നാൽ ഫേസ് ചേഞ്ച് നടക്കത്തില്ല. ഹീറ്റിംഗ് വാട്ടർ 20 degree to 18 degree, അവിടെ ഫേസ് ചേഞ്ച് നടക്കത്തില്ല. അതായത് 20 degree Celsius, അതായത് വെള്ളം തിളപ്പിച്ച് തുടങ്ങുമ്പോൾ ഒരവസ്ഥ, അവിടെ ഒരു ഫേസ് ചേഞ്ച് നടക്കത്തില്ല, അവിടെ ഒരു ടെമ്പറേച്ചർ റേഞ്ച് ആണ് നടക്കുന്നത്. എന്നാൽ വൺസ് ഇറ്റ് ഈസ് റീച്ച്ഡ് ഇറ്റ്സ് സാച്ചുറേഷൻ ടെമ്പറേച്ചർ, വാട്ടറിനത് 100 degree Celsius ആണ്. വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 100 degree Celsius ആയതുകൊണ്ടാണ് അവിടെ 100 degree Celsiusൽ ഫേസ് ചേഞ്ച് നടക്കുന്നു, എന്നാൽ അവിടെ ടെമ്പറേച്ചറിന് ചേഞ്ച് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ 100 degree Celsius തന്നെ ഇത് വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങും, കാരണം അവിടെ ഒരു ഫേസ് ചേഞ്ച് ഉണ്ടാകുന്നു, കാരണം സാച്ചുറേഷൻ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്തു. അതെന്താ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് എനർജി can neither be created nor be destroyed but can only be converted from one form to another. ഇതിനെയാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള ഒരു തെർമോഡൈനാമിക്സ് ലോ എന്ന് പറയുന്നത്, അത് ഏത് ലോ ആണെന്ന് ഓർമ്മയില്ല, എന്നാൽ അത് ഫസ്റ്റ് ലോ ആണ്. ഫസ്റ്റ് ലോ നമുക്ക് എല്ലാവർക്കും അറിയാം, എനർജി ക്യാൻ ബി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർഡ് വൺ ഫോം ടു അനദർ, കൺസർവേഷൻ ഓഫ് എനർജി. അടുത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, കുറച്ച് ലോസ് നോക്കാം. ഒന്ന് സീറോത്ത് ലോ എന്താണ് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് ഇഫ് 2 systems are each in thermal equilibrium with the third system then they are in thermal equilibrium with each. അതായത് നമ്മൾ പ്ലസ് പഠിച്ച ഒരു കണ്ടെയ്നർ A B ആയിട്ട് തെർമൽ ഇക്വിലിബ്രിയം ആണ്, B C ആയിട്ട് തെർമൽ ഇക്വിലിബ്രിയം ആണ്, എന്നാൽ ആയിട്ടും തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇത് സീറോത്ത് ലോ. ദിസ് ലോ അലോ ദ ഡെഫിനിഷൻ ഓഫ് ടെമ്പറേച്ചർ. ഇതാണ് ടെമ്പറേച്ചറിൻ്റെ മെഷർമെൻറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് യൂസിങ് തെർമോമീറ്റർ. അതായത് തെർമോമീറ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് സീറോത്ത് ലോ കാരണമാണ്. തെർമോമീറ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ സീറോത്ത് ലോ കാരണമാണ്. ഇനി എന്താണ് ഫസ്റ്റ് ലോ എന്ന് പറയുക? ഫസ്റ്റ് ലോ നമ്മൾ എനർജി ക്യാൻ പറഞ്ഞാണ്, എനർജി ക്യാൻ ബി നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ വൺ ഫോം ടു അനദർ. ഹീറ്റ് ആഡഡ് ടു എ സിസ്റ്റം ക്യാൻ ഇൻക്രീസ് ദി ഇന്റേണൽ എനർജി ഓർ ഡു വർക്ക് ഓൺ ദ സറൗണ്ടിങ്സ്. ഇംപ്ലിക്കേഷൻ ഹീറ്റ് ആഡഡ് ടു ദ സിസ്റ്റം ക്യാൻ ഇൻക്രീസ് ഇറ്റ്സ് ഇന്റേണൽ എനർജി ഓർ ഡു വർക്ക് ഓൺ ദ സറൗണ്ടിങ്സ്.
അത് സെക്കൻഡ് ലോ, ഹീറ്റ് കനോട്ട് സ്പോണ്ടേനിയസ്ലി ഫ്രം എ കോൾഡർ ബോഡി ടു എ ഹോട്ടർ ബോഡി. അതായത് ഹീറ്റ് ഒരിക്കലും കോൾഡർ ബോഡിയിൽ നിന്ന് നോർമലി ഹോട്ടർ ബോഡിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യില്ല. ബട്ട് എക്സ്റ്റേണൽ ഒരു ഫോഴ്സിൻ്റെ സഹായത്തോടെ ചെയ്യും, നോർമലി ചെയ്യില്ല. ആൾട്ടർനേറ്റീവ് ഫോം ദ എൻട്രോപ്പി, ഇതാണ് സെക്കൻഡ് ലോ വരുന്നത്. ദ എൻട്രോപ്പി ഓഫ് എ ഐസൊലേറ്റഡ് സിസ്റ്റം ആൾവേസ് ഇൻക്രീസ് ഓർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ദ എൻട്രോപ്പി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ആൾവേസ് ഇൻക്രീസ് ഓർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇറ്റ് നെവർ ഡിക്രീസ്. അതായത് ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ റോട്ടർ മെഷർമെൻറ്റ് ഡിസോർഡൻസ് ആണ്. എൻട്രോപ്പി എന്ന് പറയുന്നത് ഒരിക്കലും ഡിക്രീസ് ആവില്ല, എന്നാൽ ഇൻക്രീസ് ആവാൻ സാധ്യതയുണ്ട്, കോൺസ്റ്റന്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ഇംപ്ലിക്കേഷൻസ്, ഇറ്റ് ഡിഫൈൻ ദ ഡയറക്ഷൻ. അതായത് എൻട്രോപ്പിയെ കുറിച്ച് പറയുന്ന ലോ ആണ്. എൻട്രോപ്പിയെ കുറിച്ച് പറയുന്ന ലോ നമുക്ക് സെക്കൻഡ് ലോ എന്ന് പറയാം. ഇത് ഇംപ്ലിക്കേഷൻ, ഇറ്റ് ഡിഫൈൻസ് ദ ഡയറക്ഷൻ ഓഫ് നാച്ചുറൽ പ്രോസസ് ആൻഡ് ലിമിറ്റ് ദ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എൻജിൻസ്. ഇൻ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് statement, as the temperature of a system approaches to absolute zero, the entropy of a perfect crystal approaches zero. അതായത് തേർഡ് ലോ പറയുന്നത്, as the temperature of a system approaches to absolute zero, the entropy of a perfect crystal approaches zero. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ അബ്സല്യൂട്ട് സീറോയിലേക്ക് മൂവ് ചെയ്തെങ്കിൽ അതിൻ്റെ എൻട്രോപ്പി, ആ ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റലിൻ്റെ എൻട്രോപ്പി സീറോയിലോട്ട് അറ്റൈൻ ചെയ്തു. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു റീച്ച് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ ബൈ എനി ഫൈനൈറ്റ് നമ്പർ ഓഫ് പ്രോസസ്. ഏതൊരു ഫൈനൈറ്റ് പ്രോസസ്സ് എടുത്താലും അബ്സല്യൂട്ട് സീറോയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി സീറോത്തിലോ തെർമൽ ഇക്വിലിബ്രിയം ഡിഫൈൻസ് ടെമ്പറേച്ചർ. തെർമോമീറ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, തെർമോമീറ്ററിൻ്റെ വർക്കിംഗ് സീറോത്തിലോ ആണ്. ടെമ്പറേച്ചർ മെഷർമെൻറ്റ് ഈസ് പോസിബിൾ. ഇനി ഫസ്റ്റ് ലോ കൺസർവേഷൻ. ഫസ്റ്റ് ലോ അറിയപ്പെടുന്ന പേരാണ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി ക്യാൻ ചേഞ്ച് ഫ്രോം ബട്ട് ഈസ് കൺസർവ്ഡ്. എനർജി ക്യാൻ ചേഞ്ച് ഫോം ബട്ട് ഈസ് കൺസർവ്ഡ്. ഇനി സെക്കൻഡ് ലോ എൻട്രോപ്പി ഇൻക്രീസസ്. സെക്കൻഡ് ലോ എൻട്രോപ്പി ഇൻട്രൊഡ്യൂസ് ചെയ്ത് എൻട്രോപ്പി ഇൻക്രീസസ് ആവും. ഇനി ഡയറക്ഷൻ പ്രോസസ് ലിമിറ്റ് എഫിഷ്യൻസി. തേർഡ് ലോ എൻട്രോപ്പി അറ്റ് സീറോ കെ അബ്സല്യൂട്ട് സീറോ കനോട്ട് ബി റീച്ച്ഡ്. അബ്സല്യൂട്ട് സീറോ കനോട്ട് ബി റീച്ച്ഡ്. ഈ ലോ പറയുന്നത് വെച്ചാൽ അബ്സല്യൂട്ട് സീറോ റീച്ച് ചെയ്താൽ അവിടുത്തെ എൻട്രോപ്പിയുടെ വാല്യൂ സീറോ ആയിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഹെട്രോജീനിയസ് സിസ്റ്റം. ഇതിൽ ഹെട്രോജീനിയസ് സിസ്റ്റം എന്ന് നോക്കാം. ഇതൊരു ക്യാൻസറിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൻ്റെ ആൻസർ കീയിൽ ആൻസർ ഇല്ലായിരുന്നു. സോ അറ്റൻഡ് ചെയ്താൽ മാർക്ക് കിട്ടുമെന്ന്. സോ നമുക്ക് ഹെട്രോജീനിയസ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഡെഫിനിഷൻ, ഈ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 2 or more ഫിസിക്കൽ ഡിസ്റ്റിങ്ക്റ്റ് ഫേസ് വിത്ത് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് കോമ്പോസിഷൻ ആർ നോട്ട് യൂണിഫോം ത്രൂ ഔട്ട്. അതായത് ഹെട്രോജീനിയസ് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മളൊരു മഡ് വാട്ടറും കൂടെ ഡിസോൾവ് ചെയ്യുമ്പോൾ അതൊരു ഹെട്രോജീനിയസ് സിസ്റ്റമാണ്. എന്നാൽ ഷുഗറും വാട്ടറും കൂടെ ഡിസോൾവ് ചെയ്താൽ ഹോമോജീനിയസ് സിസ്റ്റം കിട്ടും. ഇനി ക്യാരക്ടറിസ്റ്റിക്സ്, different parts can be seen easily. Faces are physically separable, non-uniform composition. In examples എന്ന് പറയുമ്പോൾ oil and water mixture, soil and water, smoke, solid particles in air, salad dressing, oil plus vinegar. Homogeneous, a system that has a uniform composition and properties throughout the construction of a single phase. അതായത് ഇവിടെ യൂണിഫോം പ്രോപ്പർട്ടീസ് ആയിരിക്കും, അതിനാണ് ഹോമോജീനിയസ്. നോ വിസിബിൾ ബൗണ്ടറീസ് ഓർ ഫേസസ്. ഇവിടെ ഒരു വിസിബിൾ ബൗണ്ടറീസോ ഫേസസോ കാണാനില്ല. കമ്പോണൻസ് കംപ്ലീറ്റ്ലി മിക്സ്ഡ് അറ്റ് മോളിക്യുലർ ലെവൽ, യൂണിഫോം ത്രൂ ഔട്ട് ആണ്. സാൾട്ട് ഡിസോൾഡ് ഇൻ വാട്ടർ, സാൾട്ട് അല്ലെങ്കിൽ ഷുഗർ ഡിസോൾഡ് ഇൻ വാട്ടർ. എയർ മിക്സ്ചർ ഓഫ് ഗ്യാസസ്. ബ്രാസ് അലോയ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക്. ബ്രാസ് എന്ന് വെച്ചാൽ രണ്ട് അലോയ് ആണ്, രണ്ട് മെറ്റീരിയലിൻ്റെ അലോയ് ആണ്. സോ അതൊരു ഹോമോജീനിയസ് കമ്പൗണ്ട് ആയതുകൊണ്ട് ബ്രാസ് എന്ന് പറയാം. അലോയ് കോപ്പർ ആൻഡ് സിങ്ക്, പ്യുവർ വാട്ടർ. അപ്പോൾ ഇതൊക്കെ ഒരു ഹോമോജീനിയസ് സിസ്റ്റമാണ്. നമ്പർ ഓഫ് ഫേസസ്, ഹെട്രോജീനിയസിൽ 2 or more ഡിസ്റ്റിൻറ്റ് ഫേസസ് കാണും. ഹോമോജീനിയസിൽ സിംഗിൾ ഫേസ് ആയിരിക്കും. യൂണിഫോമിറ്റി നോൺ യൂണിഫോം ആണ് ഹെട്രോജീനിയസ്, എന്നാൽ ഹോമോജീനിയസ് യൂണിഫോം ആണ്. വിസിബിലിറ്റി ഓഫ് ഫേസ് ചേഞ്ച് ക്യാൻ ബി ഓർ സെപ്പറേറ്റഡ്. ഫേസസ് നോട്ട് വിസിബിൾ. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഓയിൽ ഓയിൽ പ്ലസ് വാട്ടർ. അപ്പോൾ ഓയിൽ പ്ലസ് വാട്ടർ ചെയ്യുമ്പോൾ അതൊരു ഹോമോജീനിയസ് മീഡിയ ആവത്തില്ല, അതൊരു സെപ്പറേറ്റ് ആയിട്ട് കിടക്കുള്ളൂ. അതേപോലെ തന്നെ സോയിലും വാട്ടറും കൂടെ ഡിസോൾവ് ചെയ്താലും അതൊരു ഹോമോജീനിയസ് മീഡിയ ആവില്ല, അതൊരു ഹെട്രോജീനിയസ് മീഡിയ ആണ്. ഈ സാൾട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷൻ, ഇതൊക്കെ ഹോമോജീനിയസ് സിസ്റ്റമാണ്. ഇനി മാക്സ്വെൽസ് തെർമോഡൈനാമിക് റിലേഷൻസ് ആർ വാലിഡ് ഫോർ
What are Maxwell's relations? Maxwell's relations are a set of 4 equations derived from the thermodynamic potentials. അതായത് തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ നിന്ന് ഡെറിവ് ചെയ്തെടുത്ത 4 ഇക്വേഷൻസിനെയാണ് നമ്മൾ മാക്സ്വെൽസ് റിലേഷൻസ് എന്ന് പറയുന്നത്. യൂസിങ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ എക്സാക്ട് ഡിഫറൻഷ്യൽ ദേ ആർ റിലേറ്റഡ് ഡിഫറൻഷ്യൽ പാർഷ്യൽ ഡെറിവേഷൻ ഓഫ് തെർമോഡൈനാമിക് വേരിയബിൾസ് ലൈക്ക് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ആൻഡ് എൻട്രോപ്പി. They related different partial derivatives of thermodynamic variables like pressure, volume, temperature and entropy. Where two Maxwell relations are applicable to systems in thermodynamic equilibrium. Systems whether thermodynamic variables are continuous and differentiable, reversible process ആണ്. Not valid for system far from equilibrium. Irreversible process ആണ്. നോൺ തെർമോഡൈനാമിക് സിസ്റ്റംസ് ആണ്. അടുത്ത സമ്മറി ആക്സലറേഷൻ ത്രോട്ട്ലിംഗ് പ്രോസസ്. എന്താണ് ത്രോട്ട്ലിംഗ് പ്രോസസ് എന്ന് നോക്കാം. ഡെഫിനിഷൻ: എ ത്രോട്ട്ലിംഗ് പ്രോസസ് ഈസ് ഐസെന്താൽപിക് പ്രോസസ് ആണ്. എൻതാൽപി കോൺസ്റ്റന്റ് ആണ്. സോ അതിനെ നമ്മൾ ഐസെന്താൽപിക് പ്രോസസ് എന്ന് പറയും. ത്രോട്ട്ലിംഗ് പ്രോസസ്സിന് നമ്മൾ പറയുന്ന ഒരു പേരാണ് ഐസെന്താൽപിക് പ്രോസസ്. വേറെ ഫ്ലൂയിഡ് ഫ്ലോസ് ത്രൂ എ റെസ്ട്രിക്ഷൻസ് ലൈക്ക് വാൾവ്, പ്രൊലോഗ്, പോറസ്, പ്ലഗ് ഓർ ഓറിഫേസ്, കാസിംഗ് എ ഡ്രോപ്പ് ഇൻ പ്രഷർ വിത്തൗട്ട് എനി വർക്ക് ഡൺ ഓർ ഹീറ്റ് ട്രാൻസ്ഫർ. ത്രോട്ട്ലിംഗ് പ്രോസസ്സ് എന്താണ് പറയുന്നത്? അതൊരു കോൺസ്റ്റന്റ് ഐസെന്താൽപിക് പ്രോസസ് ആണ്. വേറെ ഫ്ലൂയിഡ് ഫ്ലോസ് ത്രൂ എ റെസ്ട്രിക്ഷൻ ലൈക്ക് വാൾവ്, പോറസ്, പ്ലഗ് ഓർ ഓറിഫേസ്, കാസിംഗ് എ ഡ്രോപ്പ് ഇൻ ദ പ്രഷർ വിത്തൗട്ട് എനി വർക്ക് ഡൺ ഓർ ഹീറ്റ് ട്രാൻസ്ഫർ. അടുത്ത് എന്താ കീ കാറ്റഗറീസ്: നോ വർക്ക് ഈസ് ഡൺ. ത്രോട്ട്ലിംഗ് പ്രോസസ് വർക്ക് ഡൺ സീറോ ആണ്. ഹീറ്റ് ട്രാൻസ്ഫർ നോ ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കേസ്. എൻതാൽപി റിമെയിൻസ് കോൺസ്റ്റന്റ്. പ്രഷർ ഡ്രോപ്പ്, ടെമ്പറേച്ചർ മേ ചേഞ്ച് ഡിപ്പെൻഡിങ് ഓൺ ദ ഫ്ലൂയിഡ് യൂസ്. അപ്പോൾ മെയിനായിട്ട് വർക്ക് ഡൺ സീറോ ആണ്. നോ ഹീറ്റ്. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ സീറോ ആണ്. എൻതാൽപി റിമെയിൻസ് കോൺസ്റ്റന്റ്. അടുത്ത ആപ്ലിക്കേഷൻസ്: റെഫ്രിജറേഷൻ സൈക്കിൾസ്, ഗ്യാസ് പൈപ്പ് ലൈൻസ്, കൺട്രോൾ വാൽവ്സ്. ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. ഇമ്പോർട്ടൻറ്റ് നോട്ട്സ്. ബിക്കോസ് എച്ച് ഈസ് കോൺസ്റ്റന്റ്. എൻതാൽപി ഒരു എച്ച് ഉള്ളൂ. എൻതാൽപി ഈസ് കോൺസ്റ്റന്റ്. എനി ടെമ്പറേച്ചർ ചേഞ്ച് ഡ്യൂ ടു ദ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്. എക്സാമ്പിൾ ജൂൾസ് തോംസൺ എഫക്റ്റ്. പ്രോസസ്സ് ഇറവേഴ്സിബിൾ ആണ്. ഈ പ്രോസസ്സ് ഇറവേഴ്സിബിൾ പ്രോസസ്സാണ്. എ ബെസൽ ഹാവിങ് എ വോളിയം ഓഫ് 0.6 meter square contain 3 kg ലിക്വിഡ് വാട്ടർ ആൻഡ് വാട്ടർ വേപ്പർ മിക്സർ ദ ഇക്വിലിബ്രിയം ദ സ്പെസിഫിക് വോളിയം ഓഫ് മിക്സർ. അതായത് സ്പെസിഫിക് വോളിയം മിക്സറാണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം എന്ന് പറഞ്ഞാൽ 0.6 meter cube ആണ്. മാസ് 3 kg ആണ്. അപ്പോൾ സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് ഇപ്പോൾ സ്പെസിഫിക് വോളിയം കിട്ടി. വി ബൈ വോളിയം ബൈ മാസാണ് സ്പെസിഫിക് വോളിയം. അവിടെ നിന്ന് സ്പെസിഫിക് വോളിയത്തിൽ നിന്ന് സ്പെസിഫിക് വോളിയം കിട്ടി. അപ്പം ചെറിയൊരു ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ വെസൽ ഹാവിങ് വോളിയം ഉണ്ട്, മാസ് ഉണ്ട്. അതിൻ്റെ സ്പെസിഫിക് വോളിയം കണ്ടുപിടിക്കണം. ബി ബൈ മാസ്. A gas contained in a cylinder is compressed. The work required for compression means 5000 kJ. During this process, heat interaction of 2000 kJ causes the surrounding to be heated. The change in internal energy of the gas during the process അതാണ് കണ്ടുപിടിക്കാൻ. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. അപ്പം ഇത് കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ given work done on the gas വർക്കിന് നമ്മൾ 5000 ജൂൾ എടുത്തു. അത് ഹീറ്റ് ലോസ്റ്റ് ബൈ ദ ഗ്യാസ് ടു ദ സറൗണ്ടിങ്സ് Q മൈനസ് 2000 kJ എടുത്തു. ഫസ്റ്റ് ലാ തെർമോഡൈനാമിക്സ് പ്രകാരം വർക്കിനൊരു ആൻസർ ഇട്ട് തന്നെ -5000 ജൂൾ കിലോ ജൂൾ എടുക്കും. ഇനി കാൽക്കുലേഷൻ ഡെൽറ്റ യൂസിക്കൽ ടു Q മൈനസ് W ഈസിക്കൽ ടു 3000 kJ എന്ന് കിട്ടും. Internal energy of the gas increased by 3000 kJ. ഇനി ദ എൻട്രോപ്പി മേ ബി എക്സ്പ്രസ്ഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. അപ്പോൾ എൻട്രോപ്പി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എൻട്രോപ്പി ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. എൻട്രോപ്പി ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. അടുത്ത് എന്താണ് എൻട്രോപ്പി? ഡെഫിനിഷൻ: എൻട്രോപ്പി മെഷേർഡ് ഓഫ് ദ ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് ഓർ റാൻഡംനെസ് ഇൻ എ സിസ്റ്റം. എൻട്രോപ്പി ഈസ് മെഷേർഡ് ഓഫ് ദ ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് ഓർ റാൻഡംനെസ് ഇൻ എ സിസ്റ്റം. ഇറ്റ് ക്വാണ്ടിഫൈസ് ദ നമ്പർ ഓഫ് വേസ് the microscopic particles of a system can be arranged while still producing the same macroscopic state. അപ്പോൾ ഇതൊന്നും വേണ്ട. ഈ ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് ഓർ റാൻഡംനെസ് അതിനെയാണ് നമ്മൾ എൻട്രോപ്പി എന്ന് പറയുന്നത്. ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് ഓർ റാൻഡംനെസ്. തെർമോഡൈനാമിക്സ് മീനിങ്: ഇറ്റ് ഈസ് സ്റ്റേറ്റ് എ ഫംഗ്ഷൻ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഇറവേഴ്സിബിലിറ്റി ഓഫ് നാച്ചുറൽ പ്രോസസ്. ഇറ്റ് സ്റ്റേറ്റ് എ ഫംഗ്ഷൻ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഇറവേഴ്സിബിലിറ്റി ഓഫ് നാച്ചുറൽ പ്രോസസ്. എൻട്രോപ്പി ഓഫ് ആൻ ഐസോലേറ്റഡ് സിസ്റ്റം ആൾവേസ് ടെൻഡ് ടു ഇൻക്രീസ്. യൂണിറ്റ്സ് ജൂൾ പെർ കെൽവിൻ ആണ്. യൂണിറ്റ്സ് ജൂൾ പെർ കെൽവിൻ ആണ്. എൻട്രോപ്പിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ കെൽവിൻ ആണ്. എക്സാമ്പിൾ: വെൻ ഐസ് മെൽറ്റ് ഇൻ ടു വാട്ടർ എൻട്രോപ്പി ഇൻക്രീസ് ബിക്കോസ് വാട്ടർ മോളിക്യൂൾസ് മൂവ് മോർ ഫ്രീലി.
അത് എൻതാൽപ്പി എന്താണെന്ന് നോക്കാം. ഇവിടെ യൂണിറ്റ് എന്ന് ജൂൾ പെർ കെൽവിൻ ആണെങ്കിൽ എൻതാൽപ്പിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി ഫോർമുല എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി പ്ലസ് പ്രഷർ ഇൻറ്റു വെലോസിറ്റി. ഡെഫിനിഷൻ എൻതാൽപ്പി ഈസ് ദ ടോട്ടൽ, അതായത് എൻതാൽപ്പി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എച്ച് വെച്ച്, എൻട്രോപ്പിയെ ഡിഫൈൻ ചെയ്യുന്നത് എസ് വെച്ചാണ്. എൻതാൽപ്പി എച്ച്. ഡെഫിനിഷൻ എൻതാൽപ്പി ഈസ് ദ ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് എ സിസ്റ്റം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇറ്റ് അക്കൗണ്ട്സ് ഫോർ ദ ഇന്റേണൽ എനർജി ഓഫ് ദ system plus the work done to displace the environment to make room for the system. Mathematical expression. അടുത്ത വാട്ട് ആർ ദ ചേഞ്ചസ് ഓഫ് മെറ്റൽ ഡയമെൻഷൻ ഹോട്ട് റോളിംഗ് പ്രോസസ്. ദ മെറ്റൽ പാസസ് ത്രൂ ദ റെഡ്യൂസർ തിക്നെസ് ആൻഡ് ഇൻക്രീസ്ഡ് ലെന്ത്. അതായത് റോളിംഗ് നടക്കുമ്പോൾ എന്താണ് ആ ഒരു ഷീറ്റ് മെറ്റലിന് സംഭവിക്കുന്നത്? റെഡ്യൂസർ തിക്നെസ്, ഇൻക്രീസ് ലെന്ത്. അതായത് തിക്നെസ് കുറയും, ലെന്ത് കൂടും. ഹോട്ട് റോളിംഗ് പ്രോസസ്. ഡെഫിനിഷൻ ഹോട്ട് റോളിംഗ് ഈസ് എ മെറ്റൽ വർക്കിംഗ് പ്രോസസ്. ഹോട്ട് റോളിംഗ് എന്ന് വെച്ചാൽ അതൊരു മെറ്റൽ വർക്കിംഗ് പ്രോസസ് ഇൻ വിച്ച് മെറ്റൽ ഈസ് ഹീറ്റഡ് എബോവ് ഇറ്റ്സ് റീക്രിസ്റ്റലേഷൻ ടെമ്പറേച്ചർ. ഹോട്ട് റോളിംഗ് എന്ന് പറയുമ്പോൾ അവിടെ കോൾഡ് വർക്കിംഗ് അല്ല, ഹോട്ട് വർക്കിംഗ് ആണ് നടക്കുന്നത്. എബോവ് ഇറ്റ് റീക്രിസ്റ്റലേഷൻ ടെമ്പറേച്ചർ ആണ്. ആൻഡ് ദെൻ പാസ്ഡ് ത്രൂ ദ റോളേഴ്സ് ടു റെഡ്യൂസ് തിക്നെസ്, ഷേപ്പ് ഓഫ് ഇംപ്രൂവ്സ് പ്രോപ്പർട്ടീസ്. ഇനി കീ ഫീച്ചേഴ്സ്. ടെമ്പറേച്ചർ. മെറ്റൽ ഈസ് ഹീറ്റഡ് എബോവ് റീക്രിസ്റ്റലേഷൻ ടെമ്പറേച്ചർ യൂഷ്വലി എബോവ് 7 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 7 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ മേ ബി ഇറ്റ് 50% ഓഫ് മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. കാരണം ഹോട്ട് വർക്കിങ്ങിൽ നമ്മൾ ടെമ്പറേച്ചർ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 50% ഓഫ് മെൽറ്റിംഗ് ടെമ്പറേച്ചർ ആണ്. അടുത്ത പർപ്പസ് ടു റെഡ്യൂസ് തിക്നെസ് ഓഫ് ദ മെറ്റൽ ഷീറ്റ് ഓർ പ്ലേറ്റ്സ് ടു ഇംപ്രൂവ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ബൈ റിഫൈനിങ് ഗ്രെയിൻ സ്ട്രക്ചർ. ടു റെഡ്യൂസ് തിക്നെസ് ഓഫ് ദ മെറ്റൽ ഷീറ്റ്സ് ഓർ പ്ലേറ്റ്സ് ടു ഇംപ്രൂവ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ബൈ റിഫൈനിങ് ഗ്രെയിൻ സ്ട്രക്ചർ. ടു ഷേപ്പ് മെറ്റൽസ് ഇൻറ്റു ബീംസ്, റോഡ്സ്, ഷീറ്റ് എക്സെട്ര. അടുത്ത പ്രോസസ്സ്. ഹീറ്റഡ് മെറ്റൽ ഈസ് ഫെഡ് ബിറ്റ്വീൻ ദ റൊട്ടേറ്റിംഗ് റോളേഴ്സ്. മെറ്റൽ ഡിഫോം പ്ലാസ്റ്റിക്കലി ബിക്കം തിൻ ഓർ ഷേപ്ഡ്. ഈസി ടു ഷേപ്പ് ആൻഡ് ഡിഫോം ബിക്കോസ് മെറ്റൽ ഈസ് സോഫ്റ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. എലിമിനേറ്റ് സ്ട്രെയിൻ ഹാർഡനിങ് എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. കാരണം അത് ഹോട്ട് വർക്കിങ്ങിലാണ് നടക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് യൂണിഫോം ഗ്രെയിൻ സ്ട്രക്ചർ സ്യൂട്ടഡ് ഫോർ ലാർജ് ഡിഫോർമേഷൻ. ഇതൊക്കെ നമ്മൾ നേരത്തെ ഹോട്ട് വർക്കിംഗ് പ്രോസസ്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ആപ്ലിക്കേഷൻസ് ആയിട്ട് പറയുന്നത് മാനുഫാക്ചറിങ് സ്റ്റീൽ പ്ലേറ്റ്സ്, ഷീറ്റ് റെയിൽസ്, സ്ട്രക്ചർ ഷേപ്സ്, പ്രിപ്പയറിംഗ് മെറ്റീരിയൽ ഫോർ ഫർദർ പ്രോസസ്സിംഗ് ലൈക്ക് കോൾഡ് റോളിംഗ്. അടുത്ത് ചെറിയൊരു കമ്പാരിസൺ. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഹോട്ട് റോളിംഗ് കോൾഡ് റോളിംഗ് തമ്മിലുള്ള എബോ റീക്രിസ്റ്റലേഷൻ ടെമ്പറേച്ചർ ആയിരിക്കും. ബിലോ റീക്രിസ്റ്റലേഷൻ ടെമ്പറേച്ചർ. സർഫസ് ഫിനിഷ് റഫ് ആയിരിക്കും, സ്കെയിൽ ഫോംസ് ആയിരിക്കും. എന്നാൽ കോൾഡ് റോളിംഗ് സ്മൂത്ത് ആയിരിക്കും. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആൻഡ് ഡക്റ്റൈൽ ആയിരിക്കും. ഹാർഡ്, സ്ട്രോങ്, സ്ട്രെയിൻ ഹാർഡനിങ്. അടുത്ത ഡയമെൻഷൻ അക്യുറസി ലെസ് അക്യുറേറ്റ് ആണ്. കോൾഡ് റോളിംഗ് എന്ന് വെച്ചാൽ ഹൈ അക്യുറേറ്റ് ആണ്. ഇന്നെ 3 ഹൈ റോളിംഗ് മില്ല്. ദ മിഡിൽ റോൾ റൊട്ടേറ്റ്സ്. ഇവിടെ മിഡിൽ റോൾ ഇതാണ് 3 റോളെന്ന് വെച്ചാൽ. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ അതൊരു ക്ലോക്ക് വൈസാണ്, ഇതും ക്ലോക്ക് വൈസാണ്. എന്നാൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും. മിഡിൽ റോൾ ഓപ്പോസിറ്റ് ആയിരിക്കും. ബോത്ത് അപ്പ് ആൻഡ് ലോവർ മിഡിൽ റോളർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. വിച്ച് പ്രോസസ്സിംഗ് യൂസ് ടു പ്രൊഡ്യൂസ് ടൂൾസ്, ഗിയർ, ബ്ലാങ്ക്, ക്രാങ്ക് ഷാഫ്റ്റ്, കണക്റ്റിംഗ് റോഡ്. ഇത് നോക്കി വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വേണം ഫോർജിങ് ആണ്. കാരണം ഫോർജിങ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിനിഷൻ. ഫോർജിങ് ഈസ് എ മെറ്റൽ ഷേപ്പിംഗ് പ്രോസസ് വെയർ മെറ്റൽ ഈസ് ഡിഫോംഡ് പ്ലാസ്റ്റിക്കലി ബൈ അപ്ലൈയിങ് comprehensive forces usually with a hammer or purpose to improve strength, gain structure and shape metal parts. Types open die forging ഉണ്ട്, closed die forging ഉണ്ട്, impression die forging ഉണ്ട്. അപ്പോൾ 3 തരം ഫോർജിങ്ങാണ് മെയിനിലുള്ളത്. ഓപ്പൺ ഡൈ ഫോർജിങ് ഉണ്ട്, ക്ലോസ്ഡ് ഡൈ ഫോർജിങ് ഉണ്ട്, ഇംപ്രഷൻ ഡൈ ഫോർജിങ്. ഇനി സ്മിറ്റിംഗ് എന്താണെന്ന് നോക്കാം. ഓപ്ഷനുള്ള സ്മിറ്റിംഗ് ഈസ് ആൻ ഓൾഡ് ടേം ഓഫൺ യൂസ്ഡ് ഇന്റർചേഞ്ചബിളി വിത്ത് ഫോർജിങ്, എസ്പെഷ്യലി റെഫറിംഗ് ടു ഹാമറിംഗ് മെറ്റൽ വിത്തൗട്ട് വൈൽ ഹോട്ട് ടു ഷേപ്പ് ഇറ്റ്. അതായത് ഹോട്ടായിട്ടിരിക്കുന്ന സമയത്ത് ഹാമർ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ സ്മിറ്റിംഗ് എന്ന് വെച്ചാൽ മെയിനായിട്ട് ആലയിൽ പണിയെടുക്കുന്ന സ്മിത്ത് വർക്കേഴ്സ്, പണിക്കാർ, നമ്മൾ സ്മിറ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ ഹോട്ടായിരിക്കുന്ന സമയത്തായിരിക്കും ഹാമറിങ് അപ്ലൈ ചെയ്യുന്നത്. പർപ്പസ് ടു ഷേപ്പ് ഓഫ് ജോയിൻ മെറ്റീരിയൽസ് ബൈ ഹാമർ ബ്ലോസ് യൂഷ്വലി ഡൺ ബൈ ദ ബ്ലാക്ക് സ്മിത്ത്. അതായത് ആലയിൽ പണിയെടുക്കുന്നവരാണ് നമ്മൾ ഒരു ബ്ലാക്ക് സ്മിത്ത് എന്നൊക്കെ പറയുന്നത്. Swaging. Definition. Swaging is a forging process that reduces the diameter of the rod or tubes by hammering or pressing them through dies. അതായത് സ്വാജിങ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഡയമീറ്റർ കുറയ്ക്കുക. റെഡ്യൂസ് ദ ഡയമീറ്റർ ഓഫ് റോഡ്സ് ഓർ ട്യൂബ്സ് ബൈ ഹാമറിങ് ഓർ പ്രസ്സിങ്. ഒരു ഡൈയിൽ കൂടെ കടത്തിവിട്ട്, ഡൈ കൂടെ ഒന്ന് ഹാമറിങ് ചെയ്യുക അല്ലെങ്കിൽ കടത്തിവിട്ട് ട്യൂബ്സിൻ്റെയും
റോഡ്സിൻ്റെയും ഡയമീറ്റർ കുറയ്ക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ സ്വാജിങ് എന്ന് പറയുന്നത്. പർപ്പസ് എന്ന് പറയുന്നത് ടു ടാപ്പർ റെഡ്യൂസ് ഡയമീറ്റർ ഫോം ഫീച്ചേഴ്സ് വിത്തൗട്ട് റിമൂവിങ് മെറ്റീരിയൽസ്. എക്സാമ്പിൾ ക്രിയേറ്റിംഗ് ടാപ്പഡ് എൻഡ്സ് ഓർ പോയിന്റ് ടിപ്സ് ഓൺ മെറ്റൽ റോഡ്സ്. അടുത്ത് ഫുള്ളറിങ് ഡെഫിനിഷൻ. ഫുള്ളറിങ് ഈസ് എ ഫോർജിങ് ഓപ്പറേഷൻ where the metal is spread or drawn out by applying comprehensive force using a fuller rounder or blunt edge. Purpose to distribute material, creates a grooves or reduce thickness in a localized area. Tumbling. എന്താണ് tumbling എന്ന് നോക്കാം. Tumbling is done to clean the casting. Casting ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ tumbling എന്ന് പറയുന്നത്. Tumbling in casting refers to the process of cleaning and finishing cast metal parts by placing them in a rotating or vibrating ഒരു റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ ഒരു വൈബ്രേറ്റിംഗ് ഡ്രം, അതിനാണ് നമ്മൾ തംബ്ലർ എന്ന് പറയുന്നത്. ആ ഒരു ഡ്രമ്മിൽ വെച്ചിട്ട് അതിനെ ക്ലീൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഫിനിഷിങ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ തംബ്ലിംഗ് എന്ന് പറയുന്നത്. തംബ്ലിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു മീഡിയ നമ്മൾ അബ്രാസീവ് മീഡിയ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു അബ്രാസീവ് ടൂളിൻ്റെ സഹായത്തോടെ തംബ്ലർ എന്ന് പറയുന്നത് വൈബ്രേറ്റിംഗ് ഓർ റൊട്ടേറ്റിംഗ് മെറ്റീരിയൽ വെച്ച് ക്ലീനിങ് ഓർ ഫിനിഷിംഗ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ തംബ്ലിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പർപ്പസ് ടു റിമൂവ് സർഫസ് ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് സാൻഡ്, സ്കെയിൽ, റസ്റ്റ് ഓർ ഫ്ലാഷ് ഫ്രം കാസ്റ്റിങ്സ്, ടു സ്മൂത്ത് ആൻഡ് പോളിഷ് സർഫസ് ഫോർ cast parts, to improve surface finish and prepare casting for further machining or painting. എങ്ങനെയാണ് ഇത് വർക്കിംഗ് ചെയ്യുന്നത്? കാസ്റ്റിംഗ് ആൻഡ് അബ്രാസീവ് മീഡിയ ലൈക്ക് സ്മാൾ സ്റ്റോൺസ്, സെറാമിക് ഹെഡ്സ്, ബേഡ്സ് ഓർ സ്റ്റീൽ ഷോട്ട് അതൊക്കെ ഉപയോഗിച്ച് തംബ്ലർ റൊട്ടേറ്റ്സ് ഓർ വൈബ്രേറ്റ്സ്. ഈ തംബ്ലർ റൊട്ടേറ്റ് അല്ലെങ്കിൽ വൈബ്രേറ്റിംഗ് കാസ്റ്റിംഗ് ദ മീഡിയ ടു റബ്ബ് എഗെയിൻസ്റ്റ് ദ കാസ്റ്റിംഗ്. അതായത് ഈ ഒരു തംബ്ലർ റൊട്ടേറ്റ് അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു മീഡിയം അതൊരു അബ്രാസീവ് മീഡിയ ഉപയോഗിച്ച് കണ്ടിന്യൂസ് സ്ക്രാച്ചിങ് ഒക്കെ വരുത്തി അല്ലെങ്കിൽ കണ്ടിന്യൂസ് കോൺട്രാക്ഷനൊക്കെ വരുത്തിയാണ് അവിടെ സർഫസ് ഫിനിഷ് അല്ലെങ്കിൽ ക്ലീനിങ് നടത്തുന്നത്. ഇനി അബ്രാഷൻ ക്ലീൻസ് ദ സർഫസ് ബൈ റിമൂവിങ് അൺവാലിഡ് മെറ്റീരിയൽസ് ആൻഡ് സ്മൂത്തനിങ് ത്രൂ എഡ്ജസ്. ഇനി ടൈപ്സ് ഓഫ് തംബ്ലിംഗ്, റോട്ടറി തംബ്ലിംഗ് ഉണ്ട്, വൈബ്രേറ്ററി തംബ്ലിംഗ് ഉണ്ട്. റമ്മ് റൊട്ടേറ്റ് ആണെങ്കിൽ അവിടെ റോട്ടറി തംബ്ലിംഗ്, വൈബ്രേറ്റ് കാസ്റ്റ് മീഡിയൻ്റെ പാർട്സ് റബ്ബ് ടുഗദർ മോർ റാപ്പിഡ്ലി. വൈബ്രേറ്റിംഗ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ മോഷൻ വന്നാൽ, അതായത് അബ്രസീവ് അവിടെ റൊട്ടേറ്റിംഗ് വരുമ്പം ഒരു മോഷൻ വന്നാൽ അടുത്ത മോഷൻ വരാൻ കുറച്ച് ടൈം എടുക്കില്ലേ. ഈ വൈബ്രേറ്ററി ആണെങ്കിൽ കണ്ടിന്യൂസ് റാപ്പിഡ് മോഷൻ ആയിരിക്കും. ആപ്ലിക്കേഷൻ ക്ലീനിങ് ആൻഡ് കാസ്റ്റിംഗ്, ഡീബറിംഗ് മെഷീൻ പാർട്സ്, പോളിഷിംഗ് മെറ്റൽ സർഫസ്. The process used for making large diameter pipes, hollow propeller shaft or gun barrels is centrifugal casting. അപ്പോൾ centrifugal casting ആണ് ലാർജ് ഡയമീറ്റർ പൈപ്പ്സ്, ഹോളോ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഓർ ഗൺ ബാരൽസ്, ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്. ഇനി സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് പ്രോസസ്സ് മോൾട്ട മെറ്റൽ ഈസ് poured into a rotating mold. The centrifugal force pushes the metal outward against the mold walls, producing a dense. ഇതാണ് സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്. യൂസ്ഡ് ഫോർ പൈപ്പ്, റിങ്സ്, സിലിണ്ടേഴ്സ്. അഡ്വാൻറ്റേജ് പ്രൊഡ്യൂസർ ഡിഫക്റ്റ് ഫ്രീ ഡെൻസ് കാസ്റ്റിംഗ് വിത്ത് ഗുഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. അടുത്ത ഫോർജിങ്. എന്താണ് ഫോർജിങ് പ്രോസസ്? മെറ്റൽ ഈസ് ഷേപ്പ്ഡ് ബൈ അപ്ലൈയിങ് കംപ്രസീവ് ഫോഴ്സ് യൂസിങ് ഹാമേഴ്സ് ഓർ പ്രോസസ്. ഇതിനാണ് നമ്മൾ ഫോർജിങ് എന്ന് പറയുന്നത്. ഓഫൻ അറ്റ് ഹൈ ടെമ്പറേച്ചർ, യൂസ്ഡ് ഫോർ ഷാഫ്റ്റ്, ഗിയേഴ്സ്, കണക്റ്റിംഗ് റോഡ്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് സ്ട്രോങ് പാർട്സ് വിത്ത് റിഫൈൻഡ് ഗ്രീൻ സ്ട്രക്ചർ. ഇനി റോളിംഗ് എന്താണെന്ന് നോക്കാം. റോളിംഗ് എന്ന് വെച്ചാൽ ഷീറ്റ് മെറ്റൽ റോളിംഗ് നേരത്തെ പഠിച്ചു. ഇനി ഡൈ കാസ്റ്റിംഗ്, അതൊരു കാസ്റ്റിംഗ് ആണ്. ഇനി പ്രോപ്പർ ഡൈ കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ മോൾട്ട മെറ്റൽ യൂസ് ചെയ്ത് ഷേപ്പ് ഒരു ഡൈ ഉണ്ടാക്കിയിട്ട് അത് ഷേപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡൈ കാസ്റ്റിംഗ്. ദ പ്രോപ്പർട്ടി ബൈ വെർച്യൂ ഓഫ് വിച്ച് സാൻഡ് മോൾഡ് ഇസ് കാപ്പബിൾ ഓഫ് വിസ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ ഓഫ് ദ മോൾട്ടൻ മെറ്റൽ വിത്തൗട്ട് ഫ്യൂസിങ് ഈസ് നോൺ ആസ് റിഫ്രാക്റ്ററിനെസ്. അപ്പോൾ റിഫ്രാക്റ്ററി എന്ന് വെച്ചാൽ എബിലിറ്റി ടു സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ, അതിനാണ് റിഫ്രാക്റ്ററിനെസ് എന്ന് പറയുന്നത്. പോറോസിറ്റി. എന്താണ് പോറോസിറ്റി? ദ പ്രസൻസ് ഓഫ് ടൈനി ഹോൾസ് ഓർ വോയിഡ് വിത്തിൻ എ മെറ്റീരിയൽ ഓഫൻ കാസ്റ്റ് ട്രാപ്പഡ് ഗ്യാസ് ഓർ ഷ്രിങ്കേജ് യൂസിങ് ഡ്യൂറിങ് സോൾഡിഫിക്കേഷൻ്റെ ടൈമിൽ ട്രാപ്പായ ഗ്യാസസിൻ്റെ ഒക്കെ ഒരു പ്രസൻസ് കാരണം ഉണ്ടാകുന്ന ഒരു ടൈനി ഹോൾസ് ഓർ വേർഡ്സിനാണ് നമ്മൾ പോറോസിറ്റി എന്ന് പറയുന്നത്. എഫക്റ്റ് ക്യാൻ വീക്ക് മെറ്റീരിയൽ, അതൊരു ഡിഫക്റ്റ് ആണ്. പോറോസിറ്റി എന്ന് പറയുന്നത് ഡിഫക്റ്റ് ആണ്. വീക്ക് മെറ്റീരിയൽസ് ആൻഡ് റെഡ്യൂസ് സ്ട്രെങ്ത് എസ്പെഷ്യലി കാസ്റ്റിംഗ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസറിൽ റിഫ്രാക്റ്റർനെസ് ആണെങ്കിലും ഈ ഒരു അതായത് ബാക്കി തന്നിട്ടുള്ള ഓപ്ഷൻസിൻ്റെ റിലേറ്റീവ് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. adhesiveness, the ability of a material to stick or bond to a different surface of material, അതായത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസുമായിട്ട് സ്റ്റിക്ക് ചെയ്യാനുള്ള ഒരു ബോണ്ട് ഉണ്ടാക്കാനുള്ള കഴിവ്. അപ്പം adhesiveness ജസ്റ്റ് അടി കിട്ടുന്ന പരിപാടി, ഡിഫറെൻറ്റ് ആൾക്കാരുമായിട്ട് പെരുമാറും. അപ്പോൾ നമുക്ക് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ കോസിയനസ്, അപ്പം സെയിം മെറ്റീരിയലുമായിട്ടുള്ള ബോണ്ടിങ് ആണെങ്കിൽ കോസിയനസ്. എന്നാൽ അറിഞ്ഞൂടാത്ത ആൾക്കാർ, അതായത് ഡിഫറെൻറ്റ് ആൾക്കാർ അവിടെ ചെയ്യുമ്പോൾ നമുക്ക് അടി കിട്ടുന്ന പരിപാടി, അങ്ങനെയാണ് adhesiveness.
ഇവിടെ കൊഹസീവ്നെസ്, സെയിം മെറ്റീരിയൽ ആണെങ്കിൽ കൊഹസീവ്നെസ്. ഇനി റിഫ്രാക്ടറിനെസ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു വിസ്റ്റാൻഡ് വെരി ഹൈ ടെമ്പറേച്ചർ വിത്തൗട്ട് മെൽറ്റിംഗ് ഓർ ബ്രേക്കിംഗ് ഡൗൺ. അതായത് ഒരു വിത്തൗട്ട് മെൽറ്റിംഗ് ഓർ ബ്രേക്കിംഗ് ഡൗൺ, ഇത് എബിലിറ്റി ടു വിസ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ, ഇതിനാണ് നമ്മൾ റിഫ്രാക്ടർനെസ് എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾ, ഫയർ ബ്രിക്സ് യൂസ് ഇൻ ദ ഫർണസ്. ഫർണസിനെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫ്ലെയിം ഇൻ ഗ്യാസ് വെൽഡിംഗ്. അപ്പം 37th ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഗ്യാസ് ഇൻ വെൽഡിംഗ് ആണ് ന്യൂട്രൽ ഫ്ലെയിം. അതായത് ന്യൂട്രൽ ഫ്ലെയിമാണ് മോസ്റ്റ്ലി യൂസ്ഡ്. അത് മൂന്ന് തരത്തിലുള്ള ഫ്ലെയിംസാണ് മെയിൻലി ഉള്ളത്. ടൈപ്സ് ഓഫ് ഫ്ലെയിംസ് ഇൻ ഗ്യാസ് വെൽഡിംഗ് ടിപ്പിക്കലി യൂസസ് അസറ്റൈൽ ആൻഡ് ഓക്സിജൻ ടു പ്രൊഡ്യൂസ് എ ഫ്ലെയിം. അപ്പോൾ ഒരു ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യാൻ ഗ്യാസ് വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? അസറ്റൈലിനും ഓക്സിജനുമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പോർഷൻസിലുള്ള വേരിയേഷൻസ് വെച്ചാണ് നമ്മൾ മൂന്ന് തരത്തിലുള്ള ഫ്ലെയിം ആക്കിയത്. അപ്പോൾ മെയിനായിട്ട് ആ ഒരു ഫ്ലെയിം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അസറ്റൈലിൻ്റെയും ഓക്സിജൻ്റെയും ഒരു കോമ്പോസിഷനാണ്. ദ ഫ്ലെയിം ടൈപ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഓക്സിജൻ ടു അസറ്റൈൻ റേഷ്യോ. ഒന്ന് ന്യൂട്രൽ ഫ്ലെയിം, ഓക്സിജൻ ടു അസറ്റൈൻ റേഷ്യോ സ്റ്റോഷിയോമെട്രിക് അല്ലെങ്കിൽ ബാലൻസ്ഡ് റേഷ്യോ ആയിരിക്കും ന്യൂട്രൽ ഫ്ലെയിം. ഒന്ന് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ക്ലിയർ വെൽ ഡിഫൈൻഡ് ഇന്നർ കോൺ, ടെമ്പറേച്ചർ 3200 ഡിഗ്രി സെൽഷ്യസ്, നോ എക്സസ് ഓക്സിജൻ ഓർ ഫ്യൂൽ. അപ്പോൾ എക്സസ് ഓക്സിജൻ ഉണ്ടെങ്കിൽ അവിടെ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവേണ്ട സാധ്യതയുണ്ട്. സോ ഇവിടെ നോ എക്സസ് ഓക്സിജൻ ആണ്. ഒന്ന് ജനറൽ വെൽഡിങ്, ഐഡിയൽ ഫോർ മോസ്റ്റ് മെറ്റൽസ്. അപ്പം മോസ്റ്റ് മെറ്റൽസിന് ഐഡിയൽ ആണ്, അതായത് മോസ്റ്റ് മെറ്റൽസ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ജനറലി വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നത് ന്യൂട്രൽ ഫ്ലെയിം ആണ്. ഇനി കാർബറൈസിങ് ഫ്ലെയിം അല്ലെങ്കിൽ റെഡ്യൂസിങ് ഫ്ലെയിം. ഫ്ലെയിം അല്ലെങ്കിൽ റെഡ്യൂസിങ് ഫ്ലെയിം. ആദ്യം പഠിച്ചത് ന്യൂട്രൽ ഫ്ലെയിം, ഇപ്പം പഠിക്കുന്നത് കാർബറൈസിങ് ഫ്ലെയിം അല്ലെങ്കിൽ അതിനെ റെഡ്യൂസിങ് ഫ്ലെയിം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓക്സിജൻ്റെ അളവ് റെഡ്യൂസ് ആയിരിക്കും, കുറവായിരിക്കും. ലെസ് ഓക്സിജൻ ദാൻ അസറ്റൈൻ, എക്സസ് അസറ്റൈൻ. ലോങ് ഫെദർ ലൈക്ക് ഔട്ടർ കോൺ ആയിരിക്കും വലുത്. റിച്ച് ഇൻ കാർബൺ പാർട്ടിക്കിൾസ്, സൂട്ടി ഫ്ലെയിം. ടെമ്പറേച്ചർ സ്ലൈറ്റ്ലി ലോവർ ദാൻ ദ ന്യൂട്രൽ ഫ്ലെയിം. ടെമ്പറേച്ചർ സ്ലൈറ്റ്ലി ലോവർ ആയിരിക്കും, അതായത് ന്യൂട്രൽ ഫ്ലെയിമിനെക്കാട്ടി ടെമ്പറേച്ചർ കുറവായിരിക്കും. വെൽഡിംഗ് ഹൈ കാർബൺ സ്റ്റീലിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഹൈ കാർബൺ സ്റ്റീൽ കാർബറൈസിങ് ഫ്ലെയിം. കേസസ് വേർ യു വാണ്ട് ടു അവോയ്ഡ് ഓക്സിഡൈസിങ് ദ മെറ്റൽ. അതായത് ഈ ഓക്സിജൻ്റെ അമിതമായ പ്രസൻസ് കാരണം നമ്മൾ ചെയ്യുന്ന മെറ്റീരിയലിൽ ഓക്സിഡേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഓക്സിഡേഷൻ നമുക്ക് എവിടെയൊക്കെ വേണ്ടയോ, എവിടെയൊക്കെ നമുക്ക് ഓക്സിജൻ തടയണോ അവിടെ നമ്മൾ കാർബറൈസിങ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഫ്ലെയിമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഓക്സിഡൈസിങ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റിച്ച് എമൗണ്ട് ഓഫ് ഓക്സിജൻ ആണ്. ഓക്സിജൻ ടു അസറ്റൈൻ റേഷ്യോ മോർ ഓക്സിജൻ ദാൻ അസറ്റൈൻ. ഓക്സിജൻ്റെ അളവാണ് കൂടുതൽ. ഇവിടെ എക്സസ് ഓക്സിജൻ ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാൻ ഷാർപ്പർ ഇന്നർ കോൺ വിത്ത് ഹിസ്സിങ് സൗണ്ട്, ടെമ്പറേച്ചർ ഹയർ ദാൻ ന്യൂട്രൽ ഫ്ലെയിം. ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഉള്ളത് ഓക്സിഡൈസിങ് ഫ്ലെയിമിലാണ്. ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഓക്സിഡൈസിങ് ഫ്ലെയിമിലാണ്. വെൽഡിംഗ് മെറ്റീരിയൽസ് ലൈക്ക് ബ്രോൺസ് നോട്ട് റെക്കമെൻഡ് ഫോർ കാർബൺ സ്റ്റീൽ ആസിഡ് ഗ്യാസ് ഓക്സിഡേഷൻ. ഇപ്പോൾ ഇത് കാർബൺ സ്റ്റീൽ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ഇത് എന്താണ് ഹൈ കാർബൺ, കാരണം ഇത് ഒരിക്കലും ഓക്സിഡേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് കാർബൺ സ്റ്റീൽ ഇത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. സമ്മറി, ചെറിയൊരു കമ്പാരിസണാണ്. ഫ്ലെയിം ടൈപ്പ് ഓക്സിജൻ ലെവലിലെ ക്യാരക്ടറിസ്റ്റിക്സ് യൂസ് കേസ്. അപ്പോൾ ന്യൂട്രൽ ഫ്ലെയിം ആണെങ്കിൽ ഓക്സിജൻ ബാലൻസ്ഡ് ആയിരിക്കും, ക്ലീൻ സ്റ്റഡി ഫ്ലെയിം ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്, മോസ്റ്റ് യൂസിങ് ഫ്ലെയിം ഏതാണെന്ന്. ഇനി കാർബണൈസിങ് ഫ്ലെയിം ആണെങ്കിൽ ലെസ് ഓക്സിജൻ ആയിരിക്കും, എക്സസ് കാർബൺ ആയിരിക്കും. സൂട്ടി ഫ്ലെയിം ആണെങ്കിൽ ഹൈ കാർബൺ സ്റ്റീൽസ്. ഇനി ഓക്സിഡൈസിങ് ഫ്ലെയിം ആകുമ്പോൾ മോർ ഓക്സിജൻ, ഷാർപ്പ് ഇന്നർ കോൺ, ഹോട്ട് ഫ്ലെയിം, നോൺ ഫെറസ് മെറ്റൽസ്. അപ്പോൾ ഇതൊക്കെയാണ്. ഈ ആർക്ക് ലെങ്ത് ഇൻ ആർക്ക് വെൽഡിങ് ഷുഡ് ബി ഈക്വൽ ടു അതായത് ആർക്ക് വെൽഡിങ്ങിലെ ആർക്ക് ലെങ്ത് ഏതിന് ഈക്വൽ ആയിരിക്കണം? റോഡ് ഡയമീറ്ററിന് ഈക്വൽ ആയിരിക്കണം. ആർക്ക് വെൽഡിങ്ങിലെ ആർക്ക് ലെങ്ത് റോഡ് ഡയമീറ്ററിന് ഈക്വൽ ആയിരിക്കണം. ആർക്ക് ലെങ്ത് ഇൻ ആർക്ക് വെൽഡിങ് ഈക്വൽ ടു റോഡ് ഡയമീറ്റർ. ഡെഫിനിഷൻ: ആർക്ക് ലെങ്ത് ഈസ് ഇൻ ആർക്ക് വെൽഡിങ് is the distance between the tip of the welding electrode and the surface of the വർക്ക് പീസ്. ഈ ആർക്ക് ലെങ്ത് എന്ന് വെച്ചാൽ എന്താണ്? വർക്ക് പീസും ഇലക്ട്രോഡും കോണ്ടാക്റ്റിൽ അല്ല ഇരിക്കുന്നത്, വെൽഡിങ്ങിൽ ഒരു കോണ്ടാക്റ്റിൽ അല്ല ഇരിക്കുന്നത്. ആ ഒരു ഗ്യാപ്പിനാണ് നമ്മൾ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടിപ്പ് ഓഫ് ദ വെൽഡിംഗ് ഇലക്ട്രോഡ് ആൻഡ് ദ സർഫസ് ഓഫ് ദ വർക്ക് പീസ്. വേറെ ആർക്ക് ഈസ് ഓർഡ്. അവിടെ ഒരു ആർക്ക് ഫോം, ആ ഒരു ഫോം ചെയ്യുന്നതിൻ്റെ ഈ ആർക്ക് ലെങ്തിലാണ് ആർക്ക് ഫോം ചെയ്യുന്നത്. ആർക്ക് എന്ന് വെച്ചാൽ ഈ ഇലക്ട്രോഡും വർക്കിംഗ് സർഫസും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ്
ആർക്ക് ലെങ്ത്. ഈ ഒരു ആർക്ക് ലെങ്ത് ഈ റോഡ് ഡയമീറ്ററിന് ഈക്വൽ ആയിരിക്കണം, അതാണ് കണ്ടീഷൻ. ഇമ്പോർട്ടൻസ് ഓഫ് ആർക്ക് ലെങ്ത്. ഇറ്റ് ഡയറക്ട്ലി അഫക്റ്റ് ആർക്ക് സ്റ്റെബിലിറ്റി, ബീഡ് ക്വാളിറ്റി, പെനട്രേഷൻ ആൻഡ് സ്പേറ്റ് നീഡ് ടു ബി കൺട്രോൾഡ് കെയർഫുള്ളി ഫോർ കൺസിസ്റ്റൻറ്റ് വെൽഡ് ക്വാളിറ്റി. ഇനി ടിപ്പിക്കൽ ആർക്ക് ലെങ്ത് ഫോർ മോസ്റ്റ് മാനുവൽ ആർക്ക് വെൽഡിംഗ് ലൈക്ക് സ്മാക്ക് ഓർ സ്റ്റിക്ക് വെൽഡിങ്. സബ്മർജ്ഡ് ആർക്ക് വെൽഡിങ്ങിനാണ് സ്മാക്ക് എന്ന് പറയുന്നത്. ജനറലി സ്റ്റിക്ക് വെൽഡിങ് ആർക്കിൽ എന്ത് ഡയമീറ്റർ ഓഫ് ദ ഇലക്ട്രോണിന് തുല്യമായിരിക്കും. സ്മാക്കിലൊക്കെ ഡയമീറ്റർ ഓഫ് ദ ഇലക്ട്രോണിന് തുല്യമായിരിക്കും. അടുത്ത എക്സാമ്പിൾ, ഫോർ 3.2 millimeter ഇലക്ട്രോഡ് എയിം ഫോർ 3.2 millimeter ആർക്ക് ലെന്ത്. എഫക്റ്റ് ഓഫ് ആർക്ക് ലെന്ത് എഫക്റ്റ് നോക്കാം. ടു ഷോർട്ട് ആണെങ്കിൽ ആർക്ക് മേ എക്സ്റ്റിങ്ക്വിഷ് സ്റ്റിക്കിങ് ഓർ ഇലക്ട്രോഡ്. അതായത് നമ്മൾ വെൽഡിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, വെൽഡിംഗ് ഒക്കെ നമ്മൾ ലാബ് ചെയ്തിട്ടുണ്ട്. അവിടെ ടു ഷോർട്ട് ആണെങ്കിൽ ആർക്ക് ലെന്ത് ടു ഷോർട്ട് ആണെങ്കിൽ ഇത് സ്റ്റിക്ക് ചെയ്തു. ഇനി ടു ലോങ് ആണെങ്കിൽ എക്സസ്, അതായത് അവിടെ എക്സസ് ആയിട്ട് ഇങ്ങനെ സ്പാറ്ററായിട്ട് കിടക്കും. ഈ ഒരു വെൽഡ് മെറ്റീരിയൽ അവിടെ സ്പാറ്ററായിട്ട് കിടക്കും. ഇനി കറക്റ്റ് ആണെങ്കിൽ സ്റ്റേബിൾ ആർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ആർക്ക് ലെന്ത് should be equal to the rod diameter ആയിരിക്കണം. വിഷ്വൽ ടിപ്പ്, എ ഗുഡ് ആർക്ക് മേക്സ് സ്റ്റഡി ഹിസ്സിങ് ഓർ ക്രാക്ലിംഗ് സൗണ്ട്. എ ഗുഡ് ആർക്ക് മേക്സ് സ്റ്റഡി ഹിസ്സിങ് ഓർ ക്രാക്ലിംഗ് സൗണ്ട്. ഇറഗുലർ പോപ്പിംഗ് സൗണ്ട് മേ ഇൻഡിക്കേറ്റ് ആർക്ക് ലെന്ത് ഇഷ്യൂസ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർജിങ് പ്രോസസ് പൂർ മെറ്റീരിയൽ യൂട്ടിലൈസേഷൻ ഒക്കേസ്. ഈ മെയിനായിട്ട് ഫോർജിങ് 3 തരത്തിലുണ്ട്. ഓപ്പൺ ഡൈ ഫോർജിങ് ഉണ്ട്, ക്ലോസ്ഡ് ഡൈ ഫോർജിങ് ഉണ്ട്, ഇംപ്രഷൻ ഈ ഫോർജിങ് ഉണ്ട്. അപ്പം ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർജിങ് പ്രോസസ് പൂർ മെറ്റീരിയൽ യൂട്ടിലൈസേഷൻ. ഏറ്റവും കുറവ് മെറ്റീരിയൽ യൂട്ടിലൈസേഷൻ ഏതിലാണ്? ഓപ്പൺ ഡൈ ഫോർജിങ്ങിലാണ്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓപ്പൺ ഡൈ ഫോർജിങ് മേജർ ഡിസഡ്വാൻറ്റേജ് ആണ് പൂർ മെറ്റീരിയൽ യൂട്ടിലൈസേഷൻ. വേരിയസ് ടൈപ്സ് ഓഫ് ഫോർജിങ് ഏതൊക്കെയെന്ന് നോക്കാം. ഫോർജിങ് ഈസ് എ മെറ്റൽ ഷേപ്പിംഗ് പ്രോസസ് യൂസിങ് കംപ്രഹെൻസീവ് ഫോഴ്സസ്. സോറി, ഈ വിഷയത്തിൻ്റെ പേര് അറിയാവുന്നു. ഫോർജിങ് ഈസ് എ മെറ്റൽ ഷേപ്പിംഗ് പ്രോസസ് യൂസിങ് കംപ്രസീവ് ഫോഴ്സസ് അതായത് ഫോർജിങ് ബേസിക്കലി കംപ്രസീവ് ഫോഴ്സാണ് ഉപയോഗിക്കുന്നത്. കാരണം ഒരു ഹാമർ കൊണ്ട് അടിക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഫോർജിങ് എന്ന് പറയുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ഹൗ ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ആൻഡ് ദ ടൂളിംഗ് ഈസ് യൂസ്ഡ്. ഫോർജിങ് ക്ലാസിഫൈഡ്. അപ്പം ബേസിക്കലി അതാണ് ഫോർജിങ്. ഇനി ആ ഒരു മെത്തേഡ്, അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ, ആ ഒരു ഫോഴ്സിൻ്റെ ആപ്ലിക്കേഷനിൽ 3 തരം തിരിച്ചിട്ടുണ്ട്. ഫോർജിങ്ങിന് 3 തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ഡൈ ഫോർജിങ്, ക്ലോസ്ഡ് ഡൈ ഫോർജിങ്, ഇനി ഇംപ്രഷൻ ഫോർജിങ്. ഓപ്പൺ ഡൈ ഫോർജിങ് അല്ലെങ്കിൽ നമ്മളതിനെ അപ്സെറ്റ് ഫോർജിങ് എന്നും പറയും. മെയിനായിട്ട് 3 തരം ഫോർജിങ് ആണുള്ളത്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ വേരിയസ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ മെയിനായിട്ട് 3 തരം ഫോർജിങ് നോക്കി വെച്ചാൽ മതി. ഓപ്പൺ ഡൈ ഫോർജിങ് ആണെങ്കിൽ സ്മിത്ത് ഫോർജിങ് എന്ന് പറയും. നമ്മൾ സ്മിത്ത് ഫോർജിങ് എന്ന് പറയും. പ്രോസസ് വർക്ക് പീസ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ ഫ്ലാറ്റ് ഓർ സിമ്പിൾ ഷേപ്ഡ് ഡൈസ് ആൻഡ് കംപ്രസ്ഡ് വിച്ച് നോ കംപ്ലീറ്റ് എൻക്ലോസർ. അതായത് ഇവിടെ ഡൈ ഓപ്പൺ ആയിരിക്കും, ഓപ്പൺ ഷേപ്പിലായിരിക്കും. അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആൻഡ് വെർസറ്റൈലാണ്. അടുത്ത ക്ലോസ്ഡ് ഡൈ ഫോർജിങ്ങിന് മെറ്റൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ ഡൈ ക്യാവിറ്റി ദാറ്റ് മാച്ചസ് ദ ഡിസൈഡ് ഷേപ്പ്. ഇവിടെയാണ് പെർഫെക്റ്റ് ആയിട്ട്, അതായത് നമുക്ക് ഡിസൈഡ് ആവശ്യമുള്ള ഷേപ്പിൽ ഡൈ ഉണ്ടാക്കി ആ ഷേപ്പിൽ ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് അവിടെ ഡൈ ഇംപ്രഷൻ. ക്ലോസ്ഡ് ഡൈ ഫോർജിങ്ങിനെയാണ് ഇംപ്രഷൻ ഡൈ ഫോർജിങ് എന്ന് പറയുന്നത്. ക്ലോസ്ഡ് ഡൈ ഫോർജിങ്ങിനെയാണ് നമ്മൾ ഇംപ്രഷൻ ഡൈ ഫോർജിങ് എന്ന് പറയുന്നത്. ഓപ്പൺ ഡൈ ഫോർജിങ്, ക്ലോസ്ഡ് ഡൈ ഫോർജിങ്. ഇനി അപ്സെറ്റ് ഫോർജിങ് ഉണ്ട്. അപ്സെറ്റ് ഫോർജിങ് എന്നാൽ ഇൻക്രീസസ് ദ ഡയമീറ്റർ ഓഫ് ദ വർക്ക് പീസ് കംപ്രസിങ് ലെന്ത്. അതായത് ലെങ്ത് അതിനെ കംപ്രസ് ചെയ്തിട്ട് ഡയമീറ്റർ കൂട്ടുന്ന പ്രോസസ്സിനാണ് നമ്മൾ അപ്സെറ്റ് ഫോർജിങ് എന്ന് പറയുന്നത്. യൂസ് ഓഫ് ബോൾട്ട്, ഹെഡ്, ഫാസ്റ്റേഴ്സ്, ഷാഫ്റ്റ്, സ്ട്രോങ്ങർ പാർട്സ് ഡ്യൂ ടു ഗ്രെയിൻ ഫ്ലോ റിക്വയർഡ് സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെൻറ്റ്. ഇനി പ്രസ് ഫോർജിങ് ഉണ്ട്. സ്ലോ ആൻഡ് കണ്ടിന്യൂസ് പ്രഷർ അപ്ലൈഡ് ബൈ പ്രസ്. സ്ലോ ആൻഡ് കണ്ടിന്യൂസ് പ്രഷറാണ് പ്രസ് ഫോർജിങ്. ഡ്രോപ്പ് ഫോർജിങ് റിപ്പീറ്റഡ് ബ്ലോസ് ആർ ഡെലിവേർഡ് യൂസിങ് എ ഹാമർ ഡ്രോപ്പ്ഡ്. നമ്മൾ ഈ ക്ലോസ് ഡൈ ഫോർജിങ് പറഞ്ഞല്ലോ. മെറ്റീരിയൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഡൈ ക്യാവിറ്റി ദാറ്റ് മാച്ചസ് ദ ഡിസൈഡ് ഷേപ്പ്. മെറ്റീരിയൽ ഫ്ലോസ് ടു ഫിൽ ദ ഡൈ ക്യാവിറ്റി. ഡ്രോപ്പ് ഫോർജിങ് എന്ന് വെച്ചാൽ അപ്പം പ്രസ് ഫോർജിങ് എന്ന് വെച്ചാൽ സ്ലോ ആൻഡ് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും പ്രഷർ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഡ്രോപ്പ് ഫോർജിങ്ങിലേക്ക് വരുമ്പോൾ റിപ്പീറ്റഡ് ബ്ലോസ് ആർ ഡെലിവേർഡ് യൂസിങ് എ ഹാമർ ഡ്രോപ്പ് ഓൺ ദ വർക്ക് പീസ് ഇൻ ഡൈ. ഇനി റോൾ ഫോർജിങ്ങിലേക്ക് വരുമ്പോൾ വർക്ക് പീസ് ഈസ് പാസ്ഡ് ത്രൂ റൊട്ടേറ്റിംഗ് ഡൈസ് ദാറ്റ് ഷേപ്പ് ഈസ് ഗ്രാജുവലി. അടുത്ത് സ്വാജിങ്, റോട്ടറി ഫോർജിങ്, ഐസോതെർമൽ ഫോർജിങ്ങിന് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഐസോതെർമൽ എന്ന വാക്ക് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിനെയാണ്. അടുത്ത് വരുന്നത് സ്വാജിങ് പ്രോസസ് ഫോർജിങ്ങിലേക്ക് വരുമ്പോൾ ഈ കോൾഡ് ഓർ ഹോട്ട് പ്രോസസ് വേറെ വർക്ക് പീസ് ഷേപ്പ്ഡ് ബൈ റാപ്പിഡ് ഹാമർ. ഇവിടെ റാപ്പിഡ് ഹാമർ ഇങ്ങനെയാണ്, റാപ്പിഡ് ആയിട്ടായിരിക്കും ഫോഴ്സ്. അതായത്
നമ്മൾ പ്രസ് ഫോർജിങ്ങിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റാണ് ഈ സ്വാജിങ് എന്ന് പറയുന്നത്. ഇനി ഐസോതെർമൽ ഫോർജിങ് ഉണ്ട്, ഈ ഓപ്പൺ ഡൈ ഫോർജിങ്, ക്ലോസ് ഡൈ ഫോർജിങ്, അപ്സെറ്റ് ഫോർജിങ്, പ്രസ് ഫോർജിങ്, ഡ്രോപ്പ് ഫോർജിങ്, റോൾ ഫോർജിങ്, സ്വാജിങ്, ഐസോതെർമൽ ഫോർജിങ്. ഇപ്പോൾ ഇതൊക്കെയാണ് പല ക്ലാസിഫിക്കേഷൻസ്. ഫോർജിങ് ഓഫ് എ പ്ലെയിൻ കാർബൺ സ്റ്റീൽ, അതായത് പ്ലെയിൻ കാർബൺ സ്റ്റീലിൻ്റെ ഫോർജിങ് ടെമ്പറേച്ചർ 1300 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത് forging of plain carbon steel is carried out at a high temperature, typically in the range of 950 degrees Celsius to 1250 degrees Celsius, depending on the carbon. അതായത് ഒരു ഫ്ലാറ്റ് കാർബണിൻ്റെ ഒരു പ്ലെയിൻ കാർബൺ സ്റ്റീലിൻ്റെ ഫോർജിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1300 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒരു പ്ലെയിൻ കാർബൺ സ്റ്റീലിൻ്റെ ഫോർജിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1300 ഡിഗ്രി സെൽഷ്യസ് ആണ്. Why hot forging? Plain carbon steels become soft and ductile at elevated temperature, making it easier to deform without cracking. അതായത് ഹോട്ട് ഫോർജിങ് ചെയ്യുമ്പോൾ ബിക്കം സോഫ്റ്റ് ആവും, ഡക്റ്റൈൽ ആവും, ഡക്റ്റിലിറ്റി ഇൻക്രീസ് ആവും. നമ്മൾ കോൾഡ് ഫോർജിങ്ങിൽ പഠിച്ചതാണ് ഡക്റ്റിലിറ്റി കുറയും, എന്നാൽ ഹോട്ട് ഫോർജിങ്ങിലേക്ക് വരുമ്പോൾ ഡക്റ്റിലിറ്റി ഇൻക്രീസ് ആവും, making it easier to deform without cracking. It also requires less force than cold forging. Hot forging refines the grain structure, improves mechanical properties and reduces residual stresses. അപ്പോൾ കോൾഡ് ഫോർജിങ് പറഞ്ഞാൽ റെസിഡുവൽ സ്ട്രെസ് ഫോം ചെയ്യുമെങ്കിൽ ഇവിടെ റെസിഡുവൽ സ്ട്രെസ് കുറയ്ക്കാനാണ് നോക്കുന്നത്. ഫോർജിങ് ടെമ്പറേച്ചർ റേഞ്ച് ഫോർ പ്ലെയിൻ കാർബൺ സ്റ്റീൽ. അപ്പോൾ ലോ കാർബൺ സ്റ്റീലാണെങ്കിൽ ഈ ഒരു ടെമ്പറേച്ചർ, മീഡിയം കാർബൺ സ്റ്റീലാണെങ്കിൽ ഈ ഒരു ഇൻ്റർവെല്ലായിരിക്കും, ഹൈ കാർബൺ സ്റ്റീലാണെങ്കിൽ 950 to 1050 degree Celsius. ഇനി ആംഗുലർ ആക്സിലറേഷൻ ഓഫ് എ ലിങ്ക് എ ബി is found by dividing the tangential component of acceleration B related to the A by the length AB. ആംഗുലർ ആക്സിലറേഷൻ ലിങ്ക്, ഒരു ലിങ്കിൻ്റെ ആംഗുലർ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ദ ആംഗുലർ ആക്സിലറേഷൻ ആൽഫ ഓഫ് എ ലിങ്ക് എ ബി ഇൻ എ മെക്കാനിസം is given by where alpha is equal to 80/r. Angular acceleration radian per second square. ഇനി ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഓഫ് പോയിന്റ് ബി റിലേറ്റീവ് ടു എ, അതാണ് ആംഗുലർ ആക്സിലറേഷൻ ആൻഡ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ബൈ ലെങ്ത് ഓഫ് ദ ലിങ്ക്. അതായത് ഒരു ലിങ്കിൻ്റെ ആംഗുലർ ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടാൻജൻഷ്യൽ കമ്പോണൻ്റ് ഓഫ് ആക്സിലറേഷൻ, അതിനെയാണ് നമ്മളിവിടെ 80 എന്ന് പറഞ്ഞത്. 80 ഡിവൈഡ് ബൈ റിലേറ്റ് ബൈ ദ ലെങ്ത്. ഇവിടെ ലെങ്താണ് എടുക്കുക, ലെങ്ത് നമ്മൾ 6 എടുത്തു. ഇതാണ് നമ്മൾ ആംഗുലർ ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത്. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഈസ് ദ കമ്പോണൻ്റ് ഓഫ് ലീനിയർ ആക്സിലറേഷൻ പെർപെൻഡിക്കുലർ ലിങ്ക്. അതായത് ലീനിയർ ആക്സിലറേഷൻ കമ്പോണൻറ്റിൻ്റെ ഒരു പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ആണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. അതായത് ഇതാണ് ഒരു ലീനിയർ ആക്സിലറേഷൻ ആണ്, ഇതിൻ്റെ ടാൻജൻ്റായിട്ട് വരയ്ക്കുന്ന ഒരു കമ്പോണൻ്റാണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. അതേ ഡിവൈഡ് അതിൻ്റെ ലെങ്ത് ഓഫ് ദ ലിങ്ക്. Divide the tangential acceleration by the radius. Length of the link gives an angular acceleration just like a circular motion. So the angular acceleration of a link AB is found by dividing the tangential component of acceleration by the length of the link. അടുത്ത Kennedy's theorem. ഇമ്പോർട്ടൻ്റ് ആണ്. Kennedy's theorem states that if three rigid links have plane motion, their instantaneous center lies on a straight line. Kennedy's theorem എന്താണ് പറയുന്നത്? Kennedy's theorem also known as Kennedy's rule in kinematics. Kennedy's theorem states in a system of three rigid bodies in a relative motion, the three instantaneous centers of any three bodies lies in a straight line. അതായത് ഒരു 3 റിജിഡ് ബോഡീസ് ഉണ്ട്, റിലേറ്റീവ് മോഷനിലാണ്. ഈ 3 റിജിഡ് ബോഡീസിനും 3 റിജിഡ് ബോഡീസിനും 3 ഇൻസ്റ്റന്റേനിയസ് സെന്റേഴ്സ് ഉണ്ട്. അപ്പം ആ 3 ഇൻസ്റ്റന്റേനിയസ് സെന്റേഴ്സ് ലൈസ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ എ സിസ്റ്റം ഓഫ് 3 റിജിഡ് ബോഡീസ് ഇൻ എ റിലേറ്റീവ് മോഷൻ. ദ 3 ഇൻസ്റ്റന്റേനിയസ് സെന്റേഴ്സ് ഓഫ് എനി 3 ബോഡീസ് ലൈ ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പം അതായത് 3 റിജിഡ് ബോഡീസ്, അത് 3 റിലേറ്റീവ് മോഷനിലാണെങ്കിൽ ആ 3 റിജിഡ് ബോഡീസിൻ്റെ റിലേറ്റീവ് ഇൻസ്റ്റന്റേനിയസ് സെന്റേഴ്സ് ലൈസ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂട്ടിമുട്ടും, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ലൈ ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ. The motion of a rotating shaft in a footstep bearing constitute between the elements of the kinematic pair. അപ്പം the motion of a rotating shaft in footstep bearing constitute between the elements of kinematic pair successfully constrained motion. സക്സസ്ഫുള്ളി കോൺസ്റ്റന്റ് മോഷൻ ആണ്. അതായത്
The question, the relation between number of pairs forming a kinematic chain and the number, അതായത് ഈ നമ്പർ ഓഫ് പേഴ്സ് നമ്പർ ഓഫ് ലിങ്ക്സ് തമ്മിലുള്ള ഒരു ഇക്വേഷൻ. ദ റിലേഷൻ ബിറ്റ്വീൻ നമ്പർ ഓഫ് പേഴ്സ് ഫോമിങ് എ കൈനമാറ്റിക് ചെയിൻ ആൻഡ് ദ നമ്പർ ഓഫ് ലിങ്ക്സ്. ഒരു കൈനമാറ്റിക്, അതായത് നമ്പർ ഓഫ് പേഴ്സ് നമ്പർ ഓഫ് ലിങ്ക്സും ഒരു പെയർ ലിങ്ക് ഒരു കൈനമാറ്റിക് ചെയിൻ അവിടെ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തമ്മിലുള്ള റിലേഷൻ L=2p-4, L=2p-4. അടുത്ത റിലേഷൻ ബിറ്റ്വീൻ നമ്പർ ഓഫ് പേഴ്സ് ആൻഡ് ലിങ്ക്സ്. ഇതൊരു ഇക്വേഷൻ, ഇതൊരു റിലേഷനാണ്. P=12-3 ഇത് വേറൊരു ഇക്വേഷനാണ്. ഇത് 2p-4 ഇത് വേറെ L=2p-4. അടുത്ത നമ്പർ ഓഫ് പി എന്ന് വെച്ചാൽ നമ്പർ ഓഫ് കൈനമാറ്റിക് പേഴ്സ്, നമ്പർ ഓഫ് ലിങ്ക്സ് ഇൻ ദ കൈനമാറ്റിക് ചെയിൻ. അടുത്ത് for a bar mechanism L=4, then there are 5 low pairs in the chain. The instantaneous center. The instantaneous center of a slider moving on a curved surface lies at the center of curvature of the curved surface. അതായത് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ഓഫ് എ സ്ലൈഡർ മൂവിങ് ഓൺ എ കർവ്ഡ് സർഫസ് ലൈസ് അറ്റ്. അതായത് ഒരു സ്ലൈഡർ എടുക്കുകയാണ്. ആ ഒരു സ്ലൈഡർ ഒരു കർവ്ഡ് സർഫസിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് കർവ്ഡ് സർഫസ് ആണ്. അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചറിലായിരിക്കും. അതായത് ഒരു സ്ലൈഡർ എടുത്തു, ആ സ്ലൈഡർ മൂവ് ചെയ്യുന്ന ഒരു കർവ്ഡ് സർഫസിലാണ്. ആ കർവ്ഡ് സർഫസിൽ മൂവ് ചെയ്യുന്ന സ്ലൈഡറിൻ്റെ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ എവിടെയായിരിക്കും? അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചറിലായിരിക്കും. Instantaneous center of rotation. Definition, explanation. Definition: instantaneous center of rotation is a point in or outside a moving body on or systems at which at a given instant the velocity is 0 and the body appears to rotate about it. In simple, at any given instant the motion of a rigid body in a plane can be considered as a pure rotation. At any given instant the motion of a rigid body in a plane can be considered as a pure rotation about a center point. This point is called instantaneous center. അതായത് ഒരു റിജിഡ് ബോഡി എടുത്ത് നമ്മൾ ചുമ്മാ ഒന്ന് കറക്കുകയാണ്. അപ്പോൾ ആ ഒരു കറങ്ങുന്ന ബോഡി ഒരു സെൻറ്ററിനെ അപേക്ഷിച്ചായിരിക്കും കറങ്ങുന്നത്. ആ സെൻറ്ററാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത്. Key features: every point on the body moves as it rotating about the instantaneous center. Instantaneous center may be within the body. Within the body ആണെങ്കിൽ ഒന്ന് within the body, ആ ബോഡിയിലായിരിക്കും. അതിന് റൊട്ടേറ്റിംഗ് ഡിസ്ക് അതിൻ്റെ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ബോഡിയാണ്. ഇനി ഔട്ട്സൈഡ് ദ ബോഡി ആണെങ്കിൽ സ്ലൈഡ് ലിങ്ക്, ഒരു സ്ലൈഡർ ലിങ്കിലാണെങ്കിൽ ഔട്ട്സൈഡ് ദ ബോഡി ആയിരിക്കും. അടുത്ത് ഇൻഫിനിറ്റിയിലായിരിക്കും. ഇൻ കേസ് ഓഫ് പ്യുവർ ട്രാൻസ്ലേഷനിലാണെങ്കിൽ ഇൻഫിനിറ്റിയിലായിരിക്കും. ഇനി ആപ്ലിക്കേഷൻ: യൂസർ ഓഫ് ഫൈൻഡ് വെലോസിറ്റി ഇൻ പ്ലെയിനർ മെക്കാനിസം, 4 bar linkages. Make analysis of complex motions simpler by converting to the rotation about a single point. In examples: in a wheel rolling without slipping on the ground. അതായത് ഒരു വീൽ റോളിങ് ചെയ്യണം വിത്തൗട്ട് സ്ലിപ്പ് ചെയ്യാതെ ഗ്രൗണ്ടിൽ കിട്ടാൻ റോൾ ചെയ്യാണ്. ദ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ഈസ് എ പോയിന്റ് ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ ദ വീൽ ആൻഡ് ദ ഗ്രൗണ്ട് ബിക്കോസ് ദ പോയിന്റ് എ സീറോ വെലോസിറ്റി. അതായത് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ദ പോയിന്റ് ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ ദ വീൽ ആൻഡ്, അവിടെ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത് വീൽ ഒരു ഗ്രൗണ്ടിൽ കൂടെ ഇങ്ങനെ ഉരുണ്ട് പോകുകയാണ്. അവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത് ആ ഒരു പോയിന്റ് ഓഫ് കോൺടാക്റ്റ് ആണ്. ബിക്കോസ് ആ പോയിന്റ് സീറോ വെലോസിറ്റി. ഇനി കെനഡസ് തിയറം റിലേറ്റഡ് കോൺസെപ്റ്റ്. കെനഡസ് തിയറത്തിൻ്റെ ഒരു രീതിയിലൂടെ നോക്കാം. ഇൻ മെക്കാനിസം വിത്ത് 3 bodies the 3 instantaneous centers lies on a straight line. Instantaneous center of a slider moving on a curved surface. The instantaneous center of a rotation of a slider moving on a curved surface lies at the point of contact between the slider and the curved surface. ഇവിടെ ഒരു നമ്മൾ പറഞ്ഞു ഒരു സ്ലൈഡർ എടുത്തു, അതൊരു കർവ്ഡ് പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. അതിൻ്റെ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് കർവേച്ചറിലായിരിക്കും. അല്ലെങ്കിൽ സെൻറ്റർ കർവേച്ചറിലാണ്. ആ പോയിന്റ് എവിടെയാണ്? ലൈസ് അറ്റ് ദ പോയിന്റ് ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ സ്ലൈഡർ ആൻഡ് ദ കർവ്ഡ് സർഫസ്. ഈ ഒരു കർവ്ഡ് സർഫസ് ഈ സ്ലൈഡറും മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, ആ ഒരു കോണ്ടാക്ട്. അതിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അതിനെയല്ല ഒരു കർവ്ഡ് സർഫസിൽ മൂവ് ചെയ്യുന്ന സ്ലൈഡറിൻ്റെ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചറിലായിരിക്കും. ആ സെൻറ്റർ ഓഫ് കർവേച്ചർ എവിടെയായിരിക്കും? ഈ ഒരു സ്ലൈഡറും കർവ്ഡ് സർഫസ് എന്ന് പറഞ്ഞാൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ. സ്ലൈഡർ is in pure rolling or sliding contact with the curved path. At the instant of contact, the slider has no relative motion at the point touching the surface. This point acts as an instantaneous center. The instantaneous center lies at the point of contact between the slider and the curved surface. അപ്പോൾ instantaneous center lies at the point of contact between the slider and the curved surface.
അതായത് ഈ സ്ലൈഡർ ആ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ റിലേറ്റീവ് മോഷൻ ഇല്ല, അവർ മീറ്റ് ചെയ്യുന്ന സമയത്ത്. സോ അതൊരു ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററായിട്ട് ആക്ട് ചെയ്യും. A constraint kinematic chain is known as a mechanism when one of the link is fixed. അതായത് ഒരു കൺസ്ട്രെയിൻഡ് കൈനമൈറ്റ് ചെയിൻ എപ്പോഴാണ് ഒരു മെക്കാനിസം ആകുന്നത്? ഒരു കൺസ്ട്രെയിൻഡ് കൈനമൈറ്റിക് ചെയിൻ, ഒരു കൺസ്ട്രെയിൻഡ് കൈനമൈറ്റിക് ചെയിൻ എപ്പോഴാണ് ഒരു മെക്കാനിസം ആയിട്ട് മാറുന്നത്? വെൻ വൺ ഓഫ് ദ ലിങ്ക് ഈസ് ഫിക്സ്ഡ്, വൺ ഓഫ് ദ ലിങ്ക് ഈസ് ഫിക്സ്ഡ്. അപ്പോഴാണ് ഏതെങ്കിലും ഒരു ലിങ്ക് ഫിക്സ് ആകുമ്പോഴാണ് അതൊരു മെക്കാനിസം ആയിട്ട് മാറുന്നത്. കൺസ്ട്രെയിൻഡ് കൈനമൈറ്റിക് ചെയിൻ ഈ കൺസ്ട്രെയിൻഡ് കൈനമൈറ്റിക് ചെയിൻ സിസ്റ്റം ഓഫ് ഇന്റർ കണക്റ്റഡ് ലിങ്ക് ആൻഡ് ജോയിന്റ്. ഒരു കൺസ്ട്രെയിൻഡ് കൈനമൈറ്റിക് ചെയിൻ എന്ന് വെച്ചാൽ എന്താണ്? അവിടെ കുറച്ച് ലിങ്ക്സും കാണും, ജോയിൻസും കാണും. അതിൻ്റെ ഒരു system of joints in which the motion of each link is restricted in a definite manner related to the others, allowing controlled and predictable movement. In simpler terms, it is a mechanism where the motion of all parts is uniquely defined as the motion of the one part. Types of constrained motion. On the completely constrained motion, motion is restricted to only one possible direction regardless of the how the input force is applied. A piston cylinder, ഈ piston cylinder ഒറ്റ ഡയറക്ഷനിലുമായിട്ട് ഒരു ബാക്കി എല്ലാ ലിങ്ക്സും അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മോഷൻ ഈ റെസ്ട്രിക്ട് ടു വൺ പോസിബിൾ ഡയറക്ഷനിൽ മാത്രമേ അവിടെ മൂവ്മെൻ്റ് ഉള്ളൂ. സോ അവിടെ കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. ഇനി പാർഷ്യലി കൺസ്ട്രെയിൻഡ് മോഷനിൽ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് മോഷൻ ഈ പോസിബിൾ. എക്സാമ്പിൾ ഷാഫ്റ്റ് ഇൻ എ ലൂസ് ഹോൾ. ഒരു ലൂസ് ഹോളിലെ ഷാഫ്റ്റ് ഇറ്റ് മേ റൊട്ടേറ്റ് ഓഫ് സ്പിൻഡിൽ സ്ലൈഡ്. അതായത് ഒരു ലൂസ് ഹോളിലെ ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു ലൂസ് ഹോളിലെ ഷാഫ്റ്റ്, ഈ ഷാഫ്റ്റ് ഇവിടെ കിടന്ന് റൊട്ടേറ്റും ചെയ്യാം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് പാർഷ്യലി കൺസ്ട്രെയിൻഡ് മോഷൻ. കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷനിലാണെങ്കിൽ ഒരു ഡയറക്ഷനിലോട്ട് മാത്രമേ മൂവ്മെൻറ്റ് കാണൂ. എന്നാൽ പാർഷ്യലി രണ്ട് ഡയറക്ഷനിലോട്ട് മൂവ്മെൻറ്റ് കാണും. ഷാഫ്റ്റിൻ്റെ ലൂസ് ഹോളാണ് ഒരു എക്സാമ്പിൾ. അടുത്ത് സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷനിൽ കൺസ്ട്രെയിൻഡ് യൂസിങ് എക്സ്റ്റേണൽ മീൻസ് ലൈക്ക് സ്പ്രിങ് ഗൈഡ്സ്. എ ഡോർ വിത്ത് എ സ്പ്രിങ്, ദ സ്പ്രിങ് ഫോഴ്സ് എ ഡോർ ടു ക്ലോസ് ഇൻ എ സ്പെസിഫിക് വേ. അടുത്ത് പിന്നെ കൈനമാറ്റിക് ചെയിൻ ബിക്കംസ് എപ്പോഴാണ് ഒരു കൈനമാറ്റിക് ചെയിൻ മെക്കാനിസം ആവുന്നത്? ഈ കൺസ്ട്രെയിൻഡ് കൈനമാറ്റിക് ചെയിൻ ട്രാൻസിറ്റ് മോഷൻ ആൻഡ് ഫോഴ്സ് ഇൻ എ സ്പെസിഫിക് പാത്ത് ബിക്കമിങ് എ മെക്കാനിസം. എക്സാമ്പിൾ എ 4-bar linkage ഈസ് എ കൺസ്ട്രെയിൻഡ് കൈനമാറ്റിക് ചെയിൻ. റിയൽ ലൈഫ് എക്സാമ്പിൾ ബൈസൈക്കിൾ, ചെയിൻ ഡ്രൈവ്, എഞ്ചിൻ, പിസ്റ്റൺ ക്രാങ്ക് മെക്കാനിസം, സിസേഴ്സ് മെക്കാനിസം, സ്വിംഗ് മെഷീൻ മെക്കാനിസം. ഇതൊക്കെ മെക്കാനിസത്തിന് എക്സാമ്പിൾസ് ആണ്. കൺസ്ട്രെയിൻഡ് കൈനമാറ്റിക് ചെയിൻ തന്നെയാണ് നമ്മൾ മെക്കാനിസം എന്ന് പറയുന്നത്. അടുത്ത ഈ കൊസൈൻ കർവ് ഡിപിക്ട്സ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് എ ക്യാം ഫോളോവർ. ആക്സലറേഷൻ ഡയഗ്രാം. അപ്പോൾ ഈ ആക്സലറേഷൻ ഡയഗ്രത്തിലാണ് കൊസൈൻ കർവ് ഡിപിക്ട്സ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് എ ക്യാം ഫോളോവർ. ഇൻ ക്യാം ഫോളോവർ സിസ്റ്റംസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് എ കോമൺലി യൂസ്ഡ് മോഷൻ. അതായത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് കോമൺലി യൂസ്ഡ് മോഷൻ ടൈപ്പ് ഡ്യൂ ടു സ്മൂത്ത് ആൻഡ് ഗ്രാജുവൽ ആക്സലറേഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് കോമൺലി യൂസ്ഡ് ആണ് ഗ്രാജുവൽ ആക്സലറേഷൻ, ഡീസലറേഷൻ. സിമ്പിൾ ഹാർമോണിക് ഈസ് ideal for follower rise and fall when smooth motion is essential. In diagrams, simple harmonic motion in cam follower. Here the main for displacement versus cam angle and the shape, sinusoid, rise, fall features, velocity of cam angle, acceleration of cam angle, jerk or cam angle. സമ്മറി ടേബിൾ. അതായത് ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം ആണെങ്കിൽ കർവ് ഷേപ്പ് എന്ന് വെച്ചാൽ കൊസൈൻ 1 - കോസ് ആയിരിക്കും. ഇനി വെലോസിറ്റി ഡയഗ്രാം ആണെങ്കിൽ സൈൻ ഷേപ്പ് ആയിരിക്കും. ആക്സലറേഷൻ ഡയഗ്രാം ആണെങ്കിൽ കൊസൈൻ ആയിരിക്കും. ജെർക്ക് ആണെങ്കിൽ സൈൻ ആയിരിക്കും. സ്മൂത്ത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. A circle drawn with the centers at the cam center and the radius equal to the distance between the cam center and the point on the pitch curve at which the pressure angle is maximum. Pitch circle is called pitch circle. ഒന്നുമില്ല, പ്രഷർ ആംഗിൾ മാക്സിമം എവിടെയാണ്? പിച്ച് സർക്കിൾ. അതായത് ടേംസ് യൂസ്ഡിന് റേഡിയൽ ക്യാംസർ, ഒന്ന് ബേസ് സർക്കിൾ. ആദ്യം ഇത് നോക്കാം. ഇതാണ് ബേസ് സർക്കിൾ. ബേസ് സർക്കിൾ എന്ന് പറയുമ്പം അതായത് ബേസ് സർക്കിള് ആ ഒരു
ഇതിനാണ് ബേസ് സർക്കിൾ എന്ന് പറയുന്നത്. എന്താണ് ബേസ് സർക്കിൾ എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സ്മാളസ്റ്റ് സർക്കിൾ ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ടു ദ ക്യാം പ്രൊഫൈൽ. അതായത് ക്യാം പ്രൊഫൈലിൽ വരയ്ക്കുന്ന ഏറ്റവും ചെറിയ സർക്കിളിനെയാണ് ബേസ് സർക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സ്മാളസ്റ്റ് സർക്കിൾ ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ടു ദ ക്യാം പ്രൊഫൈൽ. അടുത്ത ട്രേസ് സർക്കിൾ. ഇറ്റ് ഈസ് എ റെഫറൻസ് പോയിന്റ് ഓൺ ദ ഫോളോവർ ആൻഡ് ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് ദ പിച്ച് കർവ്. അപ്പോൾ ട്രേസ് പോയിന്റ് ഉപയോഗിച്ചാണ് പിച്ച് കർവ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ട്രേസ് പോയിന്റ് ഉപയോഗിച്ചാണ് പ്ലസ് ഈ ഒരു, അതായത് കറക്റ്റ് പറഞ്ഞാൽ ആ ഒരു ഫോളോവറിൻ്റെ ആ ഒരു സെൻറ്ററും ഫോളോവറിൻ്റെ സെൻറ്റർ ട്രാവൽ ചെയ്യുന്ന ഒരു പോയിന്റ്, അതാണ് ട്രേസ് പോയിന്റ്. അപ്പോൾ അത് ഉപയോഗിച്ചാണ് നമ്മൾ പിച്ച് കർവ് ജനറേറ്റ് ചെയ്യുന്നത്. ഇനി പ്രഷർ ആംഗിൾ ഇറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദ ഡയറക്ഷൻ ഓഫ് ഫോളോവർ മോഷൻ ആൻഡ് ദ നോർമൽ ടു ദ പിച്ച് കർവ്. അതായത് ഈ പ്രഷർ ആംഗിൾ, ഇതാണ് പ്രഷർ ആംഗിൾ. മാക്സിമം പ്രഷർ ആംഗിൾ അവിടെ വരുന്നത് പിച്ച് സർക്കിൾ. എവിടെയാണ് മാക്സിമം പ്രഷർ ആംഗിൾ വരുന്നത്? പിച്ച് സർക്കിളിലാണ് മാക്സിമം പ്രഷർ ആംഗിൾ. ഈ ഒരു പിച്ച് സർക്കിളും ആ ഒരു ഇതും കൂടെ വരുന്നത്. സർക്കിൾ ഡ്രോൺ വിത്ത് സെൻറ്റർ സെറ്റ് ക്യാം സെൻറ്റർ ആൻഡ് റേഡിയസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ക്യാം സെൻറ്റർ ആൻഡ് ദ പോയിന്റ് ഓൺ പിച്ച് കർവ് അറ്റ് ദ വിച്ച് ദ പ്രഷർ ആംഗിൾ ഇസ് മാക്സിമം സെൻറ്റർ ആൻഡ് ദ പിച്ച് പോയിന്റ്. അതാണ് പിച്ച് കർവ്. എവിടെയാണ് മാക്സിമം പ്രഷർ ആംഗിൾ വരുന്നത്? ഈ ഒരു പിച്ച് സർക്കിളും പിച്ച് പോയിന്റും കൂടെ കോയിൻസൈഡ് നടത്തുക. പിച്ച് സർക്കിളും പിച്ച് പോയിന്റും കൂടെ ആ ഒരു പറഞ്ഞിടത്താണ് മാക്സിമം പ്രഷർ ആംഗിൾ വരുന്നത്. ഇനി വേരിയസ് അതർ ടേംസ് ഉണ്ട്. അടുത്ത് ദ ക്യാം ഫോളോവർ ജനറലി യൂസ് ഇൻ ഓട്ടോമൊബൈൽ സ്പെറിക്കൽ ഷേപ്പ്ഡ് ഫോളോവർ. അതായത് ജനറലി ഓട്ടോമൊബൈൽസ് യൂസ് ചെയ്യുന്നത് സ്പെറിക്കൽ ഷേപ്പ്ഡ് ഫോളോവർ ആണ്. അടുത്ത് വേരിയസ് ടൈപ്സ് ഓഫ് ഫോളോവർ. നൈഫ് അടിച്ച ഫോളോവർ ഉണ്ട്, റോളർ ഫോളോവർ ഉണ്ട്, ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ ഉണ്ട്, ഇനി സ്പെറിക്കൽ ഓർ ബാൾ ഫോളോവർ ഉണ്ട്. ഇതൊക്കെയാണ് യൂഷ്വലി വേരിയസ് ടൈപ്സ് ഓഫ് ഫോളോവർ. അടുത്ത് ഇനി ഓഫ്സെറ്റ് ഈസ് പ്രൊവൈഡ് ടു എ ക്യാം ഫോളോവർ മെക്കാനിസം ടു മിനിമൈസ് ദ സൈഡ് സ്ട്രെസ്. എന്തിനാണ് ഓഫ്സെറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? ഓഫ്സെറ്റ് ഈസ് പ്രൊവൈഡ് ടു എ ക്യാം ഫോളോവർ മെക്കാനിസം ടു മിനിമൈസ് ദ സൈഡ് സ്ട്രെസ്. അതായത് സൈഡ് ത്രസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഓഫ്സെറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സൈഡ് ത്രസ്റ്റ് കുറയ്ക്കുക. ഓഫ്സെറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സൈഡ് ത്രസ്റ്റ് കുറയ്ക്കുക. ഓഫ്സെറ്റ് ഈസ് പ്രൊവൈഡ് ടു റെഡ്യൂസ് ദ പ്രഷർ ആംഗിൾ ബിറ്റ്വീൻ ദ ക്യാം ആൻഡ് ദ ഫോളോവർ. ഓഫ്സെറ്റ് ഈസ് പ്രൊവൈഡ് ടു റെഡ്യൂസ് ദ പ്രഷർ ആംഗിൾ ബിറ്റ്വീൻ ദ ക്യാം ആൻഡ് ഫോളോവർ. ക്യാം ആൻഡ് ഫോളോവർ തമ്മിലുള്ള പ്രഷർ ആംഗിൾ കുറയ്ക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഓഫ്സെറ്റ് പ്രൊവൈഡ് ചെയ്ത് സൈഡ് ത്രസ്റ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് പ്രഷർ ആംഗിൾ. സൈഡ് ത്രസ്റ്റിനെ പറയുന്ന വേറൊരു പേരാണ് പ്രഷർ ആംഗിൾ. ഓഫ്സെറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതിനാണ് സൈഡ് ത്രസ്റ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ അതിന് പ്രഷർ ആംഗിൾ കുറയ്ക്കുക. പ്രഷർ ആംഗിൾ ഏതൊക്കെ തമ്മിലാണ്? ക്യാം ഫോളോവർ തമ്മിലുള്ള പ്രഷർ ആംഗിൾ കുറയ്ക്കുക. Pressure angle is the angle between the direction of follower motion and the normal to the cam profile at the point of contact. ഇതിനാണ് പ്രഷർ ആംഗിൾ എന്ന് പറയുന്നത്. ലാർജ് പ്രഷർ ആംഗിൾ കേസസ് ഇൻക്രീസ്ഡ് ഫ്രിക്ഷൻ ആൻഡ് വിയർ ഹൈ സൈഡ് ത്രസ്റ്റ് റെഡ്യൂസർ എഫിഷ്യൻസി. അപ്പോൾ ഇതൊക്കെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഈ ഓഫ്സെറ്റ് ചെയ്താൽ റെഡ്യൂസ് പ്രഷർ ആംഗിൾ കുറഞ്ഞു, സൈഡ് ത്രസ്റ്റ് കുറഞ്ഞു, പ്രഷർ ആംഗിൾ കാരണമുള്ള സൈഡ് ത്രസ്റ്റ് കുറഞ്ഞു, ഇംപ്രൂവ്സ് സ്മൂത്ത്നെസ് കൂടി, എൻഹാൻസ് ലൈഫ് ഓഫ് ദ മെക്കാനിസം, ലൈഫ് എൻഹാൻസ് ചെയ്തു. ഓഫ്സെറ്റ് ഈസ് പ്രൊവൈഡ് ടു മിനിമൈസ് പ്രഷർ ആംഗിൾ ആൻഡ് സൈഡ് ത്രസ്റ്റ് ഇൻ ക്യാം ഫോളോവർ മെക്കാനിസംസ്, ഇംപ്രൂവിങ് എഫിഷ്യൻസി ആൻഡ് റെഡ്യൂസിങ് വിയർ. അപ്പം ഓഫ്സെറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് പ്രഷർ ആംഗിൾ കുറയ്ക്കാൻ പറ്റും, സൈഡ് ത്രസ്റ്റ് കുറയ്ക്കാൻ പറ്റും, സ്മൂത്ത്നെസ് കൂട്ടാൻ പറ്റും, എൻഹാൻസ്ഡ് ലൈഫ് ഓഫ് ദ മെക്കാനിസം. അപ്പം ഇതൊക്കെയാണ് ഒരു ഓഫ്സെറ്റ് പ്രൊവൈഡ് ചെയ്തതുള്ള നേട്ടങ്ങൾ. അപ്പം നമുക്ക് ജൂൺ 2022 ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതെന്തായാലും നല്ലൊരു ലെങ്തിയുള്ള വീഡിയോ ആയി. സോ നമുക്കതൊരു നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. താങ്ക് യു.